ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു സാധകൻ സാധന ചെയ്ത് തുടങ്ങുമ്പോൾ അവന് അവൻ്റെ ആന്തരിക ചിന്തകളെപ്പറ്റി ബോധവാനാകും. അങ്ങനെ ബാഹ്യചിന്തകൾ സൃഷ്ടിക്കുന്ന കർമ്മങ്ങളിൽ നിന്നും അവന് പെട്ടെന്ന് അല്ലെങ്കിൽ അവന് കൂടുതൽ കർമ്മങ്ങളിലേക്ക് പോകാതെ ആകാൻ സാധിക്കും. എന്നാൽ അതിനോടൊപ്പം ഒരു സാധന ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു സാധകൻ തൻ്റെ ഗുരുവിൽ സമർപ്പിതനായാൽ ഗുരു അവൻ്റെ കർമ്മങ്ങളെ കർമ്മബന്ധങ്ങളാക്കാതെ അതിനെ കുറയ്ക്കാനുള്ള സാധനാ വഴികൾ പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ കർമ്മപ്രാരാബ്ധങ്ങൾ മാറുന്നത് വഴി അവൻ്റെ എത്രയോ ജന്മങ്ങളാണ് ഗുരു അവന് കുറയ്ക്കാൻ വേണ്ടി അവസരം നൽകുന്നത്. അങ്ങനെ അവസരം കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സാധകന് അവന് ആ ആത്മാനുഭൂതി അനുഭവിക്കാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങളാണ് ഗുരു അവൻ നൽകുന്നത്. ഈ യാത്ര സാധകരുടേതാണ്, ധീരന്മാരുടേതാണ്, അടങ്ങാത്ത ആവേശമുള്ള അന്വേഷികളുടേതാണ്. നമ്മുടെ അഹത്തിന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്താണ് ഈ ഒരു യാത്ര അവസാനിക്കുന്നത്. ഇത് അവധൂജിയുടെ പ്രേമസാഗര തീരെ എന്ന രചനയിൽ നിന്നെടുത്തതാണ്. ഈ ഒരു ചിന്തയെ നമ്മളെല്ലാവരും മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പടിഞ്ഞാറക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഈ സ്ഥലം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മഹത് വ്യക്തിത്വത്തിൻ്റെ പേര് ഡോക്ടർ രമാദേവി എന്നാണ്. അമ്മ ഒട്ടേറെ ഹോമിയോപ്പതി കോളേജുകളിൽ പല സ്റ്റേറ്റുകളിൽ പ്രിൻസിപ്പളായിട്ടിരുന്ന വ്യക്തിത്വമാണ്. കൂടാതെ ഹോളിസ്റ്റിക് ഹീലിംഗ്, പ്രാണിക് ഹീലിംഗ്, സ്പിരിച്വൽ കൗൺസിലിംഗ് ഇതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഇന്ന് എന്തായാലും നമുക്ക് അമ്മയെ നമ്മുടെ സത്സംഗത്തിന് ലഭിച്ചത് വളരെ പുണ്യമാണ്. നമുക്ക് അമ്മയെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്തേ. എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. നാരായണ സമാരംഭം വ്യാസശങ്കര മധ്യമം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ത്വമേവ മാതാച പിതാ ത്വമേവ ബന്ധു ച സഖാ ത്വമേവ വിദ്യാദ്രവണം ത്വമേവ സർവം മമ ദേവദേവ. ജനിക്കാൻ വഴി തന്ന് എൻ്റെ മാതാപിതാക്കന്മാരെ നമസ്കരിക്കുന്നു. പിന്നെ എല്ലാ പ്രേക്ഷകരും, ഞാനും അടങ്ങുന്ന നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനെ, എല്ലാവരും ഇരിക്കുന്ന പ്രപഞ്ചശക്തിയെ ഞാൻ നമസ്കരിക്കുന്നു. മീ ടു മീ എന്ന് ഞാൻ ആദ്യമായി കേൾക്കുന്ന എൻ്റെ സുധീഷ് മോൻ പറഞ്ഞിട്ടാണ്. ആ വാക്ക് എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു അന്തരാർത്ഥം, എന്നിലേക്ക് ഞാനായിട്ടുള്ള ഒരു പ്രയാണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മീ ടു മീ, എന്നിലേക്ക് തന്നെ, ഞാനായിട്ട് തന്നെയുള്ളൊരു യാത്ര. സത്യം പറഞ്ഞാൽ മനുഷ്യനെല്ലാം ആവശ്യം, എല്ലാ മനുഷ്യ ജീവിക്കും ആവശ്യം അത് തന്നെയാണ്, അവനവനെ തിരിച്ചറിയുക. ശ്രീരമണ മഹർഷി പറയും പോലെ ഹു ആർ യു എന്ന് സ്വയം ചോദിക്കാനാണ് പറയുന്നത്. ഹു ആം ഐ അല്ലെങ്കിൽ ഹു ആർ യു എന്ന് സ്വയം ചോദിക്കുക, ഞാൻ ആരാണ്. അതിൻ്റെ അർത്ഥമാണ് നമ്മൾ ഈ ജന്മം മുഴുവൻ കിടന്ന് നമ്മൾ തേടുന്നത്. അതിൻ്റെ അർത്ഥം അറിയാനാണ്. എന്തൊക്കെ സാധനാക്രമങ്ങൾ, എന്തൊക്കെ വഴികൾ ഒക്കെ ചെയ്തതും ഈ ഒരു കാര്യം നേടാനാണ്. അപ്പം സുധീഷ് മോൻ എനിക്ക് ഓരോ വീഡിയോ ഇട്ട് തന്നു. അവിടുത്തെ പൂജ സമയത്തുള്ളത്, അതിൻ്റെ ഓരോ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ അട്രാക്റ്റഡായി. പ്രത്യേകിച്ച് അവധൂത് ഗുരുപ്രസാദ് സ്വാമിജിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ഗുരുജിയുടെ ഒരു കോൾ എനിക്ക് വരുന്നത്. ഇതിനൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം എൻ്റെ സന്തോഷം അവർണ്ണനീയമാണ്. ഞാൻ ഇത്രയും ഭാഗ്യം ചെയ്തല്ലോ പ്രപഞ്ചനാഥ എന്നാണ് എനിക്ക് അപ്പോഴും തോന്നിയത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വലിയ ഭാഗ്യം തന്നെയാണ്. അമ്മയുടെ ബാല്യകാലത്തെക്കുറിച്ചും അമ്മയുടെ പഠിത്തം, ആ ഒരു മേഖലയെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായും അത് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവം തന്നെയാണ്.
ആലപ്പുഴയിലാണ് ഞാൻ ജനിച്ചത്. ആലപ്പുഴ ഇവിടെ ജോലി സംബന്ധമായിട്ട് തിരുവനന്തപുരത്ത് വന്നേ ഉള്ളൂ. അപ്പോൾ ആലപ്പുഴയിൽ എൻ്റെ അച്ഛനും അമ്മയും തികച്ചും ആധ്യാത്മിക ലൈഫിൽ തന്നെയായിരുന്നു. അവരും ഭയങ്കര സ്പിരിച്വലാണ് രണ്ടുപേരും. അച്ഛനാണെങ്കിൽ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ചിന്മയാനന്ദ സ്വാമിജിയുടെ അടുത്ത ശിഷ്യനായിരുന്നു. കാരണം ചിന്മയാനന്ദ സ്വാമിജി ഇങ്ങനെ മുമ്പിൽ അടുത്തിരുന്ന് അദ്ദേഹത്തോട് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാനും അദ്ദേഹത്തിൻ്റെ ഗീതാവ്യാഖ്യാനങ്ങൾ കേൾക്കാനും ഒക്കെ ഒരു ഭാഗ്യം എനിക്കന്ന് ഉണ്ടായിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അച്ഛൻ തന്നെ എൻ്റെ മെൻറ്റർ എൻ്റെ അച്ഛനാണ്. അച്ഛൻ ഡിഫൻസ് അക്കൗണ്ട്സിലായിരുന്നു ജോലി അച്ഛൻ. അതുകൊണ്ട് ഓൾ ഓവർ ഇന്ത്യ ഞങ്ങളിങ്ങനെ കറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അച്ഛൻ്റെ കൂടെ തന്നെ. അപ്പോൾ അന്ന് ആ കുട്ടിക്കാലത്ത് 2-3 ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ അങ്ങോട്ടായിരുന്നു അച്ഛന് ജോലികൾ. ആ സമയത്ത് അഭേദാനന്ദ സ്വാമിജിയെ പോലും നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങിക്കാനും നമസ്കരിക്കാനും ഒക്കെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് ചിത്രരഥനാൾ മഹാരാജാവിനാണ് ആറാട്ടും കാര്യങ്ങളും ഒക്കെ ഒരു 60 കാലഘട്ടങ്ങളിലാണ് പറയുന്നത്, വർഷങ്ങൾക്ക് കുറേയായി. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു സ്പിരിച്വൽ ബേസ് തരാൻ എൻ്റെ അച്ഛന് സാധിച്ചു എന്നുള്ളതാണ്. അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ മുൻഷിമാരന്ന് 3 പേരെ മറ്റേ ഉള്ളൂ. അദ്ദേഹമാണ് കോന്നിയൂർ ഗോവിന്ദപിള്ള എന്ന് പറഞ്ഞ് ഇവിടെ രാജകൊട്ടാരത്തിലെ അവർക്ക് കുഞ്ഞ് ക്ലാസ്സുകളിൽ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളും കൂടെയായിരുന്നു. അദ്ദേഹത്തിന് വളരെ എന്താ പറയുക ഒരു മുൻ വിധിയായിട്ട് നമ്മുടെ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയാനുള്ള കഴിവുള്ളവരായിരുന്നു. പ്രോഫറ്റ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ വന്നു വിട്ടത് സർവേശ്വരൻ്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ്. എനിക്ക് 3 ബ്രദേഴ്സാണ്, 2 പേര് മൂത്തതാണ്, ഇളയത് ഒരാളുണ്ട്. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത തന്നിട്ട് 4 പേർക്കും തരുന്നത് 12 അധ്യായം എന്നും ചൊല്ലി കാണാതെ ചൊല്ലി കേൾപ്പിക്കണം. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന മേശരം ശൃംഖല ഈ ഭിത്തിയിൽ ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയേ ഭക്ഷണം കഴിക്കാവുള്ളൂ, സ്ട്രിക്റ്റാണ്. അതിൻ്റെ അർത്ഥവും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ആ അർത്ഥം അറിഞ്ഞു തന്നെയാണ് ചൊല്ലിയിരുന്നത്. അന്ന് മുതൽ ഇതൊക്കെ ഒരു ബേസാണ്. പിന്നെ ചില ദിവസം പറയും 15-ാം അധ്യായം പുരുഷോത്തമയോഗം ചൊല്ലിയിട്ടേ ഭക്ഷണം കഴിക്കാവുള്ളൂ. അച്ഛൻ്റെ സ്ട്രിക്റ്റ് ഓർഡറാണ്. അതെല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റി. അങ്ങനെ ആ ഒരു ബേസോട് കൂടി തന്നെയാണ് ഞങ്ങളുടെ ആ ജീവിതം പോകുന്നത്. പിന്നെ എൻ്റെ അനുജനാണെങ്കിൽ മൂത്ത 2 പേരും ഒരു അനുജനാണെങ്കിൽ അന്ന് മുതലേ അവൻ്റെ മെഡിറ്റേഷൻ ഞങ്ങൾ ഈ ബാലവിഹാറിൽ അച്ഛൻ മെഡിറ്റേഷൻ ചെയ്യിക്കും. ഭജനയുണ്ട്, മന്ത്രജപമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അച്ഛൻ തന്നെ എഴുതിയ കഠോപനിഷത്തിലെ നചികേതസ് നാടകം ഞാൻ നചികേതസിൻ്റെ അമ്മയായിരുന്നു അന്ന് ആ കുട്ടിക്കാലത്ത് അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെ അച്ഛൻ തന്നെ എഴുതി രചിച്ചതാണ്. അപ്പോൾ അച്ഛൻ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇവൻ്റെ മെഡിറ്റേഷൻ, അനുജൻ്റെ മെഡിറ്റേഷൻ ഒരു വ്യത്യസ്ത രീതിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എന്നോട് പറയും, ചേച്ചി എനിക്ക് അമ്മയെ പോലെയാണ്, അതുകൊണ്ട് ചേച്ചിയോട് ഇതൊക്കെ പറയാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു നല്ലൊരു ബോണ്ടുണ്ടായിരുന്നു ആ സമയത്ത്. എൻ്റെ ഒരു 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അനുജൻ 33 വർഷമായി ഇപ്പോൾ ഹിമാലയത്തിൽ സന്യാസിയാണ്. എവിടെയാണെന്ന് പോലും അറിയത്തില്ല. പോയി 1 വർഷമൊക്കെ എനിക്ക് ഗംഗയുടെ മടിത്തട്ടിലാണ് അങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പക്ഷെ പിന്നെ അത് പതുക്കെ നിന്നു. കൈലാസത്തു നിന്ന് സന്യാസിമാർ വരുമ്പോൾ ഞാൻ ഇപ്പോഴും പോയി ചോദിക്കാറുണ്ട്, തിരുവനന്തപുരത്തൊക്കെ വന്ന് എനിക്കൊന്ന് കാണണം എന്നൊരാഗ്രഹം. പക്ഷെ ഒരു സന്യാസിനോട് പറഞ്ഞു, അങ്ങനെ ആഗ്രഹം വെക്കരുത്. അങ്ങനെ ആഗ്രഹം വെച്ചാൽ അദ്ദേഹവും നിങ്ങളും വീണ്ടും പുനർജനിക്കേണ്ടി വരും ആഗ്രഹം പൂർത്തീകരിക്കാൻ. അതുകൊണ്ട് ഞാനിപ്പം സർവേശ്വര അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ കാണാൻ അനുവദിച്ചാലോ എന്നാണ് ഞാനിപ്പോൾ പറയാറുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഹരിബ്രഹ്മേന്ദ്ര സ്വാമിജിയെ കണ്ടു. കുട്ടിസ്വാമി എന്ന് പറയും, മലയാളി സ്വാമിയാണ്. ഇവിടെ ശങ്കർ മഠത്തിൽ തെക്കേനടലും ഉണ്ടായിരുന്നു. അവരുടെ സൗന്ദര്യലഹരിയൊക്കെ ചൊല്ലാൻ ഞാനും കൂടെ പോകുമായിരുന്നു. അങ്ങനെയുള്ള പരിചയമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഹരിയോമാനന്ദ സ്വാമിജിയെ പരിചയപ്പെട്ടു. അവരൊക്കെ കൂടെ നർമ്മദയിലുള്ള വിഷ്ണുദാസ് സ്വാമിജിയെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ അനുജനും അദ്ദേഹവും ഒരുപാട് നാൾ ഒരുമിച്ചായിരുന്നു. അപ്പം 15 വർഷത്തിന് മുൻപാണ് അദ്ദേഹമായിട്ടുള്ള കോണ്ടാക്ട് കിട്ടു. അദ്ദേഹം സർവ്വസംഘ പരിത്യാഗിയാണ്. ഫോൺ എടുക്കുമോ ഒരു ആശ്രമമോ ഒന്നും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് നിങ്ങളുടെ ബ്രദർ. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. 15 വർഷം മുമ്പ് ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുകയും ചെയ്തു. അദ്ദേഹവും എൻ്റെ അനുജൻ കൂടെ നിൽക്കുന്നതായിട്ടുള്ളത് സ്വാമി പ്രേമാനന്ദ എന്നാണ് അദ്ദേഹം പേര് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ അതൊരു വലിയ പുണ്യം തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ വിചാരിക്കുന്നത്, തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ ആ അനുഗ്രഹം, ആ പ്രാർത്ഥന ഇന്നും നമ്മൾക്കൊക്കെ കിട്ടുന്നു. ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ അതിൻ്റെ അനുഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോ കണ്ടിട്ട് ഇന്നും ഞാൻ ഇപ്പം ഞാൻ കുംഭമേളയ്ക്ക് പോയപ്പോഴൊക്കെ വിചാരിച്ചു ഒന്ന് കാണാൻ പറ്റുമോ എന്ന്. പിന്നെ ഭഗവാൻ്റെ ഇഷ്ടപ്പെടാൻ നടക്കട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് ബാലവിഹാർ വഴി ഞങ്ങൾ വളർന്ന് വന്നത്. പിന്നെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളല്ലേ, ഓരോന്നും നമ്മൾ ഓരോ വഴിക്ക് വിടും. നമുക്ക് ചിലത് മുന്നോട്ടില്ല, അതേപടി കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഞാൻ ഒരു കാലത്ത് വിവാഹത്തിന് മുമ്പ് ഞാൻ സന്യാസം മതി എനിക്ക് ഞാൻ പറഞ്ഞിരുന്ന കാരണമുണ്ട് അച്ഛനോട്, എനിക്ക് സന്യാസം മതി അച്ഛൻ, എനിക്ക് വിവാഹമൊന്നും വേണ്ട. അച്ഛൻ പറഞ്ഞു, നീ എന്തേ പറയുന്നത്, ഈ കുടുംബത്തിലൊരു പെണ്ണേ ഉള്ളൂ, ആ പെണ്ണ് കുടുംബം നിലനിർത്തണം എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ അതിനകത്തോട്ട് നിരുത്സാഹപ്പെടുത്തി. പക്ഷേ എന്തായാലും വിവാഹം കഴിഞ്ഞു, 2 കുട്ടികളായി, 2 പെൺകുട്ടികളാണ്. അങ്ങനെ ആ ഒരു കാലഘട്ടം കൂടി വന്നു. പിന്നീടാണ്
എനിക്ക് ഇത് കൂടുതൽ സ്പിരിച്വലായിട്ട് എനിക്ക് അറിയണം, കൂടുതൽ മുന്നേറ്റം വേണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കാണ് അമൃതാനന്ദമയി എടുത്ത് പോയി. ഞാൻ പോകാത്തൊരു സ്ഥലങ്ങളുമില്ല, ഓട്ടം തന്നെയായിരുന്നു. എവിടെയാണ് എനിക്കൊരു എനിക്ക് അറിഞ്ഞുകൂടാ, സംതിങ് എന്താ പറയുക, പോരാ എന്നുള്ളത്, സംതിങ് ലാക്കിങ് സംവെയർ, ആ ഒരു തോന്നലുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ പോവാം. അമൃതാനന്ദമയി എടുത്ത് പോയി, പുട്ടപർത്തിയിൽ പോയി. 83-ലാണ് എൻ്റെ മോൾക്ക്, അന്ന് 3 വയസ്സേ ഉള്ളൂ, മൂത്ത മോൾക്ക്. പുട്ടപർത്തി പോയി ഒരാഴ്ച നിന്നു. അദ്ദേഹം കഠിനമായി എന്നെ പരീക്ഷിച്ചു. ശിവരാത്രി സമയത്താണ്. എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ കൂടെയാണ് പോയത്. അവർ നല്ല ഡിവോട്ടിയാണ്, സത്യസായ ഡിവോട്ടിയാണ്. അങ്ങനെ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് കഠിന പരീക്ഷണത്തോടെ, പക്ഷേ ആ 83-ൽ തന്നെ എനിക്ക് ദർശനം, സ്പർശനം, ഭാഷണം സ്വാമിയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് കിട്ടി എന്നുള്ളതൊരു മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ്. അത് കിട്ടി. അത് കഴിഞ്ഞിട്ടും പിന്നെയും ജീവിതം പല വഴിക്ക് പോയി. അങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ ഓരോ അമ്മ ഭഗവാന്റെ അടുത്ത് പോയി, ഗുരുബാബയുടെ അടുത്ത് പോയി. അങ്ങനെ പിന്നെ ഓരോരോ സ്ഥലങ്ങളിൽ മാറി മാറി നടന്ന് നമുക്ക് എവിടെ ചെല്ലുമ്പോഴും ആ ഗുരുക്കന്മാരും ആൾക്കാരും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം അവർ അമൃതാനന്ദമയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് വാത്സല്യം അറിയാമല്ലോ, അമ്മ അങ്ങനെയാണ്. സ്വാമിയുടെ ആണെങ്കിലും എനിക്കത് കിട്ടി. ഇന്ന് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. സ്വാമിയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. എന്നിട്ടും എന്തോ പോരാ. ഞാനിപ്പോൾ ഡോക്ടറായതിനിടയ്ക്ക് മെഡിസിൻ കഴിഞ്ഞ് ഞാൻ കോട്ടയത്താണ് പഠിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടറായി. പിന്നെ ആ ഹീലിങ്ങിന് ഞാൻ ഭാഗ്യവശാൽ ഹോമിയോപ്പതി സിസ്റ്റം തന്നെ എടുത്തത് ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ബന്ധമുള്ളതുകൊണ്ടാണ്. കാരണം ഇതിനകത്ത് അദ്ദേഹം ഒരു ഡോക്ടർ ക്രിസ്ത്യൻ ഫ്രെഡറിക് സാമുവൽ ഹനിമാനാണ് ഫൗണ്ടർ ഹോമിയോപ്പതിയുടെ. അദ്ദേഹം ഒരു യോഗിയായിരുന്നു. കാരണം അദ്ദേഹം പറയുന്നത് വൈറ്റൽ ഫോഴ്സ്, ദ ഡീവിയേഷൻ ഫ്രം ദ നോർമൽ പൊസിഷൻ, അത് അങ്ങോട്ടോ ഇട്ടോ മാറുമ്പോഴാണ് നിങ്ങൾക്ക് അസുഖം വരുന്നത്. ആ വൈറ്റൽ ഫോഴ്സ് നമ്മുടെ ജീവശക്തി തന്നെയാണ്, നമ്മുടെ പ്രാണശക്തി തന്നെയാണ്. അതിനെ പഴയ ലെവലിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുന്നത്. അതൊരു യോഗിയുടെ കാഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് എനിക്ക് ഈ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒത്തിരി താല്പര്യം ഉണ്ടായിട്ടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ മെൻ്റൽ സ്ഫിയർ. കാരണം വേറെ ഒന്നിനും, ഒരു അലോപ്പതിയിലോ ആയുർവേദത്തിലോ ഈ മനസ്സിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഹോമിയോപ്പതിയിൽ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, എണ്ണമറ്റ മെഡിസിൻസ്. അതിലൊക്കെ തന്നെയും മൈൻഡാണ് ആദ്യം പറയുന്നത്. അവരുടെ മാനസികാവസ്ഥ നോക്കി തല മുതൽ പാദം വരെയുള്ള എല്ലാ രോഗലക്ഷണങ്ങളും എടുത്ത് മാനസികാവസ്ഥയും എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യുകയാണ് ഓരോ പേഷ്യൻസിന്. ഇപ്പം 2 പേര് ഇപ്പം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരാൾക്ക് തലവേദനയുണ്ട്, അദ്ദേഹം തല മുറുക്കി കെട്ടിയ സുഖമുണ്ട്. വേറൊരാൾക്ക് തലവേദനയുണ്ട്, അദ്ദേഹം ഒന്ന് ഛർദ്ദിച്ചാൽ തലവേദന മാറും. ഇങ്ങനെ പലരും പറയുന്നുണ്ട്. പക്ഷെ മെഡിസിൻ 2 ആയിരിക്കും. കാരണം ഒരാളുടെ രോഗലക്ഷണങ്ങളല്ല മറ്റൊരാൾക്കുള്ളത്. അതനുസരിച്ച് നമ്മൾ മരുന്നുകൾ മാറും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇതൊരു വലിയ സ്പിരിച്വൽ സയൻസ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഹോമിയോപ്പതി. അതുകൊണ്ട് എനിക്കത് ഒത്തിരി താല്പര്യമുള്ളതാണ്. കാരണം ഇറ്റ് ക്യാൻ മേക്ക് വണ്ടേഴ്സ് ആൻഡ് തണ്ടേഴ്സ് വിത്ത് ദ വേൾഡ്. അത് ഒരു സംശയമില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നി ഇത് പോരാ. അങ്ങനെ ഞാൻ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് കഴിഞ്ഞു. 2 വർഷത്തെ കോഴ്സായിരുന്നു. ഡോക്ടർ ജയപ്രകാശ് ആയിരുന്നു എൻ്റെ ഗുരു ഉണ്ടായിരുന്നത്. അദ്ദേഹം NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, ട്രാൻസിഷണൽ അനാലിസിസ്, ഇങ്ങനെ ഓരോ കാര്യം, സൈക്കോതെറാപ്പി, ഇങ്ങനെ ഒരുപാട് ADHDയുടെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചു. നമ്മൾ എങ്ങനെയാണ് വേറൊരു മനുഷ്യന് സുഖം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടോ. വാട്ട് ഐ ക്യാൻ ഡു ടു സെർവ് ദ അതർ പീപ്പിൾ, സർവീസ് ടു ദ മാൻ കൈൻഡ്, വാട്ട് ഐ ക്യാൻ ഡു. അതാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെയും പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്നും പോരാ. വീണ്ടും ഓരോന്നും ഇത് കാണുമ്പോൾ എനിക്ക് പിന്നെയും താല്പര്യമാണ്. അങ്ങനെയാണ് പ്രാണിക് ഹീലിംഗ് പഠിച്ചത്. പ്രാണിക് ഹീലിംഗ് പഠിച്ചു. നമ്മളതിൻ്റെ ഓരോ സ്റ്റെപ്പും എല്ലാം ചെയ്ത് അതിനകത്ത് നല്ല റിസൾട്ട് ഓരോന്നിലുണ്ട്. പക്ഷേ എന്നാലും ആക്സസ് ബാർ വന്നു കഴിഞ്ഞപ്പോൾ അതിനോടും താല്പര്യം വന്നു. ആക്സസ് ബാർ എന്ന് പറഞ്ഞാൽ 32 പോയിൻറ്റ്സ് ഓൺ ഹെഡ്, വി ടച്ച് ആൻഡ് വി കമാൻഡ്. ഇത് പ്രപഞ്ചനാഥൻ നമ്മുടെ ശക്തി നമ്മുടെ കയ്യിലൂടെ വന്ന് നടത്തി അവരിലൂടെ കടന്നുപോയി അവർക്ക് ജന്മജന്മാന്തര ശാപപാപദോഷം മാറ്റുന്നതാണ്. അത് പക്ഷേ 3 പേരെടുത്ത് പഠിച്ച് ഞാൻ ഫെസിലിറ്റേറ്ററായി, അതും ചെയ്തു. പിന്നെ എനിക്കിതൊന്നും പോരാ. അപ്പോഴാണ് തൃശ്ശൂരുള്ള മീനാക്ഷി മൈത്രേയ എന്ന് പറഞ്ഞ മാഡത്തിൻ്റെ അടുത്ത് വന്ന് മഹാത്മാ ശംബാല അത് പഠിക്കണം. കാരണം അത് കൂടുതൽ പ്രപഞ്ചത്തിനെ അറിയണം. കാരണം ഒന്നുമല്ല, ഇന്നും ഞാൻ ഒന്നുമല്ല പ്രപഞ്ചത്തിന് മുമ്പിൽ. ഈ ഒരു അനന്തം, അജ്ഞാതം, അവർണ്ണനീയമാണ് ഈ പ്രപഞ്ചം. ഒരു കുഞ്ഞ്, നമ്മൾ ഈ 3rd ഡൈമെൻഷൻ കിടക്കുക. 14 ഡൈമെൻഷനുണ്ട് ഈ ലോകത്ത്. പക്ഷെ നമുക്ക് 3rd ഡൈമെൻഷൻ മനുഷ്യന് എന്തറിയാനാണ്? പക്ഷെ മനുഷ്യൻ്റെ അഹങ്കാരവും ഞാനെല്ലാം നേടി, എനിക്കെല്ലാം ഉണ്ട്, എല്ലാം വാരി പിടിക്കണം, 2-3 തലമുറയ്ക്ക് വെച്ച് കെട്ടണം എന്നുള്ളതാണ് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. എന്തിനാണ്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിന് വേണ്ടതെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട്. പക്ഷെ മറ്റുള്ളവർ കൈയിട്ട് വരുമ്പോഴാണ്
ആ കുട്ടിക്ക് കിട്ടാതെ പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ ദരിദ്രർ സമ്പന്നരെന്ന് പറഞ്ഞ് രണ്ട് വിഭാഗമായിട്ട് വരുന്നത്. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്കിതിനോടൊന്നും ഒരാവശ്യമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ നിന്നാണെങ്കിൽ അനിമൽ ടോട്ടം, എന്തുകൊണ്ടാണ് ദൈവം ഓരോ ഈശ്വരന്മാരും പക്ഷികളെ മൃഗങ്ങളെ കൂടെ കൊണ്ട് നടക്കുന്നത്, അതിൻ്റെ എനർജി എന്താ, അതാണ് അനിമൽ ടോട്ടം പഠിച്ചു. അപ്പോൾ അതിനെന്താണ് പ്രത്യേകത, അത് ഹീലിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ട്. പിന്നെ മറ്റൊരു ഗാലക്സിയിൽ നിന്ന് പ്ലാറ്റിനം റേസ് കൊണ്ടുവന്നിട്ട് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അതും കൂടെ പഠിച്ചു. പിന്നെ ഒന്ന് മുദ്രാ തെറാപ്പി പഠിച്ചു. പിന്നെ വന്നിട്ട് സീക്രട്ട് പവർ ഓഫ് ലൈഫ്, പവർ ഓഫ് ഹാൻഡ്സ് പഠിച്ചു. പിന്നെ മഹാവതാർ ബാബാജി ഇപ്പോഴും എൻ്റെ ആത്മീയ ഗുരുവാണ്, എൻ്റെ പരബ്രഹ്മമാണ് അദ്ദേഹം, പറയാൻ വാക്കുകളില്ല. എൻ്റെ മൂത്ത മകൾ രമ്യ സന്ധ്യയുമാണ് എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് മഹാവതാർ ബാബാജി. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ലാഹിരി മഹാശയ, യുക്തേശ്വർജി, പരമഹംസ യോഗാനന്ദൻ്റെ ജീവിതത്തിൽ വായിച്ചത് ഇതെല്ലാം മനസ്സിലാക്കിയത്. പക്ഷേ എൻ്റെ മോള് കുറേ കൂടി, അവൾ വളരെ വളരെ കഴിവുള്ള കുട്ടിയാണ്. അവൾ ഇതെല്ലാം വായിച്ച് പഠിച്ചിട്ടുണ്ട്. അമ്മ ഇത് നോക്കെന്ന് പറഞ്ഞാൽ ആ കുട്ടിയാണ് ഇതെല്ലാം എന്നോട് പറഞ്ഞത്. ഇപ്പം തന്നെ ലാഹിരി മാഷിൻ്റെ ചെറുമകൻ ഷാമീന്ദു ലാഹിരി ക്രിയായോഗ എല്ലായിടത്തും പഠിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു 8-9 വർഷം മുൻപ്. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം 72 വയസ്സായി. അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ ഉജ്ജ്വലാണ് വാരണാസിയിൽ ഇപ്പോൾ എടുക്കുന്നത്. അങ്ങനെ എൻ്റെ മോൾ അവിടെയും പോയി പഠിച്ചു, ക്രിയായോഗ പഠിച്ചെടുത്തു. ഞാനിതുപോലെ ക്രിയായോഗ എങ്ങനെ വേണം, എന്ത് വേണം, ആരെടുത്ത് പോകണം, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ സിജു എന്ന് പറഞ്ഞ അങ്കമാലിയുണ്ട്, അദ്ദേഹം ഹോമിയോപ്പത്താണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സിജു സന്യ യോഗിയാണ് കേട്ടോ. അദ്ദേഹം ആ യോഗിയിലേക്ക് വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, റാഞ്ചിയിലൊക്കെ പോയി പഠിക്കണമെങ്കിൽ, വയസ്സിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ എത്ര വർഷങ്ങളെടുക്കും, ഞാനത് 2 മിനിറ്റ് റോക്കറ്റിൽ പഠിപ്പിച്ച് തരാം മാഡത്തിന് എന്ന് പറഞ്ഞ് എനിക്കൊരു 2-3 സ്റ്റെപ്പൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ പഠിച്ചു. അങ്ങനെ ഇവിടെ ബ്രഹ്മേന്ദ്ര ഗിരിസ്വാമിജി എടുത്ത്, ബോധാനന്ദ സ്വാമിജി എടുത്ത്, അതൊക്കെ ബാക്കിയൊക്കെ എനിക്കിങ്ങനെ ഓൺലൈനിലൊക്കെ ക്ലാസ് ഒന്നുമില്ലായി. പക്ഷേ ഇതൊക്കെ ആയിട്ടും ഐ ഫീൽ സംതിങ് ലാക്കിങ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നാരായണ ഭ്രാന്തൻ്റെ ആ ഒരു കഥ പറയുമല്ലോ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അഗ്നിഹോത്രി കാണാൻ വേണ്ടി അദ്ദേഹം ഇരിക്കുന്നു. അഗ്നിഹോത്രി ഓരോരോ ദൈവങ്ങളുടെ ഓരോരോ മന്ത്രം ജപിക്കുന്നു, ഇദ്ദേഹം ഓരോ കുഴിയെടുത്തു. അപ്പോൾ ഒരേ ആളെ ജപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വെള്ളം കാണാമായിരുന്നു, കുഴി കുഴിച്ചെന്ന് പറയും. പക്ഷേ ഞാൻ അതിലാണോ വിശ്വസിക്കേണ്ടത് എന്നാൽ എനിക്കിപ്പോഴും, കാരണം നമുക്കറിയില്ല ഏത് വഴി. എൻ്റെ ഗുരു ഭഗവാൻ എന്നെ തേടി എത്തിക്കും. നമ്മളെ ഗുരു തേടി എത്തുന്ന അങ്ങനെയാണ്. കാരണം ഒരു ഗുരുവും അധ്യാപകനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ഗുരു എന്ന് പറയുമ്പോൾ അദ്ദേഹം ബ്രഹ്മജ്ഞാനിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. ഒരു അധ്യാപകനാവുമ്പോൾ അത് ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷനാണ് ക്ലാസ്സിൽ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. 2ാം ലോക മഹായുദ്ധം നടന്നു, അക്ബറിൻ്റെ കാലഘട്ടവും പിന്നെ ടിപ്പു സുൽത്താൻ്റെ, ഇതൊക്കെ പറയുന്നത് എന്താ, നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസാണ്, നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഒരു ഗുരു പറഞ്ഞു തരുന്നത് അവരുടെ അനുഭവങ്ങളാണ് നമുക്ക് പകർന്നു തരുന്നത്. അതിന് ഒത്തിരി വാല്യൂവും കൂടെ ഉണ്ട്. കാരണം ഒരു മാമ്പഴം കഴിച്ചു, അതിൻ്റെ മധുരം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അനുഭവിക്കുക തന്നെ വേണം. ഞാൻ മനസ്സിലാക്കുന്നത് ധ്യാനം എന്ന് പറഞ്ഞാൽ പോലും അതുതന്നെയാണ്. ധീയുടെ അയനമാണ്, നമ്മുടെ ബുദ്ധിയുടെ യാത്രയാണത്. ഒരു ഉണർവിനും ഉറക്കത്തിനും ഇടയ്ക്കുള്ള ഒരു യാത്ര. നമ്മൾ ഉറങ്ങുമ്പോൾ വല്ലതും അറിയുന്നുണ്ടോ? നമുക്ക് ഒരു ലയബിലിറ്റി ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, വി ആർ ടോട്ടലി ഫ്രീ അല്ലേ? ഉറങ്ങുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, ഒന്നുമില്ല, നമുക്കൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ ഉണർന്നു കഴിയുമ്പോഴാണ് ഈ മാനുഷികമായ പ്രശ്നങ്ങളെല്ലാം നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ അതേപോലെ പക്ഷേ ഈ ഉണർവിനും ഉറക്കത്തിനും ഇടയ്ക്കൂടെ നമ്മൾ ഉണർന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ആണ്, ഉറങ്ങുകയാണോ എന്ന് വെച്ചാൽ അല്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ധ്യാനം അതൊരു അനുഭവമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമാണത് കിട്ടുന്നത്. ഒരാൾക്ക് വേറെ ആളോട് നീ ഇങ്ങനെ ധ്യാനിക്കുക, നീ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. പിന്നെ എന്താ, നീ ഇത് ഓർക്കരുത് കേട്ടോ, നീ ഇങ്ങനെ ചിന്തിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ആദ്യം അതേ വരുള്ളൂ. ഏത് മനുഷ്യനും നീ ഇത് ഓർക്കരുത്, നീ ഒന്നും ചിന്തിക്കാതിരിക്കുന്നു പറഞ്ഞാൽ ചിന്തകളുടെ വേലിയേറ്റമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ധ്യാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് ഇതെല്ലാം നേടാൻ പറ്റും. നമുക്ക് എന്താ, ഈ പ്രപഞ്ചനാഥൻ തന്നെയല്ലേ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. സമുദ്രത്തിലെ ജലം നമ്മൾ കോരിയെടുത്ത് 3 പേര് ഒരുമിച്ച് ഒഴിക്കുക, ഇതെൻ്റെ തുള്ളി എന്ന് 3 പേർക്ക് പറയാൻ പറ്റുമോ? ഒന്നും പറ്റില്ല, മിക്സപ്പാണ്. അതുപോലെയാണ് ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ മഹത് ശക്തി തന്നെയാണ് സകല ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും എൻ്റെ ഉള്ളിൽ ഇത് തന്നെയാണ്, ഈ പ്രപഞ്ചശക്തി തന്നെയാണ് നിറഞ്ഞേക്കുക. കാരണം ഒരു കുട്ടി, നമ്മൾ പഠിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അതിൻ്റെ കർമ്മഫലം അനുസരിച്ചിട്ട്
ഭഗവാൻ ചോദിക്കും നിനക്ക് എവിടെയാണ് പോകണ്ടേ? അവൻ തന്നെയാണ് ഈ അച്ഛൻ്റെയും ഈ അമ്മയുടെയും മകനായി അല്ല മകളായി ഞാൻ ജനിച്ചുകൊണ്ട് എൻ്റെ കർമ്മം ഞാൻ തീർത്തോളാം എന്ന് ഭഗവാനോട് ഒരു പ്രോമിസ് വെച്ചിട്ടാണ് വരുന്നത്. ആ 10 മാസം വയറ്റിൽ കിടക്കുമ്പോൾ ആ കുട്ടിക്ക് അതറിയാം. കുട്ടിയുടെ ആ സൂക്ഷ്മ ശരീരത്തിന് അത് മനസ്സിലാകുന്നുണ്ട്. കുട്ടി ചവിട്ടി കുത്തി വയറ്റിൽ കിടന്ന് അമ്മയെ ചവിട്ടുന്നുണ്ട്. എല്ലാം അത് എങ്ങനെയും ഒന്ന് വെളി വന്നാൽ മതി, എനിക്കിതൊന്ന് തീർക്കണം, എനിക്ക് കടങ്ങളെല്ലാം തീരണം, എൻ്റെ പ്രശ്നങ്ങൾ തീരണം, എൻ്റെ കർമ്മഫലം തീർക്കണം എന്ന് വിചാരിച്ച. പക്ഷേ പുറത്ത് വന്ന് കഴിയുമ്പോൾ മായ കൊണ്ട് ഇതെല്ലാം മറിയാം. നമുക്കൊന്നും പിന്നെ നമ്മുടെ കർമ്മഫലം അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചിട്ടേ പിന്നെ പോകാൻ പറ്റുന്നുള്ളതാണ്. നമ്മുടെ കർമ്മഫലമാണ്. അതിൻ്റെ കൂടെ പൂർവ്വജന്മാർജിത കർമ്മ ശാപപാപ ദോഷങ്ങൾ ഇതെല്ലാം കിടക്കും. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ഈ ഓരോ ജീവികളും ഇവിടെ ജനിക്കുന്നത് അവരുടെ കർമ്മഫലം തീർക്കാനാണ്, അവരുടെ കർമ്മഫലം തീരാനാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ഒരു ഉറുമ്പ്, ഒരു ഉറുമ്പല്ലേ, കുറച്ച് ഉറുമ്പ് പൊടിയിട്ടു, എന്നെ ശല്യം ചെയ്യുന്നു. നമ്മൾ അവരെ കൂടെ പറയാം. ഈ സത്യത്തിൽ പറഞ്ഞാൽ അവരുടെ കൂടിയിരിക്കുന്ന വലിയ ഈശ്വരനല്ലേ, നമ്മൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേകത കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ ബാക്കി പലയിടത്തും ഞാൻ കാണുന്നുണ്ട്, എല്ലാവരും സാധനങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ അവർ നോൺ വെജ്, അത് ശവക്കറി എന്നാണ് സത്യം പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുസ്വാമി പേരിട്ടിരിക്കുന്നത്. ശവക്കറി എന്നാണ്. ആ നോൺ വെജാണ് അവർ ഭക്ഷിക്കുന്നത്. അതൊരു ശവമല്ലേ സത്യം പറഞ്ഞാൽ? അതിൻ്റെ ജീവൻ കളഞ്ഞ് അതിൻ്റെ ആ പാർട്ടുകൾ. കാരണം നമ്മുടെ മനുഷ്യ ശരീരത്തിന് പോലും നമ്മൾ മരണം കഴിഞ്ഞാലും നമ്മൾക്ക് കുറേ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടേ ഈ ആത്മാവിനെ വിട്ട് പോകുന്നുള്ളൂ. അതുവരെയും നമ്മളിത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പഴമക്കാർ അപ്പോഴപ്പം സംസ്കരിക്കുന്നത്. അങ്ങനെ കത്തിച്ച് ഇതാക്കുമെന്ന്, തീയിലിട്ട് കത്തിക്കുകയാണ് മരണപ്പെട്ടവരെ. പക്ഷേ ഇപ്പോൾ പലതും അത് കാണുന്നില്ല. കാരണം പ്രായമായൊരു ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നില്ല. കുട്ടിയെ അങ്ങനെ ചെയ്യരുത്, അല്ല പ്രായം കുറഞ്ഞവരെ ചെയ്യരുതെന്ന് പറയും. പക്ഷേ ഇപ്പോൾ എല്ലാം ഇലക്ട്രിക് ക്രിമേഷനാണ്. ഇറ്റ് ഈസ് ഓക്കെ. അത് പക്ഷേ അത് ആ പഞ്ചഭൂതങ്ങളായിട്ട് പഞ്ചഭൂതാത്മകം ഇത് ശരീരം, പഞ്ചഭൂതാത്മകം പ്രപഞ്ചം, നമ്മളെല്ലാം ഒന്നു തന്നെയാണ്, ഇതെല്ലാം ഒന്നിൽ തന്നെ. പക്ഷേ എന്നാലും നമ്മളത് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. നമ്മളെന്താ ഈ ഓരോ വിരലും എടുത്താൽ നമ്മൾ ഓരോന്നിനും പ്രതിനിധാനം ചെയ്യുന്ന പറയും. ഇതിപ്പം ജലമാണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ്, ഇതെന്ന് പറഞ്ഞാൽ ആകാശമാണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവാണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിയാണ്. അപ്പോൾ ഈ പഞ്ചഭൂതാത്മകം ശരീരം എന്നും രാവിലെ അങ്ങനെ ചൊല്ലിയിട്ട് തന്നെയാണ് ഞാൻ എഴുന്നേൽക്കുന്നത്, ആ പഞ്ചഭൂതങ്ങളെ നമസ്കരിച്ചുകൊണ്ട്. കാരണം ഈ ഭൂമിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ പോലും സമുദ്രവസനി ദേവി എന്ന് പറഞ്ഞ ആ പാദത്തൊട്ട് സംസ്ഥാപരാതെന്ന് പറഞ്ഞു. കാരണം ഈ ഭൂമിദേവി പ്രപഞ്ചം നമുക്ക് എന്താ തരാത്ത? വായു വളരെ ഫ്രീ ആയിട്ട് തരികയാണ്. പക്ഷേ കോവിഡ് കാലഘട്ടം വന്നു നമുക്കിതിൻ്റെ വില അറിയാൻ. ഓരോരുത്തർക്ക് ഓക്സിജൻ സിലിണ്ടറിന് എത്ര രൂപയാണ് ഓരോരുത്തർ വന്നത്. അപ്പോഴാണ് നമ്മളിതിൻ്റെ എത്ര കാലം ഈ പ്രപഞ്ചം നമുക്കിത് ഫ്രീ ആയിട്ട് തന്നിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെയാണ് വെള്ളം. ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൽ വെള്ളം കണക്കുണ്ട്. എല്ലാ അരുവിയും പുഴയും എല്ലാം, ഈ അരുവികളൊക്കെ ഒഴുകി ചേരേണ്ടത് എവിടെയാണ്? കടലിൽ തന്നെയാണ്. ഏത് നദിയും ഒഴുകേണ്ടത്. അതേപോലെ നമ്മൾ പിന്നെ ഭക്ഷണം, വെജിറ്റബിളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. മാങ്ങ വളരെ നല്ല മാമ്പഴമായിട്ട് നിൽക്കുന്ന 2 കല്ലെറിഞ്ഞാൽ അത് പറയും, എടാ നീ കല്ലെറിഞ്ഞ് നിനക്ക് ഞാൻ മാങ്ങ തരത്തില്ല എന്ന് പറയുമോ? ഒരിക്കലും ഇല്ല. നീ എത്ര വേണം എടുത്തുകൊണ്ട് പോ എന്നും പറഞ്ഞ് സർവം സഹയായിട്ടാണ് ഈ ഭൂമിദേവിയും വൃക്ഷങ്ങളും നിൽക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു വാല്യൂ കൊടുക്കുക തന്നെ വേണം. അതുപോലെ നമ്മൾക്ക് തരുന്ന എന്തും എല്ലാം പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ എന്തിനും മറ്റൊന്നിനെ ഉപദ്രവിക്കുന്നു? ശ്രീനാരായണ ഗുരുസ്വാമി പറയുന്നുണ്ട്, പഞ്ചശീലം പഠിപ്പിക്കണം, അല്ലെങ്കിൽ പഞ്ചശുദ്ധി വേണം, പഞ്ചകർമ്മം, ഇതൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. കാരണം അത് അഹിംസ വേണം, മറ്റേ നമ്മൾ ഉപദ്രവിക്കരുത്, സത്യം പറയണം, ആ പരിഗ്രഹം വേണം, ആസ്തേയം വേണം, മദ്യവർജനം വേണം, ആ വ്യഭിചാരം വേണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹം ഒരു ബ്രഹ്മജ്ഞാനിയായിരുന്നു. ഈ വിശ്വമാനവികതയുടെ ഒരു വക്താവ് തന്നെ ആയിരുന്നു ശ്രീനാരായണ ഗുരുസ്വാമി. അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അതാ പഞ്ചശുദ്ധി പറയുന്നു. പഞ്ചശുദ്ധി എന്താണ്? ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗ്രഹശുദ്ധി. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ ഒരു മനുഷ്യന് ജീവിക്കാൻ വേറൊന്നും വേണ്ട. ശരീരം ശുദ്ധമായി എന്നും കുളിച്ച് വൃത്തിയായി നമ്മൾ നടക്കുന്നു. എല്ലാം കുളിച്ച് നടക്കുന്നതിനും പക്ഷേ മനസ്സിന് ദൂഷിപ്പും കൊണ്ടാണെങ്കിൽ വല്ല കാര്യമുണ്ടോ? അവൻ മറ്റൊരാളെ എങ്ങനെ ഉപദ്രവിക്കണം, അവൻ്റെ നിന്ന് എങ്ങനെ പിടിച്ചു പറിക്കണം, ഇതൊക്കെയാണെങ്കിൽ ഒരു കാര്യം. അതുകൊണ്ട് മനഃശുദ്ധി വേണം. മനസ്സിലെപ്പോഴും എങ്ങനെ നമ്മൾ പറയുക, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, അതാണ് നല്ല സ്വഭാവമാകുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ചിന്തകളായിരിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. സമസ്ത ലോക സുഖനോ ഭവന്തു. ആ ഒരു മനസ്സിൽ നമുക്ക് വന്നാൽ മാത്രമേ നമുക്ക് എല്ലാവരും നന്നാക്കാൻ പറ്റുള്ളൂ, എല്ലാവരോടും സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഇന്ദ്രിയശുദ്ധി.
ഓരോ ഇന്ദ്രിയങ്ങളും നമുക്ക് ശുദ്ധമാക്കി വെക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നാവിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഈ നാവെന്ന് പറയുന്ന ഇന്ദ്രിയം തന്നെയാണ് നമുക്ക് അടി വാങ്ങിച്ചു തരുന്നതും പ്രശംസ വാങ്ങിച്ചു തരുന്നതും. നാവ് നല്ലല്ലെങ്കിൽ നല്ല അടി കിട്ടും, നാവ് നല്ലതാണെങ്കിൽ നമുക്ക് നല്ല പ്രശംസയും കിട്ടും. പക്ഷേ ഈ നാവ്, ഈ ശവക്കറികളുടെ പുറകെ പോകുന്നത് ഈ നാവ് തന്നെയാണ്. കാരണം നാവിനെ സന്തോഷിപ്പിക്കാനാണ് ഈ സാധനം എല്ലാം കൂടെ കഴിക്കുന്നത്. അതും കൂടെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയാൽ എന്ത് ടേസ്റ്റ്, എന്ത് മണം, വല്ല വ്യത്യാസമുണ്ടോ? ഈ നാവിൽ മാത്രം, അതിനുവേണ്ടി മാത്രമാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. മറ്റൊരാളെ ഉപദ്രവിച്ച്, മറ്റതിനെ ഉപദ്രവിച്ച് എത്ര 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 ജീവജാലങ്ങളെ കൊന്നൊടുക്കുന്നത്. അതൊരു ഹിംസയാണ്. ഇപ്പം ഗുരുദേവൻ പറഞ്ഞ അഹിംസ, നിങ്ങൾ ഒന്നിനെ ഹിംസിക്കരുത്. നമ്മളിപ്പോൾ എന്ത് കണ്ടാലും ഒരു ഉറുമ്പിനൊക്കെ അതിന് കുടുംബജീവിതം ഇല്ലേ? അത് നാളത്തേക്ക് കരുതി വെക്കുന്നില്ല ഫുഡ്. അത് ഒരു കുടുംബമായിട്ടല്ലേ ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു ഉറുമ്പ് വയ്യാതെ വന്നാൽ അത് കൂട്ടത്തിൽ എടുത്തുകൊണ്ട് പോകും, നമ്മൾ കാണുന്നില്ലേ? അതിൻ്റെ കൂടാരത്തിലേക്ക് എടുത്തുകൊണ്ട് പോകും. എല്ലാവരെയും സഹായിക്കാനും സന്തോഷിക്കാനും ഒക്കെയാണ് അതിൻ്റെ ജീവിതം. അതിനൊരു കുടുംബജീവിതമുണ്ട്. പക്ഷെ നമ്മുടെ ഡയമെൻഷൻ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിനെ ചവിട്ടി അരയ്ക്കുക, അല്ല ഉറുമ്പൂടി ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ നമ്മുടെയും കൂടുതൽ ഡയമെൻഷൻ ഉള്ളവരുണ്ട് കേട്ടോ. ഏലിയൻസൊക്കെ പറയും. ഏലിയൻസൊക്കെ ഏതൊക്കെയോ ഹൈ 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 ഡയമെൻഷൻ. അവർ നമ്മളെ കാണുന്നത് ഈ ഉറുമ്പിനേക്കാൾ പോലെ ആയിരിക്കും. അതിനകത്ത് നമുക്കൊന്നും ഒരു വിലയില്ല. പക്ഷേ ഈ മനുഷ്യൻ്റെ വിചാരം എന്താ? അയ്യോ, എൻ്റെ കഴിവ് കൊണ്ട് ഞാനിതെല്ലാം ചെയ്യുന്നത്, എൻ്റെ മിടുക്ക് കൊണ്ട് ഞാനിതെല്ലാം ചെയ്യുന്നു എന്താണ് വിചാരിക്കുന്നത്? ഒന്ന് മനസ്സിലാക്കാൻ, നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ് എവറി മിനിറ്റ് വി ആർ ലിവിങ്. അത് മനസ്സിലാക്കണം. കാരണം ഓരോ ജീവിതവും അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത് തന്നെ വേണം. നമ്മളിപ്പം പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഹോമിയോപ്പതിക് മെഡിസിനിൽ മനസ്സിന് പ്രാധാന്യം കൊടുത്താണ് ചികിത്സ നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞു. സ്പിരിച്വാലിറ്റിയിലായിരുന്നാലും മനസ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? എന്താണ് മനസ്സ്? WHO പ്രകാരം ആരാണ് ആരോഗ്യവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻ്റലി, ഫിസിക്കലി, സോഷ്യലി, എക്കണോമിക്കലി, സ്പിരിച്വലി വെൽബീയിങ് ആർക്കാണോ അവരാണ് പരിപൂർണ്ണ ആരോഗ്യമുള്ളവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നതും മെൻ്റലി തന്നെയാണ്, മനസ്സിന് തന്നെയാണ്. മനസ്സെന്ന് പറയുന്ന ഒരു അത്ഭുത വിളക്കാണ്. നമുക്ക് എന്ത് ആഗ്രഹിച്ചാലും നമുക്ക് നേടാൻ പറ്റും മനസ്സെന്ന് പറയുന്നത്. പക്ഷേ അതൊരു സങ്കീർണമാണ്, അതൊരു മെറ്റാഫിസിക്കൽ എനർജിയാണ്. നമ്മളെല്ലാം അങ്ങ് നിറഞ്ഞിരിക്കുക. പക്ഷേ എന്താ, എനിക്കിപ്പോൾ മനസ്സില്ല, അല്ല ഞാൻ മനസ്സോടെയാണ് ഞാൻ ചെയ്തത്, ഓ എൻ്റെ മനസ്സങ്ങ് മടുത്തു, ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് മനസ്സിനെ പറ്റി. ബട്ട് എന്താണ് മനസ്സ്? അതിനെപ്പറ്റി ആരും ഒന്നും ചിന്തിക്കുന്ന പോലുമില്ല. നമുക്ക് എന്തോ ആണ്, പക്ഷെ കാണാൻ പറ്റുമോ? നമ്മുടെ ഇലക്ട്രിസിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഫാന് കറങ്ങുന്നുണ്ട്, ലൈറ്റ് കത്തുന്നുണ്ടൊക്കെയാണ്. പക്ഷേ എന്താണ് ഇതിന് കാരണം? വാട്ട്സ് ബിഹൈൻഡ് ദാറ്റ്? അത് നമ്മൾ കാണുന്നില്ല. ഈശ്വരൻ്റെ കാര്യം പറയും പോലെ, ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവിക്കുന്നവർക്കറിയാം, പക്ഷെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ചില അനുഭവങ്ങളിൽ കൂടെ നമുക്ക് പറ്റുന്നുണ്ട്, ഈശ്വരൻ്റെ അനുഗ്രഹം എന്താ നമ്മൾ കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അതേപോലെ ഈ സൂക്ഷ്മമായിട്ടാണ് ഈ ഇത് നിൽക്കുന്നത്, മനസ്സ് നിൽക്കുന്നത്. മനസ്സ് സൂക്ഷ്മം, ഈ ശരീരം സ്ഥൂലമാണ്, മനസ്സ് സൂക്ഷ്മമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൈൻഡിൻ്റെ ഒരു ഫുൾ ഫോം MIND, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഇൻ നോർമൽ ഡയറക്ഷൻ. അതാണ് മൈൻഡിൻ്റെ ഫുൾ ഫോം. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഇൻ നോർമൽ ഡയറക്ഷൻ, അതാണ് മൈൻഡിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഈ ശരീരത്തിന് നമ്മൾ ഫുഡ് വേണം, എക്സർസൈസ് വേണം, അതേപോലെ മനസ്സിനും വേണം. മനസ്സിന് വേണ്ട ഫുഡാണ് അറിവുകളും ആശയങ്ങളും, ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു, അതാണ് മനസ്സിന് വേണ്ട ഫുഡ്. മനസ്സിന് വേണ്ട എക്സർസൈസ് ഉണ്ട്, അതാണ് മെഡിറ്റേഷൻ, പ്രാണായാമ, യോഗ, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം മനസ്സ് ശാന്തമായാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം കാണുന്ന 99% അസുഖങ്ങളും മനസ്സിലടക്കുന്ന കുറേ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. അതിന് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയും ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അവരോട് പ്രതികരിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന പോട്ടെ എന്ന് വിചാരിക്കും. കാരണം കുട്ടികൾക്കുണ്ടാകുന്ന ഒരുപാട് ചെറുപ്പകാലത്ത് വരുന്ന ഹറാസ്മെൻറ്റ്, അവർക്ക് വരുന്ന ഒരു വളരെ ബാഡ് എക്സ്പീരിയൻസ്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇമോഷണൽ ട്രോമയായിട്ട് ഉള്ളിൽ അങ്ങ് വെച്ചിരിക്കുകയാണ്. ഞാൻ കൗൺസിലർ ആയതുകൊണ്ട് ഒരുപാട് കേസ് ഇതുപോലെ കാണുന്നുണ്ട് അവരുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ച് വരുമ്പോഴേക്കായിരിക്കും, ഇപ്പോൾ വരുന്നത് രോഗത്തിനായിരിക്കും, പക്ഷെ ചോദിച്ച് വരുമ്പോൾ ദ റൂട്ട് കോസ് ഈസ് ദ ഇമോഷണൽ ട്രോമ. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു വേസ്റ്റ്. നമ്മുടെ ചിന്തകൾ തന്നെ പലതരത്തിലുണ്ട്. ഗുഡ് തോട്ടുണ്ട് അല്ലേ, റിച്ച് തോട്ടുണ്ട്,
വേസ്റ്റ് തോട്ടുണ്ട്. ഇപ്പോൾ ഈ വേസ്റ്റ് എന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മളെല്ലാം കൂടെ ഒന്ന് കെട്ടിപ്പോയി നല്ല വർണ്ണക്കള്ളാസി പൊതിഞ്ഞ് ഒരു മേശപ്പുറത്തൊക്കെ വെച്ചു ഒരു 4 ദിവസം കഴിയുമ്പോൾ നാറ്റം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. അതേപോലെയാണ് ശരീരത്തിനകത്ത് നമ്മുടെ ഈ മനസ്സ് നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരുപാട് ബാഡ് ട്രോമാസ്. ഇത് കുറേ കഴിയുമ്പോൾ സൈക്കോസൊമാറ്റിക് ഡിസോർഡറായിട്ട് പുറത്തേക്ക് വരുന്നു. ഞങ്ങളും പഠിക്കുന്നത് തന്നെ സോറ എന്ന് പറയുന്നത് ഇവിൽ തിങ്കിങ് ഓഫ് മൈൻഡ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ദ ഡിസീസ്. ഇച്ചിങ് ചൊറി ചരങ്ങ് ഒക്കെ വരുന്നതിൻ്റെ റൂട്ട് കോസ് അതാണെന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ ഹോമിയോപ്പതി ബേസും അത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്നത് ഇപ്പോൾ തന്നെ PV ഗംഗാധരൻ സർ ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് എല്ലാ ക്യാൻസർ കണ്ടീഷൻ പോലും ഉണ്ടാകുന്നത് മനസ്സിലടക്കി വെച്ച് വെറുപ്പ്, വിദ്വേഷം, വാശി, ഒരാളോട് പ്രകടിപ്പിക്കാൻ വയ്യാത്തത് അതെല്ലാം ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ക്യാൻസർ പോലും ഉണ്ടാകുന്നത്. കാരണം അതാണ് ഇതിൻ്റെ റീസൺ. കാരണം മനസ്സാണൊരു ഭയങ്കര സംഭവം. ഈ മനസ്സെന്ന് പറയുന്നത് നമ്മളിപ്പം കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. കുറേ കൂടെ ഒരുപാട് സംഭവം പറയണം കേട്ടോ. മൈൻഡ് പറയുകയാണെങ്കിൽ അതിന് സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡ്, ഇങ്ങനെ പലതും ഉണ്ട്. പക്ഷേ കോമൺലി കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡുമാണ്. ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് 10%. ബാക്കി 90% സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡാണ് ലോജിക് തിങ്കിങ് നടത്തുന്നത്. ഇതാണ് ശരി, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അതുവഴി പോകാൻ പാടില്ല, അങ്ങനെ ഇതൊക്കെ ലോജിക്കൽ തിങ്കിങ് നടക്കുന്നത് കോൺഷ്യസ് മൈൻഡിലാണ്. പക്ഷേ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്നാൽ അതിന് ശരിയും തെറ്റും ഒന്നും അറിയത്തില്ല. ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെ വാട്ട് ഹീ ഡിസൈഡ്സ്, വാട്ട് ഹീ കമാൻഡ്സ്, അതങ്ങനെ തന്നെ അബ്സോർബ് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ വെച്ച് ഇതാണ് ശരി എന്നാവും വിചാരിക്കും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ പവർ. ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിപ്പോൾ കാണുന്നുണ്ട് പ്രോസസ്സ് ഒരുപാട് സ്ഥലത്ത് വിജയിക്കുന്നുമുണ്ട്. കാരണം ആ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. കാരണം കോൺഷ്യസ് മൈൻഡ് പറയുന്നത് ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി, ഐ ആം ഹാപ്പി. നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ തന്നെ അതിൻ്റെ വാട്ടർ മോളിക്യൂൾ തന്നെ മാറുകയാണ്. ആ വാട്ടർ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ അത് കണ്ടുപിടിച്ചു, പുതുതായിട്ട് സയൻസ് കണ്ടുപിടിച്ചതാണ്. അത് നമ്മളൊരു അമ്പലത്തിൽ പോയി ആ തീർത്ഥം നമ്മൾ കഴിക്കുന്നു. കാരണം അതിനകത്തിരിക്കുന്ന ആ നാലമ്പലത്തിലിരിക്കുന്ന ആ മന്ത്രജപത്തിൽ മുഖരിതമാണ് ആ ജലം പോലും. അതിൻ്റെ ആ വാട്ടർ മോളിക്യൂൾസ് പോലും ആ ലെവലിലാണ് ഇരിക്കുന്നത്. നമുക്കത് കുടിക്കുമ്പോൾ നമുക്ക് പോസിറ്റിവിറ്റിയാണ്. അതേപോലെ ഐ ആം ഹെൽത്തി, ഐ എം വെൽത്തി, ഐ എം ഹാപ്പി എന്ന് പറഞ്ഞ് ആ വെള്ളത്തിൻ്റെ ഗ്ലാസ് പിടിച്ച് നമ്മൾ കുടിച്ചാൽ നമുക്ക് ആ പോസിറ്റിവിറ്റിയാണ്. അതാണ് പവർ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു 5 വയസ്സ് വരെ ഒരാൾക്കും ഇല്ല, ഒരു കുഞ്ഞിനും ഇല്ല, ഒരു 4-5 വയസ്സ് വരെ. അപ്പോൾ എന്താ ചെയ്യാൻ സംഭവിക്കുക? ഈ കാണുന്നതും കേൾക്കുന്നതെല്ലാം അങ്ങനെ തന്നെ അങ്ങ് അബ്സോർബ് ചെയ്യുകയാണ് ഈ കുഞ്ഞിൻ്റെ മനസ്സിലോട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്. അവർക്ക് ഇന്നത്തെ കാലത്ത് സാമ്പത്തികം അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, ഇത് കലികാലമാണ്, വേറെ മാർഗ്ഗമൊന്നുമില്ല. അങ്ങനെ പോകുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു ജോലിക്ക് ഒരു സ്ത്രീയെ നിർത്തും. അപ്പോൾ ജോലിക്ക് സ്ത്രീയെ നിർത്തിയിട്ട് ഈ കുഞ്ഞിന് വേണ്ട പാലും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് പറയും ഇത് കുഞ്ഞിന് കൊടുക്കണേ, സമയത്ത് കൊടുക്കണേ. അപ്പോൾ ആ ശരി ശരി മാഡം കൊടുത്തോളാം അങ്ങനെ പറയും. ഇവർ രണ്ടുപേരും പോയി കഴിയുമ്പോൾ ഈ ജോലിക്കാരി എന്താ വിചാരിക്കുന്നത്? ഈ കുഞ്ഞിന് ഇത്ര ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞിന് എന്തോന്ന് മനസ്സിലാവാൻ. അതുകൊണ്ട് എന്ത് ചെയ്യും? കുറച്ച് പാലെടുത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് കുഞ്ഞിൻ്റെ വയറ് നിറയുന്നവർ ഈ വെള്ളവും കുടിപ്പിക്കും, പാൽ വേണം. ഈ പാലെടുത്ത് ഈ സ്ത്രീയെ കുടിക്കും. പക്ഷെ കുഞ്ഞിൻ്റെ സൂക്ഷ്മ ശരീരം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ കോൺഷ്യസ് മൈൻഡ് ഇല്ല, അതിന് സബ് കോൺഷ്യസ് മൈൻഡേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഫീലിംഗാണ് മറ്റുള്ളവൻ്റെ മുതൽ കട്ട് തിന്നുന്നതാണ് ശരി. അത് പഠിക്കുന്നത് അങ്ങനെയാണ്. ആ സബ് കോൺഷ്യസ് മൈൻഡ് അതിന് പതിയാണ്. പക്ഷേ ഇത് അമ്മ അറിയുന്നില്ല, അച്ഛൻ അറിയുന്നില്ല. വൈകുന്നേരം അവർ വന്നു, കുഞ്ഞിനെ എടുത്തു, ലാളിച്ചു. പക്ഷെ കുഞ്ഞിന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷെ 1 മാസം പ്രായമുള്ള കുഞ്ഞിന് എന്തോ മനസ്സിലാവാനാ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ജനിച്ച അന്ന് മുതൽ തന്നെ ആ കുഞ്ഞിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പണാണ്. നമ്മൾ വീട്ടിൽ നടക്കുന്നത് അതുകൊണ്ടാണ് നല്ലത് മാത്രമേ വീട്ടിൽ സംസാരിക്കൂ. കുഞ്ഞ് വയറ്റിൽ ഉള്ളപ്പോൾ തന്നെ ഒരമ്മ നല്ല ചിന്തകൾ, നല്ല വാക്കുകൾ, നല്ല മന്ത്രങ്ങൾ ഇതെല്ലാം ജപിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പണ്ടുള്ള കാലത്ത് നമ്മൾ സുഭദ്ര ശ്രീകൃഷ്ണൻ പറഞ്ഞ കഥ ഓർമ്മയുണ്ടല്ലോ. അർജുനോടാണ് പറയുന്നത്, പക്ഷെ കേട്ടത് മുഴുവനും മകനാണ്. പക്ഷെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞപ്പം അഭിമന്യുവാണ് ഇത് സംസാരിക്കുന്നത് മുഴുവനെന്ന് മനസ്സിലായി. ഭഗവാൻ അവിടെ നിർത്തി. കാരണം അത്ര അദ്ദേഹത്തിന് യോഗമുള്ളൂ. അത് ഭേദിച്ച് കയറി തിരിച്ചിറങ്ങാനുള്ള പത്മവ്യൂഹം ഭേദിച്ച് തിരിച്ചിറങ്ങാനുള്ള യോഗം അദ്ദേഹത്തിന് ഇല്ലയെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ അവിടെ നിർത്തി. അതുകൊണ്ട് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഇതേപോലെ പ്രതികരിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പറയുന്നത്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. 3 പെമ്പിളരെ പ്രസവിച്ച ഒരു അമ്മ 4ാമതൊരു പെണ്ണെ കൂടെ പ്രസവിച്ചു.
ആ വീട്ടിൽ പിന്നെ അച്ഛൻ്റെ ബഹളമായിരിക്കും. ഈ പെണ്ണിനൊക്കെ ഞാൻ എങ്ങനെ വളർത്താനാണ്, ഇതിനൊക്കെ ഞാൻ എങ്ങനെ കല്യാണം കഴിച്ചയക്കും, ഇതിൻ്റെയൊക്കെ കാര്യം ഞാൻ എങ്ങനെ നോക്കും, നീ എന്തെങ്കിലും പെണ്ണിനെ തന്നെ പെറ്റു കൂട്ടുന്നു എന്നും പറഞ്ഞ് ഇത് വഴക്കായിരിക്കും. ഇതിനെ കൊണ്ട് ദൂരെ എങ്ങനെ കൊണ്ട് കളാ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഫീലിങ്, ഞാനൊരു അൺവാണ്ടഡാണ്, എനിക്ക് എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും സ്നേഹമില്ല, ഈ ഫീലിംഗാണ്. ആ കുട്ടി എന്ത് കഴിവുള്ളതായാലും വളർന്നു വന്നാൽ അവൾ ഒരു സമൂഹത്തിന് ഫേസ് ചെയ്യാൻ അവൾക്ക് ഭയമായിരിക്കും, ഒരു സ്റ്റേജിൽ കയറി പ്രസൻറ്റ് ചെയ്യാൻ അവൾക്ക് ഭയമായിരിക്കും, എല്ലാത്തിനോടും ഭയമുള്ള കുട്ടിയായിരിക്കും. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത് പറയുന്നത്. വരുന്ന കൗൺസിലിങ്ങിന് വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ പ്രശ്നമുണ്ട്. പക്ഷേ എത്രയോ പേർക്ക് കൗൺസിലിംഗ് കൂടെ മാറ്റാൻ സാധിച്ചു ദൈവത്തിൻ്റെ കാര്യം കൊണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഇതിനായിട്ട് വരുന്നത്. എൻ്റെ അടുത്ത് വന്ന ഒരു അമ്മായിയമ്മയും മരുമോളും കൂടെ എൻ്റെ അടുത്ത് വന്നു. ആ അമ്മായിയമ്മ പറയുന്നത്, എനിക്ക് ഈ സ്ത്രീയെ വേണ്ട, ഇവളെ കളയണം, എൻ്റെ മോൻ ഇവള് ഭാര്യയായിട്ട് വേണ്ട. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പെണ്ണിനെ പ്രസവിച്ചു, ഇനിയിപ്പം വയറ്റിലായിരിക്കുക, ചിലപ്പോൾ ഇതും കൂടെ പെണ്ണായിരിക്കും, എൻ്റെ മാഡം ഇതിനെ വേണ്ട, ഇവളങ്ങ് എനിക്ക് ഡൈവോഴ്സ് വേണം. ഇവിടെ വന്ന 2 പേരായി പറയുന്നു. അപ്പം ഞാനങ്ങ് ചിരിച്ചു. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ആരുടെ കുറ്റമാണ് പെൺകുട്ടിയാവുന്നത്? ഒരു പുരുഷൻ്റെ XY ക്രോമസോമിൽ അവൻ്റെ എക്സ് വന്നാലേ ഇവന് പെണ്ണ് എക്സ് ആവുള്ളൂ. അവൻ്റെ വൈ ആവുന്നെങ്കിൽ പുരുഷനാവുമായിരുന്നു. നിങ്ങളുടെ മകൻ്റെ കുറ്റമല്ലേ? നിങ്ങൾ എന്തിനാണ് ഈ മരുമകളെ കുറ്റം പറയുന്നത്? നിങ്ങളുടെ മകനോട് തന്നെ അത് ചോദിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ഒരു 3-4 സിറ്റിംഗ് കൗൺസിലിംഗ് കഴിഞ്ഞപ്പോഴാണ് ആ കുടുംബം ഇപ്പോൾ സമാധാനമായിട്ട് ജീവിക്കുന്നത്. കാരണം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അത് ഉൾക്കൊള്ളാനും കൂടി അത്രയത്ര സമയം വേണ്ടി വന്നു. കാരണം ഇതാണ് ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഇതിങ്ങനെ തന്നെ അബ്സോർബ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ നല്ലതാക്കി പറയണമെങ്കിൽ നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി, നല്ല സ്വഭാവമായിട്ട് മാറണമെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ്. പിന്നെ 3 സ്വഭാവമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ കണ്ണാടിയൊക്കെ നോക്കി നമ്മളെ തന്നെ കൊള്ളാം, എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കുറച്ച് ടിപ്പായി, ഞാൻ കുറച്ച് കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾക്ക് നമ്മളെ പറ്റിയുള്ളൊരു അഭിപ്രായം. പുറത്ത് നടക്കുമ്പോൾ പലരും നമ്മളെ കാണുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ എന്തെങ്കിലും നടക്കേണ്ട കാര്യം? ഒരാൾ ചോദിക്കും, മറ്റുള്ള പറയും, കൊള്ളാം കേട്ടോ, മോശമില്ല. ഇപ്പോൾ നമ്മുടെ നടൻ മമ്മൂട്ടിയെ തന്നെ എടുക്കാം. അയാൾക്ക് 74 വയസ്സായി, എന്തൊരു കഴിവാണ്, ഈ പ്രായത്തിൽ എന്ത് രസമായിട്ട് അയാൾ അഭിനയിക്കുന്നു. വേറെ അവൻ്റെ കണേ എന്നുള്ള കൈ നോക്കിയുള്ള നടപ്പ് കണ്ടേച്ചാൽ മതി. ഈ പറയുന്നത് വാട്ട് ഈസ് ഓഫ് വാല്യൂ ആൻഡ് വിസ്ഡം ടു വൺ മാൻ സീംസ് നോൺ സെൻസ് ടു അനദർ. അതാണ് ലോക നിയമം. സൗന്ദര്യം എവിടെയാണ് ഇരിക്കുന്നത്? മറ്റൊരാളുടെ കണ്ണിലാണ്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾക്ക് ഇതാണ് നല്ലത്, പക്ഷെ വേറൊരാളുടെ കണ്ണിലാണ് ശരിയായ സൗന്ദര്യം ഇരിക്കുന്നത്. അതേപോലെ പക്ഷെ ഇതിപ്പോൾ 2 ഒന്ന് നമ്മളെപ്പറ്റി നമ്മുടെ ധാരണ, ഒന്ന് നാട്ടുകാർ വിചാരിക്കും. പിന്നെ റിയൽ യു എന്താണ്, നിങ്ങൾ എന്താണ്? ഈ 3ഉം നമ്മൾ ഒന്നായിട്ട് വരികയാണെങ്കിൽ നല്ല പേഴ്സണാലിറ്റിയായി. പക്ഷെ 3 തരത്തിലാണെങ്കിൽ പേഴ്സണാലിറ്റി വികലമാവും. നമ്മൾക്ക് അവരുടെ മുമ്പിൽ ഒന്ന് വേഷം കെട്ടണം, ഇവിടെ വന്നിങ്ങനെയാണ് ഓരോരോ വേഷമായിപ്പോവും. പക്ഷെ 3ഉം ഒന്നാണെങ്കിൽ ഇല്ല. പിന്നെ ബൈബിളിൽ ഇപ്പോൾ പറയുന്നു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. യേശുനാഥൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നീ നിന്നെ സ്നേഹിക്കണം. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഞാൻ ചോദിക്കാറുണ്ട് ഇവിടെ വരുന്ന പല പേഷ്യൻസിനോടും. അവർ പറയും കുഞ്ഞുമോളാണ്, അല്ലെങ്കിൽ ഷേർലിയാണ്, ഓരോരുത്തരുടെ പേര് പറയും. അപ്പോൾ ഞാൻ ചോദിക്കാം, അങ്ങനല്ല. യുവർ ബെസ്റ്റ് ഫ്രണ്ട് യുവർ സെൽഫ്. നിൻ്റെ നല്ല ഫ്രണ്ട് നീ തന്നെയാണ്. ആദ്യം നീ അത് തിരിച്ചറിയൂ. ആൻഡ് യു ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. നിന്നെ സ്നേഹിക്കണം. നീ കണ്ണാടി നോക്കുമ്പോൾ എനിക്കിങ്ങനെ കുറച്ച് കോങ്കണ്ണുണ്ട്, ബട്ട് ഐ ലവ് മീ. ഞാൻ എപ്പോൾ എല്ലാവരും പറയും, നീ കണ്ണാടി നോക്കി ഒരു 10 പ്രാവശ്യം പറയൂ ഐ ലവ് യു എന്നാൽ ആ ഇമേജിനോട് പറയണം. അല്ലെങ്കിൽ ഐ ലവ് മീ ആ പേരും കൂടെ പറഞ്ഞ് നിങ്ങൾ സ്വയം പറയുക. അതൊരു ഭയങ്കര അഫർമേഷനാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ഇറങ്ങും. അപ്പോൾ ആ പറയുന്ന സമയം നമ്മൾക്ക് നമ്മളെ സ്നേഹിച്ചാലേ നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ ഉൾക്കൊണ്ട് നമ്മളവരെ സ്നേഹിക്കുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ സ്നേഹിക്കും പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുന്നത്. കാരണം നമ്മളുടെ ആ ഒരു കുറവുകളും കുറ്റങ്ങളും കണ്ടിട്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്. അതേപോലെ മറ്റൊരാളുടെ. പിന്നെ ഇവിടെ അമ്മ മരുമോള് തർക്കങ്ങൾ, അച്ഛനും അമ്മയും വഴക്ക്, സഹോദരങ്ങൾ തമ്മിൽ വഴക്ക്. എന്താണ് ഇതിൻ്റെയൊക്കെ ബേസ്? നമ്മൾ ജഡ്ജ്മെൻ്റലാണ്. മറ്റൊരാളെ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് വാട്ട് റൈറ്റ് ഫോർ അസ്. വേറെ ആളെ ജഡ്ജ് ചെയ്യുന്നു, അവൻ ഇങ്ങനെ എന്ത് ചെയ്തു, അവനോ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെയാണ് നമ്മളെല്ലാം വാശി പിടിക്കുന്നത്. അവിടെയാണ് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രശ്നം വരുന്നത്. കാരണം അവരാണ് ട്രൈ ടു അഡ്ജസ്റ്റ്. നമ്മളിപ്പോൾ ജപ്പാനിൽ 2 വാക്കുകൾ പറയും. അവർ ഈ ജാപ്പനീസൊക്കെ ശിഷ്യന്മാർ വരുമ്പോൾ അവർ നല്ല
കയറ്റം കയറാനും കുറേ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാനും ആദ്യം ശിഷ്യന്മാർക്ക് ഇട്ട് കൊടുക്കുന്നത്, എന്നിട്ട് ശിഷ്യരാക്കുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഉക്കിട്ടാമോ എന്ന് പറയും. ഉക്കിട്ടാമോ, ദ ഫേസ് ദ ചലഞ്ച് ആൻഡ് ഓവർകം ദ ചലഞ്ച്, അതാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ അവർ നമ്മൾ അക്സെപ്റ്റ് ദം, അവരെ അങ്ങനെ തന്നെ. ഇപ്പം ഒരു ട്രാഫിക് ജാം പെട്ടു, വണ്ടി മുന്നോട്ട് പോകുന്നില്ല, കീ 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 എന്ന് പറഞ്ഞാൽ ഹോൺ അടിച്ച് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ലെന്നറിയാം. ഇപ്പോൾ ശാന്തമായിരിക്കുക, അവർ കടന്നു പോട്ടെ എന്ന് വിചാരിക്കാനൊരു മനസ്സ് പലർക്കും വരുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ. അതാണ് ഉക്കിട്ടാമോ. പിന്നെ ഒന്ന് അരിഗാത്തോ, വി ഷുഡ് ബി താങ്ക്ഫുൾ ടു അതേഴ്സ്. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം, മറ്റുള്ളവരോട് നന്ദി പറയണം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ നമ്മുടെ സ്വഭാവം പോലും നല്ലതാക്കി എടുക്കാൻ പറ്റുന്നത്. അതാണ് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും കൂടെ വരുന്നത്. അപ്പം നമ്മൾ കർമ്മം അനുഷ്ഠിക്കണമെന്നും കർമ്മം ശുദ്ധിയാക്കണമെന്നും പറയാറുണ്ടല്ലോ. അപ്പം എന്താണ് കർമ്മം, എന്താണ് കർമ്മഫലം? ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു, നീ കർമ്മം ചെയ്യുക, കർമ്മഫലം തരുന്നത് ഞാനല്ലേ. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. നീ അതിൻ്റെ ഫലം നോക്കണ്ട, നീ നിൻ്റെ കർമ്മം ചെയ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഈ ലോകത്ത് എല്ലാ ജീവജാലങ്ങളും പറക്കുന്നത് അവനവൻ്റെ കർമ്മഫലം തീർക്കാനാണ്. മുജ്ജന്മ കർമ്മ വാസനകളനുസരിച്ചാണ് അവർ ജനിക്കുന്നത് ഓരോരുത്തർക്കും. കാരണം ഇപ്പം ഒരു പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനെ തന്നെ പറയുന്നു, ഈച്ച ചത്ത് പൂച്ചയാകുന്നു, നരി ചത്ത് നാരിയാവുന്നു, ഗജം ചത്ത അജമാകുന്നു. ഇങ്ങനെ ലീലാവിലാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ കർമ്മവും നമ്മൾ ഈ ജന്മം എന്തൊക്കെ ചെയ്തോ അതനുസരിച്ചിട്ടാണ് അടുത്ത ജന്മത്തിലെ കർമ്മഫലം വരുന്നത്. അപ്പോൾ ഈ മനുഷ്യ ജന്മം കിട്ടുന്നത് 85,000 ജന്മങ്ങൾക്ക് ശേഷം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരേ ഒരു ത്വര നമ്മുടെ പരമാത്മാവിൽ ലയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കാനുള്ള ആ ഒരു പ്രയാണം മാത്രമാണ് മനുഷ്യന് പറഞ്ഞിരിക്കുന്നത്. മനീഷി എന്ന് പറയുമ്പോൾ അകത്തോട്ട് തിരിയാനാണ് പറയുന്നത് മനുഷ്യൻ, പക്ഷേ അവൻ പുറത്തോട്ടാണ് തിരിയുന്നത്. അവൻ എന്തെല്ലാം വാരിക്കൂട്ടാം ഇതാണ് അവൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതല്ല വേണ്ടത്. നമ്മളുടെ ആ കർമ്മഫലം നമ്മൾ എങ്ങനെയും കുറയ്ക്കണമെങ്കിൽ സത്പ്രവൃത്തി ചെയ്യണം. നമ്മൾ കർമ്മഫല ദോഷങ്ങൾ മാറ്റണമെങ്കിൽ മറ്റുള്ളവരെ ആയിരിക്കും. അതാണ് നമ്മൾ നന്മ ചെയ്യുക, നല്ല വാക്ക് പറയുക, മറ്റുള്ളവർക്ക് കാരുണ്യം കാണിക്കുക. ഇങ്ങനെ പറയുന്നത് ചെയ്യുമ്പോഴേ നമ്മുടെ കർമ്മത്തിൻ്റെ കാഠിന്യം കുറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ കാണിക്കുന്നത് എന്താ? ഓരോ കർമ്മഫലം അനുസരിച്ച് ജനിക്കുന്ന ആ ആടിനെയും കോഴിയെയും മത്സ്യത്തിനെയൊക്കെ നമ്മൾ തിന്നുകയാണ്. അതിൻ്റെ ശവം നമ്മൾ തിന്നുമ്പോൾ അതിൻ്റെ കർമ്മഫലം കൂടി നമ്മൾ ഏറ്റെടുക്കുക. അത് മരണപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഒരു പെടച്ചിൽ എന്തുമാത്രമാണ് നോക്കണം. കാരണം ഒരു ജീവിക്കും മരണപ്പെടാൻ ഇഷ്ടമല്ല. രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്, ഹനുമാൻ സ്വാമിയെ ഇന്ദ്രജിത്തിൻ്റെ ഇത് പാശമൊക്കെ ഇട്ട് കൊണ്ടുപോയി രാവണൻ്റെ സദസ്സിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്ക് നീ ഇങ്ങനെ ചെയ്തില്ല, എൻ്റെ മോനെ കൊന്നില്ല, അശോകുമാരനെ കൊന്നില്ല എന്നൊക്കെ രാവണൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാം, ശതവയസ്സി ജീർണമെന്നാകിലും ദേഹികൾക്ക് ഏറ്റവും പ്രിയം ദേഹം ഓർക്ക നീ, ഈ ജന്മം തന്നെ ഈ ജീവൻ തന്നെയാണ് ഏറ്റവും വലുത് എന്ന് ഹനുമാൻ സ്വാമി പോലും പറയുകയാണ്. തുഞ്ചത്ത് രാമാനുജൻ സ്വാമി എഴുതിയിട്ടുണ്ട് ഇതെല്ലാം. അപ്പോൾ അത് പറയുമ്പോൾ എല്ലാ ജീവിക്കും ജീവന് തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പെട്ടെന്നൊരു അവസ്ഥ വന്നു, പ്രശ്നം വന്നു, സുനാമി വന്നു, ഓടൂലേ? ഇതൊന്നും പ്രശ്നമല്ല. അവനവൻ്റെ ജീവൻ രക്ഷിക്കാനുള്ളൊരു ത്വര അത് മനുഷ്യനും എപ്പോഴും ഉള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. നമ്മളൊരു കോഴി പിടിക്കാൻ ഓടി അത് ഓടും കിടന്നു, പക്ഷെ നമ്മുടെ സാമർഥ്യം അതിസാമർഥ്യം കാണിച്ച് അതിനെ പിടിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കർമ്മഫലം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എന്താ, അത് ഭസ്മമാവുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ ശരീരഭാഗങ്ങൾ അതിൻ്റെ കർമ്മഫലങ്ങൾ അപ്പോഴാണ്. അത് ഓരോ സെക്കൻഡിലും ഓരോ അണുവിലും ആ കർമ്മഫലം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇവിടെ മനുഷ്യൻ്റെ കർമ്മഫലം തന്നെ അനുഭവിച്ച് തീർക്കാൻ വയ്യ ഈ ജന്മം. അപ്പം പിന്നെ മറ്റുള്ള ജീവികളുടെയും കൂടെ കർമ്മഫലം നമ്മൾ ഏൽക്കുമ്പോൾ എന്ത് നികൃഷ്ടമായ ജന്മത്തിലേക്ക് നമ്മൾ പോകുമെന്ന് ആലോചിക്കും. നമ്മൾ ഭഗവാനിലേക്ക് എത്താനല്ല, അത് പിന്നെയും നികൃഷ്ടമാവുകയാണ്. അപ്പം മനുഷ്യൻ നന്മയിലേക്കും നല്ല കർമ്മവും ചെയ്ത് അഹിംസ, അതാണ് നമ്മൾ നോക്കേണ്ടത്. മറ്റുള്ളവൻ്റെ അടിച്ചു മാറ്റാതിരിക്കുക, മറ്റുള്ളവൻ്റെ ഞാൻ കവർന്നെടുത്ത് എനിക്ക് വേണം ആ ഒരു വിചാരമൊക്കെ വിടുക. സമസ്ത ലോകാ സുഖിനോ ഭവന്തു എന്ന് തന്നെ എല്ലാവരും എല്ലായിടത്തും നല്ലതായിരിക്കട്ടെ. സമസ്ത മനുഷ്യ സുനോ ഭവന്തു അല്ല, സമസ്ത ജീവജാലങ്ങൾക്കും ഈ 14 ലോകങ്ങളുണ്ട്. ആ 14 ലോകങ്ങൾക്കുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് വരണേ എന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സാർത്ഥകമാകും. വേറെ നമുക്കൊന്നും വേണ്ട. അപ്പോൾ പിന്നെ കർമ്മഫലം എന്ന് പറയുന്നത് ഈ അയൺ ഏജിലും സ്റ്റോൺ ഏജിലും
ഒക്കെ ഉള്ള അതേ ആത്മാക്കൾ തന്നെയാണ് പിന്നെയും വന്ന് ജനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? കാരണം ശിലായുഗത്തിലും ലോഹയുഗത്തിലും ഒക്കെ ജീവിച്ചിരുന്ന അതേ ആത്മാക്കളാണ്. ഇപ്പം ഒരു സയൻറ്റിസ്റ്റ് സൈക്കോളജിക്ക് ഇത് ചെയ്യുമ്പോൾ, ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ അവർക്കൊരു വേദന, നടുവിന് വേദന ഭയങ്കരമായിട്ട്. ഡോക്ടർ ബ്രയാൻ വൈസിൻ്റെ കഥയാണ്. അപ്പം നടുവിന് ഭയങ്കര വേദന, അവർ എത്രയോ മരുന്നുകൾ കഴിച്ചിട്ട് ചെയ്യുന്ന മാറ്റുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഇവരെ കൊണ്ടുപോയി ഹിപ്നോട്ടൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇവർ ജന്മങ്ങൾ പുറകോട്ട്. അപ്പോൾ ഒരു 6 ജന്മം മുൻപ്, മെനി മാസ്റ്റേഴ്സ് മെനി സോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കിലുണ്ട്. അപ്പോൾ 6 ജന്മം മുമ്പ് ഒരു കടൽ തീരത്ത് ഇവർ പുരുഷനായിരുന്നു, മുക്കുവനായിരുന്നു. അവർ തമ്മിലുള്ള യുദ്ധം നടന്നപ്പോൾ വേറൊരു മുക്കുവൻ ഇയാളുടെ നടുവിന് കത്തി കുത്തി ഇറക്കി. അത് അവർ കാണുകയാണ്. അവർ ആ പ്രയർ ജന്മങ്ങളിൽ കാണും. അത് കണ്ടു കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ സ്റ്റോറി, ഇതാണ് സംഭവം. അപ്പോൾ അവർ യേശുവിൻ്റെ ജീവിതം വരെ പോയി. യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടം വരെ അവർ മുമ്പോട്ട് പോയിട്ടുണ്ട് ജന്മങ്ങൾ. അതൊക്കെ ഇദ്ദേഹം പറയുന്നത് നല്ല രസമാണ് ബുക്ക് വായിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ അത് അനുഭവമാണ്, സ്വന്തം അനുഭവമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവർക്ക് അതോട് നടുവേദന പോയി. കാരണം ദേ റിയലൈസ്ഡ് വാട്ട് ഹാപ്പൻഡ് റിയലി എന്ന് വന്നപ്പോൾ അത് മാറി. അതുപോലെയാണ് കർമ്മഫലവും. നമ്മൾ നന്മ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരിപ്പോൾ നമുക്ക് പൈസ കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എല്ലാവരോടും പൈസ കൊടുക്കണം. അവരും അവരുടെ കർമ്മം തീരാനാണ് ഭിക്ഷക്കാരനായിട്ട് ജനിച്ചത്. നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, പൈസ കൊടുക്കേണ്ട. ഭക്ഷണം ഒരിക്കലും മതി എന്ന് പറയുന്ന ഭക്ഷണം മാത്രമാണ്. നമ്മൾ എന്ത് പൈസ കൊടുത്താലും പിന്നെ ആശിക്കും, എന്ത് സാധനം കൊടുത്താലും വസ്തുക്കൾ കൊടുത്താലും ആഗ്രഹിക്കും. പക്ഷെ ഭക്ഷണമാണെങ്കിൽ അവൻ്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മതി എന്ന് പറയും. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുക. അന്നദാനം മഹദ്ദാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ കർമ്മഫലം കുറേ മാറ്റാൻ സാധിക്കും. ആധ്യാത്മികതയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ്. അപ്പോൾ എന്താണ് ആത്മാവ്? അതൊരു വലിയ ചോദ്യമാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവാത്മാവ് ആരാണ്? അത് ഞാൻ മുമ്പ് പറഞ്ഞത് ഹൂ ആർ യു എന്നുള്ളത് നമ്മളോട് തന്നെയുള്ള ചോദ്യം. ഇത് പറയുന്നത് പരമാത്മാവിൻ്റെ ഒരു കണിക തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മളൊരു കുട്ടി ജനിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കർമ്മഫലം അനുസരിച്ച് ഭഗവാനൊരു കണ്ടീഷൻ വെക്കും. ഈ അച്ഛൻ്റെയും ഈ അമ്മയുടെയും മകനായിട്ടല്ല മകളായിട്ട് ഞാൻ ജനിച്ച് എൻ്റെ കർമ്മഫലം തീർക്കാം എന്ന് പറഞ്ഞാണ് ആത്മാവ് വരുന്നത്. അപ്പം ഭഗവാൻ ഈ ഒരു എഗ്ഗും സ്പേമുമായിട്ട് ജോയിൻ ചെയ്ത് ആ സൈക്കോട്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഒരു തരി അവിടെ വരികയാണ്. അതാണ് ആത്മാവ്. ആക്ച്വലി നമ്മൾ ശരിക്കും ബർത്ത്ഡേ എന്ന് പറയുന്നത് കുഞ്ഞ് യൂട്രസിന് വെളിയിൽ വരുന്നതാണ് നോക്കുന്നത്. പക്ഷെ അതല്ല ബർത്ത്ഡേ. വാട്ട് ഈസ് ദ ടൈം ഓഫ് ദാറ്റ് സൈക്കോട്ട് ഫോമിങ്. ആ രണ്ടും കൂടി ഒന്നാകുന്ന ഒരു ഏക സെല്ലായിട്ട് വരും, രണ്ടും കൂടി. അങ്ങനെ വരുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ്റെ ഒരു കണികയും കൂടെ വന്നാണ് ഇത് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾക്ക് ആ ആത്മാവായിട്ട് വരുന്നത്. ഈ ആത്മാവിന് 3 ക്വാളിറ്റിയേ ഉള്ളൂ. ബാക്കിയൊക്കെ മനുഷ്യൻ കെട്ടിവെക്കുന്ന അതിൻ്റെ മേലെ. സ്നേഹം, കാരുണ്യം, ആനന്ദം. ഇത് മാത്രമേ ആത്മാവിനുള്ളൂ. കാരണം ആ സോളിന് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്നേഹം എന്താണ്? സ്നേഹം എന്ന് പറയുമ്പോൾ ഒരമ്മ മക്കളെ സ്നേഹിക്കുന്നതേ ഇവൻ വളർന്നു വരുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് തരും എന്ന് വിചാരിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. അതൊരു കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹമാണ്. അൺകണ്ടീഷണൽ ലവ് എന്നാണ് പറയുന്നത്. ഒരമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം. എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് തരും, നാളെ എന്നെ എന്ത് ചെയ്യും നോക്കിയിട്ടൊന്നുമല്ല. അവരൊരു ആനന്ദമായിട്ടാണ് കുഞ്ഞിനെ വളർത്തുന്നത്. അപ്പോൾ ദാറ്റ് അൺകണ്ടീഷണൽ ലവ് ടു ദ യൂണിവേഴ്സ് വി ഹാവ് ടു ഷോ. ഈ പ്രപഞ്ചത്തിനോട് മുഴുവനും ഒരമ്മയുടെ മനസ്സോടുകൂടി കാണാൻ പറ്റുന്ന മനസ്സുണ്ടാവണം. ദാറ്റ് അൺകണ്ടീഷണൽ ലവ്. പിന്നെ കാരുണ്യം. കാരുണ്യം എന്ന് പറയുമ്പോൾ ഒരാൾ ബുദ്ധിമുട്ടുന്നു, ഒരാൾക്ക് പ്രയാസം വന്നു, സാധാരണ നമ്മൾ സിമ്പതൈസ് ചെയ്യല്ലേ, ഇത് കഷ്ടമായിട്ടോ ഭയങ്കര. അതല്ല, അതിനകത്തല്ല വേണ്ടത്. നമ്മൾ എമ്പത്തിയാണ് വേണ്ടത്, സിമ്പതി അല്ല അവിടെ വേണ്ടത്. എമ്പതി. ഞാനായിരുന്നു അവരുടെ സ്ഥാനത്തെങ്കിൽ നമ്മൾ എന്തുമാത്രം സഹിച്ചേനെ എന്ന് ചിന്തിച്ച് നമ്മൾ കാരുണ്യം കാണിക്കുന്നതാണ് ശരിയായ ഒരു കാരുണ്യപൂർവമായ ഒരു സഹായം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക. അവരെ അങ്ങനെയാണ്, ഇവനിങ്ങനെയാണ്, അവന് കുറച്ച് കുറുമ്പ് കൂടുതൽ, അവനെ ഞാൻ സഹായിക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് നമ്മുടെ ജഡ്ജ്മെൻറ്റാണ്. പിന്നെ അതർ തിങ് എന്താ, വാട്ട് വി എക്സ്പെക്ട് ഫ്രം അതേഴ്സ്. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഇതുണ്ട്, ഒരാൾക്കൊരു സഹായം ചെയ്താൽ എന്ത് തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷ വരും.
അണ്ടർലൈനായിട്ട് വരും. അപ്പോൾ അങ്ങനെയുണ്ട്, ഞാൻ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും എന്നോട് ഇങ്ങനെയല്ലേ അവൻ കാണിച്ചത്. പലരും പറയുന്നൊരു പരാതിയാണ്. എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻ്റ് പറയും, എൻ്റെ മാഡം ഞാൻ അവരോട് എന്തോരം കാര്യങ്ങളാണ് ചെയ്തത്, എന്തോരം സ്നേഹിച്ച്, അതിൻ്റെ ഒരു 10-1 അവന് കാണിച്ചു കൂടി. ഇതൊക്കെ പറയുമ്പോൾ എന്താണ്, വി ആർ എക്സ്പെക്റ്റിംഗ് സംതിങ് ഫ്രം അതേഴ്സ്. സോ നമ്മൾ അതങ്ങ് മാറ്റി വെക്കും, ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. പക്ഷേ എനിക്ക് അവനെ ഇഷ്ടമാണ്, അവൻ ആരാണോ അവളാരാണോ അവളുടെ ആ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളുക. നമ്മൾ മുമ്പേ ഞാൻ പറഞ്ഞു, ഉക്കേട്ടാമോ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ അംഗീകരിച്ച് നമ്മൾ അവരെ അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് അവിടെ ആ കാര്യം വരുന്നത്. പിന്നെ ഒന്നാണ് ആനന്ദം. ആനന്ദം എന്ന് പറഞ്ഞാൽ എപ്പോഴും എവർ ഹാപ്പി, എപ്പോഴും ആനന്ദമായിരിക്കുക. ചില കാണാൻ വലിയ ദുർമുഖമൊക്കെ വെച്ച് വലിയ വലിയ ഓഫീസേഴ്സ് ആയിരിക്കും, കുറിച്ച് വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് വരുന്നതിനായിരിക്കും. എന്തിനാ അതിൻ്റെ കാര്യമുള്ളത്? ബി ഹാപ്പി ഓൾവേസ്. നമ്മൾ വഴി കൂടെ പോകുമ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരെയും കണ്ടാൽ ചിരിക്കണം. വട്ടാണോ ചോദിക്കും. നമ്മൾ ചിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഒരു 3 പ്രാവശ്യം ചിരിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ പ്രാവശ്യം തിരിച്ചിരിക്കും. കാരണം അവിടെ ഒരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഒരു മസിലിന് കുറച്ച് എക്സസൈസ് എന്നേ ഉള്ളൂ ഒന്ന് ചിരിക്കുന്നതിൽ. അതിനൊന്നും നഷ്ടമൊന്നുമില്ലല്ലോ. അതൊന്ന് പുഞ്ചിരിച്ച് കാണിക്കുക. അതേപോലെ നമ്മൾ ഈ പറയുന്ന ആനന്ദം നമ്മളുടെ മനസ്സിലാണ് ആ ഭഗവാൻ ഇരിക്കുന്നത്. അതിലെ ആനന്ദമാണ്, അതിലെ രാധാകൃഷ്ണന്മാരെ നമ്മൾ പറയുന്നത്. ആനന്ദമാണ് രാധ, കൃഷ്ണനാണ് മനസ്സെന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു രാധാകൃഷ്ണ സങ്കല്പം തന്നെ ഇവിടെ അതാണ്. പിന്നെ കൃഷ്ണനെ പറ്റി പറയുന്നു, ഈ ചിന്തകൾ വരുന്നത് 16,008 ഭാര്യമാരെ ഭഗവാൻ അങ്ങ് കെട്ടി. ഇങ്ങനെയുള്ള കൃഷ്ണനാണോ നിങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുന്നത്? ഇങ്ങനെയുള്ള കൃഷ്ണനാണോ നിങ്ങൾ? പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മിറ്റി മെമ്പറും കൂടെ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉത്തരം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നരകാസുരൻ്റെ തടവറയിൽ നിന്നാണ് ഈ 16,000 സ്ത്രീകളെ മാറ്റിയെന്ന് പറഞ്ഞു. 16,000. പക്ഷേ ഇത് നരനാണ് നരകാസുരൻ, നമ്മുടെ മനുഷ്യൻ തന്നെയാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചിന്തകളാണ് 16,000 ചിന്തകൾ കടന്നു പോകുന്നത്. അതിൻ്റെ കൂടെയുള്ള അഷ്ടരാഗങ്ങളാണ് കാമ, ക്രോധ, ലോഭ, മോഹം, മതം, മാത്സര്യങ്ങളും അതിനുള്ള ഏഷണി, കുശുമ്പ്, ഇങ്ങനെയുള്ളതെല്ലാം ദുഷ്ട ചിന്തകളാണ്. അതാണ് അഷ്ടരാഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ 16,000 പ്ലസ് ഈ 8, അത് 16,008. ഭഗവാനെ നമ്മൾ സർവ്വവും സമർപ്പിച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭഗവാനെ ഞാൻ സർവ്വവും നിനക്ക് സമർപ്പിക്കുന്നു. അത് പറയുമ്പോഴൊരു പ്രശ്നമുണ്ട്. ഞാനിപ്പം നിങ്ങൾക്കൊരു പേന തരിക എന്ന് പറയുന്നു. ആ പേന തരുമ്പം നിങ്ങൾ പേന കയ്യിൽ നിന്ന് കിട്ടും. പക്ഷെ ഞാൻ പേന എൻ്റെ കൈ വിട്ടാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഭഗവാനെല്ലാം സമർപ്പിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ കൈ വിടുന്നില്ല. ഇപ്പോഴും എൻ്റെ കഴിവാണ് എന്നൊരു ചിന്ത വരുമ്പോഴാണ് ഭഗവാൻ അത് ഏൽക്കാൻ പറ്റും. നീ വിടടോ, അല്ലാതെ എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ സർവ്വവും സമർപ്പിച്ച് കഴിഞ്ഞാൽ ഈ 16,008 ചിന്തകളും ഭഗവാൻ അങ്ങ് കിട്ടും. ഭഗവാൻ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അതാണ് 16,008 ഭഗവാൻ കെട്ടി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സർവവും സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ആ ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് എന്താണ്, ഇന്നലത്തെ കഴിഞ്ഞു പോയ യെസ്റ്റർഡേ കഴിഞ്ഞു, ഒരു ദിവസം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇന്നലെ കഴിഞ്ഞു, ഇറ്റ് ഈസ് എ ഹിസ്റ്ററി. ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഇനി ഭാവിയിൽ അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയോ? എല്ലാ പ്രപഞ്ചനാഥൻ്റെ കയ്യിലാണ്. എങ്ങനെ, എങ്ങോട്ട് ഒന്നും അറിയില്ല. അടുത്ത നിമിഷം എന്താണെന്നറിയില്ല. സോ ഇറ്റ്സ് എ മിസ്റ്ററി. ബട്ട് ദിസ് മൊമെൻറ്റ് അവേഴ്സ്, ഇന്ന് ഇറ്റ് ഇസ് എ വിക്ടറി. സോ സെലിബ്രേറ്റ് ദിസ് മൊമെൻറ്റ്. ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക. ആരെന്ത് കാണിച്ചാലും അവൻ അങ്ങനെയാണ്. ബട്ട് ഐ ആം റെഡി ടു ലവ്, ഐ ആം റെഡി ടു സെർവ്, ഐ ആം റെഡി ടു ലവ്. അങ്ങനെ വന്ന് നമ്മൾ ആ ഒരു രീതിയിലേക്ക് വരണം. ഹെൽപ്പും ലവും, അതാണ് ആത്മാവിൻ്റെ ശരിയായ സ്വഭാവം. നമ്മുടെ ഓരോ സോളിൻ്റെ, ഞാൻ പറഞ്ഞു, നമ്മുടെ അയൺ ഏജിലും സ്റ്റോൺ ഏജിലും ഒക്കെ വരുന്ന ഈ ആത്മാക്കളാണ്. പക്ഷേ ഒരു മനുഷ്യ ജന്മം കിട്ടുമ്പോൾ അതൊരു വിശേഷപ്പെട്ട ജന്മമാണ്. നമ്മൾക്കിനി നമ്മുടെ ഉദ്ദേശം ഒന്ന് മാത്രം, പരമാത്മ ചൈതന്യത്തിൽ, ആ ശുദ്ധമായ സത്യത്തിൽ നമ്മൾ പൂർണ്ണമായി ലയിക്കണം. അതിലേക്കുള്ള നമ്മുടെ ഒരു പ്രയാണം തന്നെയാണ് ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ആനന്ദം വേണം. അതാണ് സച്ചിത് ആനന്ദം എന്ന് ഭഗവാനെ പറയുന്നത്. സച്ചിദാനന്ദമൂർത്തി എന്ന് നമ്മൾ പറയുന്നു. അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് മുഴുവൻ ഒരു സൂക്ഷ്മതലത്തിലൂടെയാണ് പോയത്. ഈ സൂക്ഷ്മതലങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരു അത്യാവശ്യം തന്നെയാണ്. അപ്പം ആരാണ് ഗുരു? ഗുരു എന്ന് പറയുമ്പോൾ നമ്മുടെ അജ്ഞാനം നശിപ്പിച്ച് നമ്മളെ വെളിച്ചത്തിലേക്ക് എത്തിക്കുന്നതാണ്. നമ്മുടെ അറിവിൻ്റെ പ്രകാശം. അറിവെന്ന് പറയുന്നത് ഒരു പ്രകാശമാണ് നമുക്കത് തരുന്നത്. അത് പ്രപഞ്ചനാഥനറിയാം ഓരോരുത്തർക്കും ഗുരുക്കന്മാരാരാണെന്നുള്ളത്. നമ്മൾ പലരെയും കാണും.
പക്ഷേ അവർ ഗുരുക്കളാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അതായിരിക്കില്ല. കാരണം ഭഗവാൻ അവിടെ നിന്ന് കൊണ്ടുപോകാൻ അറിയാം. കാരണം ഓരോ ലാഡറിൻ്റെ സ്റ്റെപ്പ് കയറി 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 പോകുന്നത് പോലെ ആ ഗുരുക്കന്മാരെ ഒക്കെ ഞാൻ വന്ദിക്കുകയാണ്, എല്ലാവരും വന്ദിച്ചുകൊണ്ട് പറയുകയാണ്. പക്ഷേ ഓരോ സ്റ്റെപ്പും കയറ്റി 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 പ്രപഞ്ചനാഥൻ കൊണ്ടുപോവാണ് ശരിയായ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗുരു എന്ന് പറയുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന് അദ്ദേഹം എന്താണോ തിരിച്ചറിഞ്ഞത് അത് നമ്മൾക്ക് പകർന്നു തരുന്നതാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു അത്. പക്ഷെ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യുന്നതാണ്, അദ്ദേഹത്തിന് അനുഭവമല്ല. പക്ഷെ ഗുരു പറയുന്നത് നമ്മളെ അറിവിലേക്ക്, സ്നേഹത്താൽ പ്രചോദിതവും അറിവിനാൽ നയിക്കപ്പെട്ടതുമായ ഒരു ജീവിതം, അതാണ് ഒരു ഗുരു തരുന്നത്. ഈ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകങ്ങളാണ്. ഗുരുവും ഞാനും ശിഷ്യനും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ഗുരു പറയുന്നത് എന്താണോ അദ്ദേഹം പറയുന്നത് ശിഷ്യനും അങ്ങോട്ട് രണ്ടുപേരും തമ്മിൽ ആ ഒരു കൈ പിടിച്ച് പാസ് ചെയ്യുന്ന ഒരു ശക്തിപാദം എന്ന് പറയും അതിന്. ശക്തിപാദം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ പവർ നമ്മൾ കൈമാറുന്നതാണ്. കാരണം ഗുരുവിന് ശിഷ്യൻ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞാണ്, എൻ്റെ ഒരു പാർട്ടാണ്, എൻ്റെ ഉള്ളാണ്, എൻ്റെ ഹൃദയമാണ് എൻ്റെ ശിഷ്യൻ. അപ്പോൾ അവരെ എങ്ങനെ നന്നാക്കിയെടുക്കാം, ഇത് മാത്രമേ ആ ഗുരുവിന് ചിന്തയുള്ളൂ. ഒരു ഗുരു വലിയ ആളായിട്ട് ഞാനിരുന്നു, ഞാനിതൊക്കെ പഠിച്ചു, നിങ്ങളങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ പറയുന്നതല്ല. നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി കാട്ടി നീ അങ്ങനെ പോകൂ, മുന്നോട്ട് പോകൂ, ഈ വഴിക്ക് പോകൂ, ഇങ്ങനെ നമ്മളെ വഴി. കാരണം കാടും മേടും പുല്ലും മുള്ളുകളും ഒക്കെ നിറഞ്ഞതാണ് ഈ ലോകം. അതുവഴി ഒരു ഗുരുവിൻ്റെ കയ്യിൽ നമ്മൾ പിടിച്ചാൽ നമ്മൾ നല്ല ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഒരു ഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു 2 വയസ്സുള്ള കുഞ്ഞ് അമ്മയുടെ കൂടെ നടക്കുന്നു, അതിന് വല്ലതും അറിയാമോ? അതിന് വഴി കുഴി കാണും, അല്ലെങ്കിൽ ഇപ്പുറം മുള്ള് കാണും, അല്ലെങ്കിൽ ടെറസിന് മുകളിൽ അത് കയറുന്നുണ്ടാവും. പക്ഷെ ഇതെന്താ, അമ്മ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കൈവരലിൽ പിടിച്ചിരിക്കുന്ന ആ ബലമാണ്, അമ്മയാണ് കുഞ്ഞിനെ നടത്തുന്നത്. കുഞ്ഞ് ഇതൊന്നും അറിയുന്ന പോലുമില്ല. സത്യത്തിൽ അതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഒരു അവസ്ഥ. ആ ഗുരു മാത്രമേ ഉള്ളൂ നമ്മളെ നേർവഴിക്ക് നയിക്കാനും നമ്മളെ ഓരോ ദുർഘടത്തു നിന്നും നമ്മളെ കാത്തുരക്ഷിക്കാനും ആ ഗുരു മാത്രമേ ഉള്ളൂ. അതാണ് ഗുരുവിൻ്റെ, എല്ലാ മനുഷ്യർക്കും വേണ്ട ഗുരുവിനെ ഭഗവാൻ ആ സമയമാവുമ്പോൾ എത്തിച്ചിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പം ഗുരുവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഗുരു സാധാരണ ശിഷ്യന്മാർക്ക് ഒരു സാധനാ പദ്ധതി പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. അപ്പം അമ്മ ഏത് സാധനയാണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് വഴികളിൽ കൂടി സഞ്ചരിച്ച ഒരാളാണ്. ശ്രീ രവിശങ്കർജിയുടെ അഡ്വാൻസ്മെൻറ്റ് അതൊക്കെ ബേസിക് പ്രോഗ്രാം അതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു, പലയിടത്തും പോയിട്ടുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഹീലിങ്ങും പഠിച്ചു. ഇതൊക്കെയാണെങ്കിലും എന്തോ ഒരു പോരായ്മ പിന്നെ ഉള്ളിൽ കിടക്കുന്നു. ഒരു പക്ഷേ എൻ്റെ ഗുരു അല്ല എന്നുകൊണ്ടാണോ എനിക്കറിയത്തില്ല, എന്ത് പ്രപഞ്ചനാഥനെ മാത്രം അറിയാം. പക്ഷേ ഇനി സംതിങ് ലാക്കിങ്, എനിക്കിത് പോരാ, കുറച്ചും കൂടെ ഉയരണം എന്നുള്ള ചിന്ത ഒരു മനുഷ്യന് വേണ്ട അത് തന്നെയാണ് ബേസിക്കലി. അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ലിങ്ക് ഇട്ട് തന്നു, ഇതിലൊന്ന് കയറി നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് SMS മെഡിറ്റേഷൻ ഞാൻ കണ്ടെത്തുന്നത്. സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷനാണ്. അതിൻ്റെ ഗുരുജി തസ്മൈ ഗുരുജിയാണ്. തസ്മൈ ഗുരുജിക്ക് കോടി കോടി പ്രണാമം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ. കാരണം ഇപ്പോൾ എൻ്റെ ഗുരുജി അദ്ദേഹം തന്നെയാണ്. ഈ ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ വെച്ചിട്ടാണ്. അത് കുറച്ച് കട്ടിയാണ് സാധാരണക്കാർക്ക് ചെയ്യാൻ. അത് എല്ലാവർക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ശവക്കര ഉപേക്ഷിക്കണം. ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാവർക്കും ഒരു തടസ്സം നിൽക്കുന്നത് അത് തന്നെയാണ്. കാരണം മനുഷ്യൻ, ശ്രീനാരായണ ഗുരുസ്വാമി പറയുന്ന ആ അഹിംസ എന്നുള്ളത് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരെന്നെ സുഖത്തിനായി വരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ശവക്കര ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ മെഡിറ്റേഷനിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ എന്ന് അദ്ദേഹം നേരത്തെ പറയും. അത് കാരണം ഇതിന് ആൾക്കാർ ചിലപ്പോൾ കുറവായിരിക്കും. കാരണം മറ്റുള്ളതിനെപ്പറ്റി ആകർഷിക്കുന്ന പോലെ അല്ല. കാരണം ഇതിനകത്ത് ഈ ഒരു കാര്യം ബേസ്, കാരണം അഹിംസയാണ് ഇതിൻ്റെ ബേസായിട്ട് പറയുന്നത്. സത്യം വദ ധർമ്മം ചര, സത്യം മാത്രം പറയുക, ധർമ്മം മാത്രം ചെയ്യുക, അതിൻ്റെ ബേസിക് അത് തന്നെയാണ്. അപ്പോൾ ആ SMS മെഡിറ്റേഷൻ പറയുമ്പോൾ സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷനാണ്. നമ്മൾ പ്രപഞ്ചനാഥനുമായിട്ട് നേരിട്ടുള്ള ഒരു ഇടപെടലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ഇല്ല. ഓപ്പൺ എയറിൽ
തലയുടെ മേലെ തുറന്ന ആകാശമുള്ള സ്ഥലത്തേ ഇരിക്കാവുള്ളൂ. കസേരയിലിരുന്ന് കൈ രണ്ടും കോർത്തിരുന്ന് സൂര്യന് രാവിലെ അഭിമുഖമായി ഒരു 45 മിനിറ്റ് അദ്ദേഹം പറഞ്ഞൊരു ടൈമുണ്ട്. ഒരു 7 മുതൽ 9 വരെയുള്ള സമയം, 6 മുതൽ അല്ലെങ്കിൽ 6:30 മുതൽ 9:30 വരെ അംഗീകരിക്കാം. അതിനിടയ്ക്ക് എപ്പെങ്കിലും 3/4 മണിക്കൂർ. പക്ഷേ സൂര്യഭഗവാനെ നേരെയിരുന്നു. കാരണം നമ്മൾ കാണപ്പെട്ട ദൈവങ്ങളാണ് സൂര്യഭഗവാനും ചന്ദ്രഭഗവാനും ഇപ്പോൾ കാണുന്നത്. കാരണം മഹാദേവൻ്റെയും ഒക്കെ 2 കണ്ണുകളാണെന്ന് പറയുന്നു. സൂര്യചന്ദ്രന്മാർക്ക് ഇരിപ്പിടമായ കണ്ണുകളെന്നാണ് ഭഗവാനെ പറയുന്നത്, മഹാദേവനെ. അപ്പോൾ എന്തുവഴി പ്രപഞ്ചനാഥനെ നമ്മൾ കാണുന്നത് ഈ 2 ആൾക്കാരുമായിട്ട് തന്നെയാണ്. അപ്പോൾ ആ സൂര്യഭഗവാന് മുമ്പിൽ നമ്മൾ രാവിലെ 3/4 മണിക്കൂർ കണ്ണടച്ചിരിക്കുക. ഒരു മന്ത്രജപമില്ല, ഒരു ശ്വാസനിയന്ത്രണമില്ല, ഒരു മുദ്രയില്ല, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഭ്രൂമധ്യത്തിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷേ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത് ആ സമയത്ത്. ഞാൻ തന്നെ എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ സൂര്യലോകത്തെത്തിയിട്ടുണ്ട്. സൂര്യലോകത്തെത്തി അവരെ കൊട്ടാരവും കാര്യങ്ങളെല്ലാം കണ്ട് അവിടെ നിന്ന് അവരെനിക്ക് സദ്യ വിളമ്പി തന്ന അതടക്കം ഞാൻ കഴിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കഴിച്ച് ഇതൊക്കെ നമ്മൾ കാണുന്ന ആ മെഡിറ്റേഷനിൽ നമ്മുടെ സൂക്ഷ്മ ശരീരമാണ് പോകുന്നത്. സ്ഥൂല ശരീരം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ ചില സമയത്ത് എൻ്റെ ഈ ശരീരം അങ്ങ് വികസിക്കും. 1 അടി 2 അടി 3 അടി അങ്ങനെ പറഞ്ഞ് ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ശരീരം അങ്ങ് നിറഞ്ഞു വരും. ഞാൻ ആകെ നിറഞ്ഞ് ഞാനും പ്രപഞ്ചവും ഒന്നായി തീരുന്ന ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ പിന്നെ അവിടെ വ്യത്യാസമില്ല. നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം അവർണ്ണനീയമാണ്. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്നത് ഒന്നും നമ്മളില്ല. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം പറയായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും, സൂര്യഭഗവാനോട് ചോദിച്ചോ എന്ന് പറയും. അപ്പം ഞാനൊരിക്കൽ ചോദിച്ചു, എൻ്റെ സൂക്ഷ്മ ശരീരം എങ്ങനെയാണ്, എനിക്കത് കാണണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഭൂമധ്യത്തിൽ കാണുകയാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ സൂക്ഷ്മ ശരീരം കാണിച്ചു തന്നു. അത് ഒരു തല കീഴായിട്ടാണ് അതിൻ്റെ ഒരു രൂപമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഇങ്ങനെ ചമ്രം പടഞ്ഞിരിക്കുന്ന ആൾ തലകുത്തിയിരുന്ന എങ്ങനെ ഇരിക്കും. കാരണം ഒരു പക്ഷേ നമ്മുടെ ഈ റിഫ്രാക്ഷനും ബാക്കിയുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വെച്ചു, കഴിഞ്ഞ ജന്മം ഞാൻ ആരായിരുന്നു ചോദിച്ചപ്പോൾ സ്വാമിജി ഗുരുജി എന്നോട് പറഞ്ഞു അധികം സ്വാർത്ഥതയിലേക്ക് പോകാനൊക്കെ ചോദിച്ചു വരുമ്പോൾ. അങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കതും കാണിച്ചു തന്നു. അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ഭൂമധ്യത്തിലുള്ള നമ്മളൊരു മന്ത്രജപമില്ല, ഒരു മുദ്രയില്ല, ഒരു ശ്വാസ നിയന്ത്രണമില്ല, വെറുതെ സൂര്യഭഗവാനെ നോക്കി നമ്മൾ കണ്ണടച്ചിരിക്കും. നമ്മൾ അവിടെ മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചിന്തകൾ പോലും ഇല്ല, ചിന്തകളും വരുന്നില്ല. പക്ഷെ നമ്മൾക്ക് ഇതിലൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ആനന്ദമാണ്. ആനന്ദം അറിയിക്കാൻ പറ്റില്ല എന്താണെന്നുള്ളത്. കാരണം ഓപ്പൺ എയറിലിരുന്ന് ഞാൻ എൻ്റെ പ്രപഞ്ചനാഥ എന്ന് വിളിച്ചിരിക്കുമ്പോൾ സർവ്വം അങ്ങോട്ട് നിഷ്കാമമായി സർവ്വസമർപ്പണം ചെയ്യാനാണ് ഗുരുജി പറയുന്നത്. സർവ്വസമർപ്പണം നിഷ്കാമമായി ചെയ്യൂ. കാരണം സമസ്ത ലോകാസുഖനോപം എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. സകല ലോകത്തിൽ നന്മ വരുമ്പോൾ അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. പിന്നെ എന്തിനാണ് വേണ്ടത്? ഗുരുജി പറയുന്നത്. ബാംഗ്ലൂരാണ് ഗുരുജിയുടെ ആശ്രമം ഉള്ളത്. ഒരു 5 ദിവസം അവിടെ പോയി താമസിക്കാൻ എനിക്ക് പറ്റി. ഗുരുജിയുടെ ദർശനവും ആ പാദനമസ്കാരവും ഒക്കെ എനിക്ക് കിട്ടാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അദ്ദേഹവും ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഓരോ തത്വങ്ങൾ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും എനിക്ക് അരുവിപ്പുറത്ത് പോകാൻ പറ്റി. പിന്നെ ഇവിടെ കുന്നുംപാറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അശ്വത്ഥാമാവിൻ്റെ ക്ഷേത്രമുണ്ട്, അവിടെയൊക്കെ പോകാൻ പറ്റി. കാരണം അതൊക്കെ എനിക്ക് ഭയങ്കര ക്രേസാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ കാണുക. കാരണം അശ്വത്ഥാമാവെന്ന് പറഞ്ഞാൽ ചിരഞ്ജീവിയാണ്, 8 ചിരഞ്ജീവികൾ ഒന്നാണ് അദ്ദേഹവും. അപ്പോൾ അങ്ങനെ അത് പറ്റി. കാരണം ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വ്യാസ മഹർഷിയുടെ കൂടെ ഇരിക്കുന്ന അശ്വത്ഥാമാവാണ്. കാരണം ഗുരുവിൻ്റെ കൂടെ ഇരുന്നാൽ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് ആ മെസ്സേജ് കിട്ടുന്നത്. അവർ 2 പേരും ചിരഞ്ജീവികളാണ്, വ്യാസമഹർഷിയും ഇത്. പക്ഷേ വ്യാസമഹർഷിയുടെ കൂടെ തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ചിരഞ്ജീവി ആയിട്ടിരിക്കുന്നതിൽ ആ അശ്വത്ഥമാവ് കാണിച്ച തെറ്റുകുറ്റങ്ങൾ ഒരുപാടാണ്. ആ കഥകളൊക്കെ അറിയാം അല്ലേ, എല്ലാം പറഞ്ഞു തരേണ്ട കാര്യം, എല്ലാവർക്കും ഒരേ കഥകൾ. പക്ഷെ അതുകൊണ്ടില്ല, അദ്ദേഹത്തിൻ്റെ ആ തിരുനെറ്റിയിലെ രത്നം ചൂഴ്ന്നെടുത്ത് നീ കരികാലം മുഴുവൻ ഇങ്ങനെ നടന്നോ, പുണ്ണും വടുവും പിടിച്ച് നടന്നോ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഗുരുവായൂർ ഇപ്പോഴും പലരും കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ രൂപത്തിൽ കയറി പോകുന്നത്, എല്ലാവരും വഴിമാറുന്നതൊക്കെ പല സമയത്തും. ഇതൊക്കെ സത്യമായിരിക്കാം. പക്ഷെ എന്നാലും മനുഷ്യൻ ഇതൊരു താക്കീതാണ്. നീ നന്മ മാത്രം ചെയ്യുക. ഞാനതൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്. ആ കഥകളിലെ പുറയിലുള്ള മോറയിൽ എന്താണ്? നമ്മൾ നന്മ മാത്രം ചെയ്യുക, എല്ലാവർക്കും നല്ല, ആരെ ഉപദ്രവിക്കാതിരിക്കുക, ആർക്കും ദോഷം വരുന്ന ചെയ്യാതിരിക്കുക. അതാണ് ഗുരുദേവൻ പറയുന്ന ഓരോ കഥയുള്ളത്. അത് ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ജാതി മത വർഗഭേദം നമ്മൾ നോക്കണ്ട. നമ്മളെല്ലാവരും നല്ലതായിരിക്കട്ടെ, സമസ്ത ലോകാ സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. അപ്പോൾ ഈ തസ്മൈ ഗുരുജിയുടെ അത് രാവിലെ മോർണിംഗ് സെഷൻ ആണെങ്കിൽ വൈകുന്നേരം മൂൺ മെഡിറ്റേഷനാണ്. ഇതേപോലെ 45 മിനിറ്റ്. അതും ഇതുപോലെ ഒരു ധ്യാനമില്ല, ഇതൊന്നും നമ്മളില്ല. പക്ഷേ ചന്ദ്രഭഗവാനെ നോക്കിയിരിക്കുക.
ചന്ദ്രനെ കാണുന്നില്ലെങ്കിൽ സ്റ്റാറിനെ നോക്കുക. സ്റ്റാറും അല്ലെങ്കിൽ ആകാശത്തിലൊരു സ്ഥലത്ത് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, ഒന്നും ചെയ്യണ്ട, അത് മാത്രം ചെയ്താൽ മതി. അപ്പം എന്താ, ചന്ദ്രനിൽ ഒരുപാട് കാഴ്ചകൾ കാണാം. എനിക്ക് അതിശയമാണിതൊക്കെ. ഏതൊക്കെ ദേവി ദേവന്മാരെ ഞാൻ കണ്ടതെന്നറിയോ? ഇഷ്ടം പോലെ. കൃഷ്ണനെ ഞാനിങ്ങനെ ആകാശം നോക്കിയാൽ കൃഷ്ണൻ ഇങ്ങനെ ഒന്നിക്കും. ആരെ ആഗ്രഹിക്കുന്നു അവരൊക്കെ ഒന്നിക്കും. കാരണം ഇത് നമുക്ക് ഈ അല്ലാതെ ഇതൊരു പവർ കിട്ടുന്നില്ല. പക്ഷേ ഈ സാധനാനുഷ്ഠാനങ്ങളുടെ പവർ കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് വരുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഗുരുജിയുടെ അനുഗ്രഹം ആ ഗുരു തത്വത്തിൽ നിൽക്കുന്നുണ്ട്. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ വെള്ളം കുടിക്കാം, വെള്ളം അത്യാവശ്യം കുടിക്കാം, ഒന്നും ഇടാതെ വെള്ളം, പ്ലെയിൻ വാട്ടർ. പക്ഷെ ഒന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല. 5:30 ആകുമ്പോൾ നമ്മുടെ അത്താഴം കഴിയണം. രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പിന്നെ ഫുഡായിട്ട് കഴിക്കാവുള്ളൂ. കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പം മറ്റേ സയൻറ്റിഫിക് സ്റ്റഡി ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഇത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് വെയിറ്റ് കുറയുന്നുണ്ട്. അസുഖം ഈ ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് പേരുടെ ഫൈബ്രോയിഡ് മാറി, കോങ്കണ്ണ് മാറി, അവരുടെ കാർഡിയാക് പ്രോബ്ലം മാറി, അവർക്ക് പല ആൾക്കാർക്കും പല അസുഖങ്ങൾ മാറുകയാണ് വിത്തൗട്ട് എനി മെഡിക്കേഷൻ. അത് എന്താണെന്ന് ചോദിച്ചാൽ പരബ്രഹ്മത്തിൻ്റെ കഴിവാണ്. പരമചൈതന്യ പ്രപഞ്ചനാഥൻ്റെ ഇടപെടലാണ് അവിടെ നടക്കുന്നത്. കാരണം മുഴുവൻ അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഞാനേ ഉള്ളൂ നോക്കാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ നോക്കിക്കോളും. വേറെ മാർഗ്ഗമില്ലല്ലോ. അത് പ്രപഞ്ചനാഥൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. മഴയായിക്കോട്ടെ, വെയിലായിക്കോട്ടെ, മഞ്ഞായിക്കോട്ടെ, തുറന്ന ആകാശം നിന്നോണം. മഴയാണെങ്കിൽ മഴ, കഠിന മഴ എത്രയോ ഞാൻ കൊണ്ടിട്ടുണ്ട്. മുഴുവൻ ഇരുന്ന് സഹിച്ചോണം എന്നുള്ളതാണ്. കാരണം നമുക്ക് പ്രശ്നമില്ല, നമ്മളിതാണ്. കാരണം അതൊക്കെ എനിക്ക് ഒരുപാട് എന്നെ തന്നെ റീഫോം ചെയ്യാൻ എനിക്ക് സഹായിച്ചു എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഈ മൃഗങ്ങൾക്ക് സ്കൂളുണ്ടോ? മൃഗങ്ങൾക്ക് വീടുണ്ടോ? മൃഗങ്ങൾക്ക് കോടതിയുണ്ടോ? മൃഗങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുണ്ടോ? ഒന്നുമില്ല. അതുങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? അതും ജീവികളല്ലേ. ഈ മനുഷ്യൻ മാത്രമല്ലേ ഈ വീടൊക്കെ കെട്ടി വലിയ സംവിധാനമൊക്കെ ആയിട്ട് നടക്കുന്നുള്ളൂ. പക്ഷേ ആ മനുഷ്യനും ഈ മൃഗങ്ങളും എല്ലാം ഭഗവാന്റെ തന്നെ നിർമ്മിതിയല്ലേ. ആ ഭഗവാന്റെ ചൈതന്യം തന്നെ എല്ലാവരും ഇരിക്കുന്നത്. പിന്നെ നമ്മൾ മാത്രം എന്തിനാണ് ഈ കാണിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അവരിൽ ഒന്നാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്കുള്ളിൽ വരികയാണ്. ഈ പ്രപഞ്ചത്തിലെ ഒരു കണിക തന്നെയാണ് ഞാനും. ആ അഹങ്കാരം എന്ന് പറയുന്നത് പൂർണ്ണമായും മനസ്സിൽ നിന്ന് പോകും. നമുക്ക് അഹങ്കരിക്കാൻ തോന്നില്ല ആ സമയത്ത്. അപ്പോൾ ആ മെഡിറ്റേഷന് നമ്മൾ ആശ്രയിച്ചു. ഇത് പിന്നെ ഒരുപാട് ഇതിൻ്റെ സെക്ഷൻസ് ഉണ്ട്. ഇത് SMS മെഡിറ്റേഷനാണ് ഫസ്റ്റ്, പിന്നെ ഡാർക്ക് മെഡിറ്റേഷനുണ്ട്, പിന്നെ ജ്ഞാനയോഗമുണ്ട്, പിന്നെ വേറെ ഒരു സിദ്ധി യോഗമുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് സമാധി ലെവലിലേക്ക് പോകുന്നത്. ഇതൊക്കെ അദ്ദേഹം ബ്രഹ്മജ്ഞാനിയാണ്. ആ ബ്രഹ്മജ്ഞാനം കിട്ടിയ ആൾക്കാണ് ഇത് പറഞ്ഞു തരാൻ കഴിയുക. നമുക്ക് ആ വഴി നമ്മളെ കൊണ്ടുപോകാനും. നമ്മുടെ ഓരോ എക്സ്പീരിയൻസ് പറയുമ്പം അദ്ദേഹം പറയാം ശരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥകൾ ഓരോ ദിവസം രാവിലെ 4:30 ക്ലാസ്സിന് എടുക്കണം. കുളിച്ച് ശുദ്ധമായി വീഡിയോയും ഒക്കെ ഓൺ ചെയ്തിട്ട് ഇരിക്കാൻ പാടുള്ളൂ. 4:30 ക്ലാസ് തുടങ്ങും. അതൊക്കെ നല്ല ചിട്ടയായിട്ട് തന്നെ കൊണ്ടുപോകുന്നു. കാരണം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ ചെയ്യുന്നതിന് ഭയങ്കര പവറുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് തോന്നുള്ളൂ. പിന്നെ എല്ലാവരും എന്താ, കിടന്നുറങ്ങണം തോന്നും. ഒരു 2 മണി വരെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കും. രാവിലെ 10 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഇതൊക്കെയാണ് മനുഷ്യൻ ഇന്നത്തെ കാണിക്കുന്നത്, ഇന്നത്തെ തലമുറയ്ക്ക്. പക്ഷേ എത്രയോ പുതുതലമുറ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. കാരണം മറ്റുള്ളവരുടെ ആ ഗുണം കാണുമ്പോൾ, കാരണം ഇത് ശാരീരികം, മാനസികം, ദാമ്പത്യം, സാമ്പത്തികം 4ലും വ്യത്യാസം വരികയാണ്. അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് വഴിയാണ് ഈ പരബ്രഹ്മ തത്വത്തിൻ്റെ ചികിത്സാ വിധിയാണ് അവിടെ നടക്കുന്നത്. അതാണ് SMS മെഡിറ്റേഷൻ നടക്കുന്നത്. അദ്ദേഹം തസ്മൈ ഗുരുജിയാണ്. കോടി പ്രണാമം. തസ്മൈ ഗുരുജിയും ഗുരുമയും ഉണ്ട്. അദ്ദേഹം വിവാഹിതനാണ്, 2 കുട്ടികളുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ബ്രഹ്മജ്ഞാനം നേടിയ ആളാണ്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് ആ ഒരു അകൽച്ച നമുക്കില്ല. നമ്മളിൽ ഒന്നായിട്ട് തന്നെ ഇരുന്നാണ് പറഞ്ഞു തരുന്നത്. അമ്മ തുടക്കത്തിൽ പറഞ്ഞു അമ്മയ്ക്ക് ഈ സ്പിരിച്വൽ ബേസ് കിട്ടിയത് അച്ഛനിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ ബേസ് അമ്മ ഈ പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ, ഹോമിയോപ്പതി കൺസൾട്ടൻ്റായിട്ട് വന്നപ്പം അത് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് അമ്മേ? അതായത് ഓരോ പേഷ്യൻസ് വരുമ്പോഴും എനിക്ക് എൻ്റെ മക്കൾ തന്നെയാണ്. എനിക്ക് വേറെ വ്യത്യാസമില്ല. ഇപ്പോൾ ചിലർ ചോദിക്കും നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും സാധാരണ ഡോക്ടേഴ്സ് അവനവൻ്റെ മക്കളെ ചികിത്സിക്കാറില്ല, വേറെ എങ്കിലും വിടും എന്ന് പറയും. ഞാൻ പറയും എനിക്കെന്ത് വ്യത്യാസമില്ലല്ലോ. എൻ്റെ മക്കൾ ഇനി വരുന്നത് എൻ്റെ മക്കൾ, ഇതും എൻ്റെ മക്കൾ. നമ്മളൊരു ആ ഒരു മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ പ്രത്യേകിച്ചും എനിക്കെൻ്റെ ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ എനിക്ക് വിജയിക്കാൻ പറ്റിയത് കൂടുതലായിട്ടും ഇൻഫെർട്ടിലിറ്റിയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർ. ഞാൻ ഗൈനക്കോളജിയാണ് എൻ്റെ സബ്ജക്റ്റ്. അതിൻ്റെ HOD ആയിട്ടാണ് എത്രയോ വർഷങ്ങൾ ഇരുന്നത്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഗൈനക്കോളജി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അത് കൂടുതൽ അതിനകത്ത് താല്പര്യം ഉള്ളതാണ്. അപ്പോൾ അവർ വരുമ്പോൾ ആർക്ക് എന്ത് മെഡിസിനും എന്ത് നമ്മൾ കൊടുക്കുമ്പോഴും ഭഗവാൻ നാരായണ
അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. കാരണം പരബ്രഹ്മത്തിന് സകലം സമർപ്പിച്ചേ ഇനി എൻ്റെ കഴിവല്ല, നോട്ട് ഓൺ മൈ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ് എവറിത്തിങ് ഹാപ്പൻസ്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ഇപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റിയിൽ കുറേ കേസിന് കൊടുക്കാൻ പറ്റി, ഗുണം ചെയ്യാൻ പറ്റി. അതിലൊരു ഫാമിലി വന്നത് 5 പെൺകുട്ടികളാണ്. ആ 5 പെൺകുട്ടികളിൽ 5ാമത്തെ കുട്ടിയാണ് എൻ്റെ അടുത്ത് വരുന്ന പെൺകുട്ടി. അത് വിവാഹം കഴിച്ചിട്ട് 2-3 വർഷമായി. ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും മക്കളില്ല, ഈ 5 പേർക്കും മക്കളില്ല. അങ്ങനെ ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നു, 5ാമത്തെ കുട്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു 6 മാസം വെയിറ്റ് ചെയ്യണം, എന്നാലും നമുക്ക് പറ്റുള്ളൂ ട്രീറ്റ്മെൻറ്റ്. അപ്പം ഞാൻ വെറൂട്ട്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ലൈഫ് സ്റ്റൈൽ കോച്ച് കൂടെയാണ്. അതായത് സപ്ലിമെൻറ്റ്സ് നമുക്ക് വേണ്ടി വരും. കാരണം വേണ്ട പോഷകങ്ങൾ, വൈറ്റമിൻസ്, മിനറൽസ് സാധാരണ ഫുഡിൽ കൂടി നമുക്ക് കിട്ടാറില്ല പലർക്കും. പിന്നെ ലേഡീസ് പ്രത്യേകിച്ചും എന്തോ ആണോ കിട്ടുന്നത് അത് വെച്ച് നമ്മൾ വിശപ്പെടണം, സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതല്ലാതെ വേണ്ട ബാലൻസ് ഡയറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പലതും സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അവസ്ഥയുണ്ട്. കാരണം ഈ ഇൻഫെർട്ടിലിറ്റിക്ക് മെയിൻ കേസും അതൊക്കെ തന്നെയാണ്. വേണ്ട രീതിയിലുള്ള പോഷക ഗുണങ്ങൾ ഇല്ല എന്ന് പറയുമ്പോഴാണ് പുരുഷന്മാരിലെ വന്ധ്യതയും സ്ത്രീകൾക്ക് വരുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ 2 പേരും പുരുഷനെയും സ്ത്രീയും ഒരുമിച്ചെടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നത്, ദമ്പതികൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് പറയുമ്പോൾ അത് കൊടുത്ത് ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്ത് എൻ്റെ കൗൺസിലിംഗ് കൊടുത്ത് അവരോട് ഞാൻ പറയും, നിങ്ങൾ 2 പേരും എനിക്ക് കുഞ്ഞിനെ എൻ്റെ മടിയിൽ കിടക്കുന്ന 2 പേരും കാണുക, 2 പേരും അതിന് ഭഗവാനോട് നന്ദി പറയുക, നമ്മൾ കളിപ്പിക്കുന്നു, ചിരിക്കുന്നു, ആ കുഞ്ഞിനോട് ഇങ്ങനെയുള്ള ഈ ഒരു പ്രൊസീജിയറെല്ലാം മാനസികമായി കൂടെ അവരെ തയ്യാറെടുപ്പിക്കുന്നുണ്ടാവും. കാരണം നമ്മുടെ കുഞ്ഞിനെ മടി കിടക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, ഇത് ഞങ്ങൾ 2 പേരും ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് കാണണം എന്ന് തന്നെ ഞാൻ പ്രത്യേകിച്ച് പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അത് കിട്ടി. കാരണം ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ലോ ഓഫ് അട്രാക്ഷൻ വരികയാണ് അതിലൂടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കത് സാധിച്ചെടുക്കുന്നു. അപ്പോൾ ഒരു ഈ വേറൂട്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഡ്രോപ്പ് സലൈവെന്ന് ജിനോം തെറാപ്പി പറയാം, ഒരു ഡ്രോപ്പ് സലൈവെന്ന് ഭാവി വരാൻ പോകുന്ന രോഗങ്ങളെല്ലാം മുൻകൂട്ടി തിരിച്ചറിയാമെന്ന് പറയുന്നൊരു സംവിധാനമാണ്. അതെനിക്ക് വേറൂട്ട്സിനോട് ഒത്തിരി അടുപ്പം വന്നത്. അപ്പോൾ വേറൂട്ട്സിനോട് നമ്മൾ അതാണ് വന്നത്. അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന രോഗങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, ഏതൊക്കെ എല്ലാ മരുന്നുകളും എല്ലാവർക്കും സൂട്ടബിൾ അല്ല, ഏതൊക്കെ മരുന്നുകൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും, ഏതൊക്കെ മരുന്നാണ് നിങ്ങൾക്ക് ദോഷം ചെയ്യുക, ഒരു ഡ്രോപ്പ് സലൈവയിൽ നിന്നാണ് ഇത് മുഴുവൻ കിട്ടുന്നത്. അങ്ങനെയുള്ള ആ ഒരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ സപ്ലിമെൻറ്റ്സ് എല്ലാം കൊടുത്ത്, അപ്പോൾ ഈ കുട്ടി, ഈ 5ാമത്തെ പെൺകുട്ടി ഒരു 3 മാസം കഴിഞ്ഞു. അത് ഞങ്ങൾ ഔട്ട് ഓഫ് ഇന്ത്യയിലേക്ക് പോവുകയാണ്, ഹസ്ബൻഡ് അവിടെയാണ്, അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു ശരി പോയിക്കോളൂ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഞാൻ പ്രഗ്നൻ്റായി മാഡം, ഞാൻ പ്രഗ്നൻ്റാണിപ്പോൾ ഇതാണെന്ന് പറഞ്ഞു. ഞാൻ സന്തോഷം. പിന്നെ ഒരു 10 മാസം കഴിഞ്ഞു, ആ കുട്ടി പ്രസവിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ട്വിൻസാണ്. എനിക്ക് ഭയങ്കര ഹാപ്പി. എന്താണ് മാഡത്തിന് കൊണ്ട് തരേണ്ടത്? ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ആ 2 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നൊന്ന് കാണിക്കുക, അത് മാത്രം മതി, സന്തോഷമായിരിക്കുക എല്ലായിടത്തും. നമുക്ക് അതൊക്കെയെന്ന് പറയുമ്പോൾ പ്രപഞ്ചനാഥന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അത് എൻ്റെ കഴിവല്ല, അവർക്കത് യോഗമുണ്ട്, അവർക്കത് വിധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിലൂടെ ഭഗവാൻ അത് നടത്തി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ അതിനകത്ത്. എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റിലും എല്ലാ പേഷ്യൻസിനെയും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇത് എൻ്റെ കഴിവൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്നിലൂടെ നടത്തുന്നു, അത്രയേ ഉള്ളൂ. അമ്മ, എന്താണ് പ്രാണശക്തി? ഈ പ്രാണിക് ഹീലിങ്ങും പ്രാണശക്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. പ്രാണശക്തി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ ബേസ് തന്നെയാണ് നിൽക്കുന്നത്. കാരണം പ്രാണശക്തി തന്നെയാണ് ജീവശക്തി, നമുക്കുള്ള വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന എനർജിയും എല്ലാം അത് തന്നെയാണ്. ആത്മശക്തി അത് തന്നെയാണ്. അതുള്ളത് കൊണ്ടാണ് നമ്മൾ ശിവമായിരിക്കുന്നത്. അതില്ലെങ്കിൽ പിന്നെ ശവമാണ്. നമ്മൾ ആ ശിവം എന്ന് എഴുതിയതിൻ്റെ ആ വള്ളി കളഞ്ഞു കഴിഞ്ഞാൽ ശവമായി. കാരണം പിന്നെ നമുക്കില്ല. നമുക്ക് അപ്പോഴും കണ്ണുണ്ടോ? ഉണ്ട്. ചെവിയുണ്ടോ? മൂക്കുണ്ടോ? പക്ഷെ ഇതൊന്നും അറിയാത്തൊരവസ്ഥയാണ് ശവമായിട്ട് കിടക്കുമ്പോൾ. ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ജീവിതത്തിൽ എന്താണ് നമുക്ക് കാണാനും കേൾക്കാനും ഇന്ദ്രിയങ്ങൾ എല്ലാം വർക്ക് ചെയ്തെങ്കിൽ, എല്ലാം പ്രവർത്തിക്കണമെങ്കിൽ ഈ ജീവശക്തി തന്നെയാണ് അകത്ത് വേണ്ടത്. ആ ജീവാത്മാവ് തന്നെയാണ്, പരമാത്മാവിൻ്റെ ഒരു കണിക തന്നെയാണത്. അത് കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക്. പക്ഷേ നമ്മുടെ കർമ്മദോഷങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ കൊണ്ട് നമ്മളിതിനെ മലിനപ്പെടുത്തുകയാണ്, അതിൻ്റെ സംശുദ്ധത നശിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ കയറിക്കിടന്ന് നമ്മളെ അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടന്ന് പ്രശ്നങ്ങളുണ്ടാക്കി ഓരോ ചക്രാസിലും പ്രശ്നങ്ങളുണ്ടാക്കും.
ഷഡാധാര ചക്രം ഉണ്ടല്ലോ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രാര, ഇങ്ങനെ വരുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ നെഗറ്റിവിറ്റി വന്ന് കിടക്കുമ്പോഴാണ് എല്ലാ മനുഷ്യനും പ്രശ്നങ്ങളും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഈ ഹോമിയോപ്പതിയുടെ ബേസും അതൊക്കെ തന്നെയാണ്. വൈറ്റൽ ഫോഴ്സിൻ്റെ ആ ഡീവിയേഷൻ ഫ്രം ദ നോർമൽ പൊസിഷൻ, ഇറ്റ് ഈസ് ദ റൂട്ട് കോസ് ഫോർ ഓൾ ദി ഡിസീസ് എന്നാണ്. അപ്പോൾ ഇവിടെ വരുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഈ പ്രാണിക് ഹീലിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയും നമ്മുടെ മുന്നിലിരുത്തി അവരുടെ ഓരോ ചക്രാസിലെയും നെഗറ്റിവിറ്റി നമ്മൾ ആ ഒരു പവർ കൊണ്ടെടുത്ത് ഉപ്പ് വെള്ളം നിറച്ച ഒരു പാത്രത്തിലേക്ക് അത് വിടുന്നു എന്നുള്ളതാണ്. ഉപ്പ് ഇരിക്കുന്ന പാത്രത്തിലാകുമ്പോൾ നെഗറ്റിവിറ്റി മുഴുവൻ അതിലേക്ക് ലയിച്ച് പൊക്കോളും എന്നൊരു കൺസെപ്റ്റിലാണ്. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യവും അത് ഓരോ രീതിയിലുണ്ട്. നമ്മുടെ പല പല ലെവലിൽ ബോഡിക്ക് നമ്മൾ ക്ലീനിങ് ചെയ്യും ഓരോ ചക്രാസിനും. ഒന്ന് ഇയർ ലെവൽ വരും, പിന്നെ ഒന്ന് ഷോർട്ട് ലെവൽ വരും, പിന്നെ ഇങ്ങനെ കൺ ലെവൽ വരും, അങ്ങനെ ഓരോ ലെവലിലും ഉണ്ട്. അങ്ങനെ ഓരോ ലെവലിലും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴാണ് ആ വ്യക്തി ക്ലീനായി വരുന്നത്. ആ വരുന്ന ചക്രം ക്ലീൻ ചെയ്യുന്നത്, ഓരോ ചക്രാസ് ക്ലീൻ ചെയ്യുമ്പോഴാണ് പതുക്കെ പതുക്കെ മുകളിലോട്ട് നമുക്ക് ആ ഒരു എല്ലാം വർക്ക് ചെയ്യാനൊരു സാധ്യത നമ്മളവിടെ കൊടുക്കുകയാണ്. കാരണം ഇപ്പം മൂലാധാര ചക്രം പ്രശ്നങ്ങളാണെങ്കിൽ അയാൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, അയാൾക്ക് ജോലി സ്ഥിരത ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും നമ്മൾ മുമ്പിൽ വരുന്നത്. പക്ഷേ ഇത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ആ മൂലാധാര ചക്രത്തിൽ, കാരണം ഈ വരുന്ന ഓരോ നെഗറ്റിവിറ്റും ഓരോ കൊളുത്തായിട്ട് ഈ ചക്രാസിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. അത് പോവില്ല, സാധാരണഗതിയിലൊന്നും പോകത്തില്ല. നമ്മൾ അതേപോലെ നല്ല ശക്തിയായിട്ട് ആ ഒരു അതിനെ ശുദ്ധീകരിക്കേണ്ട പ്രക്രിയകൾ എടുത്ത് അതിനെ ചിലപ്പോൾ ഒരു ദിവസമൊന്നും പോരാ, ഒരു 2-3 ആഴ്ചകൾ ചെയ്യുന്ന കേസുകളുണ്ട്. ചിലത് എളുപ്പമായിരിക്കും. പക്ഷെ അത് നമുക്കറിയാം, നമ്മുടെ ഈ കയ്യിൽ ഓറ വെച്ച് നോക്കിയാൽ അവർക്ക് എവിടെയൊക്കെയാണ് ആ ദോഷങ്ങൾ കിടക്കാൻ. ഓറ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഒരു പ്രഭാവലയമാണ്, നമ്മുടെ ശരീരത്തിന് ചുറ്റും. ഞാൻ ഓരോരുത്തരെ കാണുമ്പോൾ എനിക്ക് ആ ഓറയാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇത് ഇവരുടെ ഈ പുതിയ രൂപമോ പുറത്തെ രൂപമോ അവരുടെ പേരോ ഇതൊന്നും അല്ല എന്നെ ബാധിക്കുന്നത്. അവരുടെ ആ ഉള്ളിലിരിക്കുന്ന ആത്മാവ് മാത്രം, ആ സോള് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ അവരുടെ ആ ഓറ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഓറ അനുസരിച്ച് എവിടെയൊക്കെയാണോ ആ ഓറ വളരെ ഇടുങ്ങിയിരിക്കുന്നത്, കുഴപ്പമായിട്ടിരിക്കുന്നത്, അത് നല്ല ശുദ്ധമായാണ് ഈ വികസിച്ചിരിക്കുന്നുണ്ടാവും ഓറ. അല്ല രോഗാവസ്ഥയോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് വളരെ അടുത്തോട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി കൂടുതലായി ഇതാകും. നമുക്ക് ഡിസ്റ്റൻറ്റ് ഹീലിംഗും ഉണ്ട് കേട്ടോ. ദൂരെ ഇരുന്നും നമുക്ക് ചെയ്യാം, അതൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ആളുടെ നമ്മുടെ മുമ്പിൽ ഇരുന്നും ചെയ്യാം, ദൂരെ ഇരുന്നും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് പ്രാണശുദ്ധീകരണമാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതാണ് പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത്. പ്രാണനെ തന്നെ, പ്രാണശക്തി, ജീവശക്തി അല്ലെങ്കിൽ ആ ഒരു ആത്മശക്തി നമ്മൾ കൂടുതൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രാണിക് ഹീലിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ. തുടക്കത്തിൽ ആക്സസ് ബാർ തെറാപ്പി എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആക്സസ് ബാർ തെറാപ്പി എന്ന് പറയാം? അത് ഔട്ട് ഓഫ് ഇന്ത്യയിലാണ്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു തെറാപ്പിയാണ്. US-ലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ബേസായിട്ട് നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ഇവിടെ കേരളത്തിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷമായിട്ടുള്ളൂ. പക്ഷെ അത് പഠിച്ചു കഴിയുമ്പോഴാണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത നമ്മളറിയുന്നത്. നമ്മുടെ ജന്മജന്മാന്തര ശാപ പാപ ദോഷ ദുരിതങ്ങളെല്ലാം ഈ ഒരു ക്രിയയിൽ കൂടെ മാറുകയാണ്. കാരണം നമ്മൾ എനർജി സ്വീകരിക്കുകയാണ്. നമ്മുടെ പരമാത്മ ചൈതന്യത്തോട് പറയുന്നു പ്ലീസ് കം എന്ന് പറയുന്നത്. നമ്മുടെ കൈകളിലേക്ക് ഇത് ആവാഹിച്ച് ഒരാൾ കിടക്കുന്ന, നമ്മുടെ ആ ഒരു പേഷ്യൻ്റ് ആയിരിക്കുമല്ലോ കിടക്കുന്നത്, അവരുടെ ശിരസ് മുതൽ, ശിരസിൽ മാത്രമാണ് 32 പോയിൻറ്റ്സാണ്. ആ ഓരോ പോയിൻറ്റ്സിലും നമ്മൾ ഓരോ കമാൻഡ്സാണ് പറയുന്നത്. ഓരോ കമാൻഡ്സ് വ്യത്യസ്തമായിട്ട് വരുമ്പോൾ അതിനകത്ത് 32 ലെവലിലും അവർക്ക് മെച്ചം കിട്ടുന്നുള്ളതാണ്. ഈ ഒരാൾക്ക് നമ്മളിവിടെ ചെയ്യുമ്പോൾ ചുറ്റുമുള്ള 35,000 പേർക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്നുള്ളതാണ് വേറെ മെച്ചം. കാരണം അതൊരു വളരെ എനിക്ക് ആകർഷിക്കപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഒത്തിരി ഇഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ഡൈവോഴ്സ് പോലും പലരുടെയും മാറിപ്പോയി ഇത് ചെയ്തിട്ട്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ആ തോട്ട്ഫുൾ പ്രോസസ്സ്, അവരുടെ തിങ്കിങ് പ്രോസസ്സ് എല്ലാം അങ്ങ് മാറുകയാണ്. കാരണം ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റിവിറ്റി മുഴുവൻ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ചില പിള്ളേർ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള പിള്ളേരൊക്കെ, കാരണം നമുക്കിങ്ങനെ ഓട്ടിസമൊക്കെ വരുന്ന പിള്ളേർ, അവർക്ക് പോലും നല്ല വ്യത്യാസം കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് നമ്മൾക്ക് അവരുടേത് അളക്കാൻ പറ്റില്ല. ഓട്ടിസം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതാണ്. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പവർ, അവർക്ക് ഈശ്വര കാരുണ്യമുള്ളവരാണ്. പക്ഷെ നമ്മൾക്ക് അവരെ ഒന്ന് നോർമലാക്കി എടുക്കുന്നത് വെച്ചാൽ എല്ലാ അച്ഛനമ്മയും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്, അത് നോർമലായിട്ട് വരണം. അങ്ങനെ നമുക്ക് പക്ഷേ ഈ ആക്സസ് കാർഡ് ഇതുകൊണ്ട് നമുക്ക് അവരെയും മാറ്റിയെടുക്കാൻ ഒരു പരിധിവരെയും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ
ഈ പറയുന്ന വ്യക്തിയിൽ ഈ നമ്മളെടുക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ശക്തി നമ്മുടെ കൈകളിലൂടെ വന്ന് അവരുടെ തൈമസ് ഗ്ലാൻഡാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇവിടെയാണ്, തൈമസ് ഗ്ലാൻഡ്. ആ തൈമസ് ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ പ്രായം വരുമ്പം തൈമസ് ഗ്ലാൻഡ് അങ്ങ് ആവശ്യമില്ല. നമ്മുടെ ഒരു 15 വയസ്സൊക്കെ ആകുമ്പോൾ അതങ്ങ് പോകും. പക്ഷേ രണ്ടാമത് തന്നെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് തൈമസ് ഗ്ലാൻഡിനെ. അപ്പോൾ അങ്ങനെ അതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്ത് നമ്മളെ ഒരു നല്ല ഊർജ്ജസ്വലമായിക്കൊണ്ട് നമുക്ക് ഒത്തിരി മനസ്സിന് പ്രയാസം വന്നോ ഉടനെ ഒരു തൈമസ് എക്സസൈസ് ചെയ്താൽ മതി എന്ന് അവർ പറയുന്നത്. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോൾ ഇത് ഞാൻ ബ്യൂട്ടി ഗവാനിയ മാഡത്തിൻ്റെ അടുത്താണ് ഞാൻ ആദ്യം പഠിച്ചത്. പക്ഷേ ഇത് സ്പിരിച്വലായിട്ട് എന്നെ പഠിപ്പിച്ചു തന്നത് മീനാക്ഷി മൈത്രയാണ്. മീനാക്ഷി മൈത്രേ മാഡത്തിൻ്റെ അടുത്താണ് സ്പിരിച്വലായിട്ട് ഇതിൻ്റെ വ്യത്യാസം. കാരണം ഓരോരുത്തരും ഓരോ രീതിയിൽ അത് പഠിപ്പിക്കുന്നത്. കാരണം സ്പിരിച്വാലിറ്റിയാണ് അവർ. ഞാൻ ഈ മഹാത്മാ ശംബാൽ എന്നെ പഠിപ്പിച്ച ആ മാഡത്തിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ഇതും പഠിക്കും. കാരണം 3 പേരടുത്ത് പഠിക്കണമല്ലോ, എന്നാലേ എനിക്ക് ഫെസിലിറ്റേറ്റർ ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഹീലറേ ആവാൻ പറ്റുള്ളൂ. അങ്ങനെ ഫെസിലിറ്റേറ്റർ മറ്റൊരാളെ പഠിപ്പിച്ച് കൊടുത്ത് നമുക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവാൻ പറ്റിയത് ഈ സ്പിരിച്വാലിറ്റി കൂടെ അതിനകത്ത് വന്നപ്പോഴാണ് എനിക്കത് ഭയങ്കരമായിട്ട് താല്പര്യം വന്നത്. കാരണം ഇതൊക്കെ ചെയ്താൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ആ നെഗറ്റിവിറ്റി നമുക്ക് അടിക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. അത് പ്രാണിക് ഹീലിങ്ങിനും നമ്മൾ അപ്പം അതിൻ്റെ തമ്മിലുള്ള റൂട്ട് കട്ട് ചെയ്യണമെന്ന് പറയും ഈ ഹീൽ ചെയ്യുന്ന ആൾ. കാരണം അവർക്ക് മാറ്റാൻ നമുക്ക് അവകാശമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ കർമ്മഫലം കൊണ്ട് അവർ ജനിക്കുന്നത് പരബ്രഹ്മത്തിൻ്റെ ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ നമ്മളവരെ ഹീൽ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് ആർക്കെങ്കിലും ഒരാളിലേക്ക് ഇത് പോയേ പറ്റുള്ളൂ. അപ്പോൾ ആ നെഗറ്റിവിറ്റി നമ്മളിലേക്കാണ് വരിക. അപ്പോൾ ഇതിനകത്തും ഈ ആക്സസ് ബാറിലും ആദ്യം തന്നെ ചെയ്യുന്നതിന് മുമ്പ് മീനാക്ഷി മാഡമാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്, ഇതിനകത്ത് നിങ്ങൾക്ക് ബാധിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഇട്ടിട്ടേ ഇത് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത്. അതാണ് ആ സ്പിരിച്വാലിറ്റിയുടെ വ്യത്യാസം വരുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കിതൊന്നും ബാധിക്കാതിരിക്കുന്നത്. അല്ലാതെ എത്രയോ പേർക്ക് തിരിച്ച് കർമ്മം അടിച്ച് കടന്നു പോയവരൊക്കെ എനിക്കറിയാം ആക്സസ് ബാർ ചെയ്തിട്ട്. പക്ഷേ ദൈവത്തിൻ്റെ കാരണം കൊണ്ട് നമ്മൾ ഭഗവാൻ സമർപ്പിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിതുവരെ ആ പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല അങ്ങനെ ചെയ്യുമ്പോൾ. എന്തായാലും ഈ ആക്സസ് ബാർ എന്ന് പറയുമ്പോൾ അവരുടെ ആ ഓരോ DNA പോലും ആ ചേഞ്ചസ് വരികയാണ്, അത് മാറ്റിയെടുക്കുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ സ്കൂൾ ഓഫ് തേർഡ് ഐയിൽ ഞാൻ 2 സ്റ്റെപ്പ് വരെ പോയായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. തേർഡ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ വരുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഏത് പഠിച്ചിട്ടാണ് ഭഗവാനിലേക്ക് എനിക്ക് ഇനിയും പഠിക്കണം എന്നുള്ള തോന്നൽ കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റേഷൻ അതെങ്ങനെയാണ് ആക്ടിവേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ അതങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് മഹാത്മാ ശംബാലയുടെ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളാണ് മീനാക്ഷി മൈത്രയുടെ. ഞാൻ ഒരു 2 വർഷത്തോളം മാഡത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മൾ അനിമൽ ടോട്ടത്തിൻ്റെ പറഞ്ഞു, പിന്നെ പ്ലാറ്റിനം റേ പറഞ്ഞു, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു മുദ്രാ തെറാപ്പിയുടെ വരുന്നുണ്ട്. നമ്മൾ ഓരോ മുദ്രകളും പിടിച്ചു. പക്ഷേ ഞാൻ 2-3 പേർക്ക് പറഞ്ഞോളൂ, എല്ലാവർക്കും അത് റിസൾട്ടാണ് കേട്ടോ. നമ്മൾ വലിയ കാര്യമൊന്നുമില്ല, ചിലത് 10 മിനിറ്റേ ചെയ്യാവുള്ളൂ, ചിലത് 5 മിനിറ്റേ ചെയ്യാവുള്ളൂ, അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. നമ്മളൊരു അറിയുന്ന ഒരാളുടെ ഡയറക്ഷനിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചടിയും വരും, അതിൻ്റെ ദോഷം വരും. അപ്പോൾ അങ്ങനെ തടി കുറയ്ക്കാനുണ്ട്, തടി കൂട്ടാനുണ്ട്, ഇതെല്ലാം മുദ്രകളിൽ കൂടിയുള്ള കാര്യങ്ങൾ. വേറെ നമുക്ക് TV കാണോ എന്തെങ്കിലും ചെയ്യുമ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കാം, നമുക്കിത് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയുള്ള മുദ്രാ തെറാപ്പികളുണ്ട്. പിന്നെ മണി റേക്കിയുണ്ട്. പണത്തിന് ബുദ്ധിമുട്ടുകൾ വരുന്നവർക്ക് മണി റേക്കി ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ റേക്കി പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ മാധവാചാര്യർ കുളപ്പനക്കുന്ന് നടത്തുന്നുണ്ട്, അത് ഗുരുജിയെ പോയി കണ്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഇതൊക്കെ ഉണർന്നു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചു തന്നു. അപ്പോൾ സമാധിയിൽ കിടക്കുന്ന ആളെ പോലും എനിക്ക് കാണിച്ചു തന്നു, അകത്ത് ഇതായിട്ട് കിടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാരണം ഈ ഓരോരുത്തടത്തും പോയി ഇതൊക്കെ അറിയാന്നുള്ളൊരു ക്രേസ്. കാരണം പ്രപഞ്ചത്തിൻ്റെ എന്താണെന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അങ്ങനെയുള്ള ആ ഒരു പിന്നെ എൻ്റെ മോളാണെങ്കിൽ, പക്ഷേ മൂത്ത മോളാണ് ഇതിനൊക്കെ ഉള്ള, അവൾ ഇതെല്ലാം ആ റേസിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തന്നെ അവളായിട്ട് ഞാനൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്ക് ഒരു ശ്രീഭൂതബലി എഴുന്നേറ്റ് വരുമ്പം ദേവിയുടെ കണ്ണെന്ന് ശിവൻ്റെ ക്ഷേത്രത്തിൽ റൈസ് പോകുന്ന എല്ലാം അവളിങ്ങനെ കാണുന്നുണ്ട്. അങ്ങനത്തെ പവറുള്ള കുട്ടിയാണ്. അപ്പോൾ അവൾ പിന്നെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ SMS മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ എനിക്കും ആ ഫീലിംഗ് ഇപ്പോൾ കിട്ടാൻ തുടങ്ങി ആ രീതിയിൽ. കാരണം പലതും നമ്മൾ എന്താ പറയുക, വൈറ്റ് ഓബ്ജക്ട്സ് ഒക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാം, പാസ് ചെയ്ത് പോകുന്നതും അവർ തമ്മിൽ നടക്കുന്ന കാര്യങ്ങളും. പിന്നെ ചില മേഘങ്ങളുടെ ഇടയിൽ കൂടി ഓരോ സ്ഥലത്തു നിന്നും വന്നിട്ട് ഓരോ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന പോലെ മേഘങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി കളിക്കുക, പല കളറിൽ വരിക. ഇതൊക്കെ നമ്മൾ മുകളിലിരിക്കുമ്പോൾ ആസ്വദിച്ചിരിക്കുക. അപ്പം ഗുരുജിയോട് നമുക്ക് വിചാരിക്കും ആസ്വദിച്ചോളൂ എന്നാണ് ഗുരുജി പറയുന്നത്. അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ്. അങ്ങനെ SMS മെഡിറ്റേഷനിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം
നമുക്ക് ഓരോ ചവിട്ടുപടികളാണ്, ഓരോന്ന് പുതുതായിട്ട് നമ്മൾ തിരിച്ചറിയലാണ്. അപ്പോൾ ഏഞ്ചൽ ഹീലിംഗ് ഞാൻ പഠിച്ചായിരുന്നു. ഏഞ്ചൽസിനെ വിളിച്ചിട്ട്, ആർക്കേഞ്ചൽസ് ഭയങ്കര സംഭവം കേട്ടോ. അത് കുറച്ച് എന്താ പറയുക, ക്രിസ്ത്യൻ ഇതും കൂടെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഏഞ്ചൽസ് അവരുടെ ആണല്ലോ. എങ്കിൽ പോലും അതിനകത്ത് ആർക്കേഞ്ചൽസിനെ വിളിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഏഞ്ചൽസ് റെഡിയായി നിൽക്കുക. നമുക്ക് പ്രൊട്ടക്റ്റീവ് ഏഞ്ചൽസ് ഉണ്ട് 2 പേര്. നമുക്ക് എന്താവശ്യമുണ്ട് നമ്മളൊന്ന് വിളിച്ചാൽ മതി, അവർ റെഡിയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെയുള്ള ആ ഏഞ്ചൽ ഹീലിംഗ് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളൂ. എന്നാലും ഇതൊന്നും അല്ല കേട്ടോ. ഒന്നും എനിക്കറിഞ്ഞുകൂടാ, ഈ പ്രപഞ്ചത്തിന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇനി ഒരു ജന്മം കൊണ്ടുപോലും ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇതൊന്നും ആരും കണ്ടുപിടിക്കുന്നതല്ല, കണ്ടെത്തുകയാണ്. ഓരോരുത്തരും ഞാനിത് കണ്ടുപിടിച്ചു, പക്ഷെ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നത് കണ്ടെത്തുകയാണ്. മനുഷ്യൻ അപ്പോഴേ അത് തിരിച്ചറിയുന്നുള്ളൂ. നമ്മുടെ ഡയമെൻഷനിൽ നമുക്ക് എത്താൻ പറ്റുന്നത് എത്രത്തോളമാണ് എനിക്കറിഞ്ഞുകൂടാ. ഓരോ ഡയമെൻഷനിലും കയറി നമ്മൾ അഷ്ടസിദ്ധികൾ നേടുക എന്ന് പറയുന്നുണ്ട്. അണിമാൽ, ഗരിമ, ലഹിമ, അങ്ങനെയുള്ള കാര്യം, മഹിമ, ഈ പറയുന്ന പ്രാപ്തി, അങ്ങനെ പറയുന്നതും പിന്നെ വശിത്വം, ഈശത്വം, ഇങ്ങനെ പറയുന്ന എല്ലാം അഷ്ടസിദ്ധികൾ നേടുന്നത്. പക്ഷേ ഗുരുജി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അഷ്ടസിദ്ധികൾ നിങ്ങളിലാണ്. പക്ഷേ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് അത് ഉപയോഗിച്ചാൽ ആ കഴിവുകൾ നിങ്ങളുടെ സ്വാർത്ഥത, എനിക്ക് കുറേ സ്വർണം വേണം, എനിക്ക് കുറേ പണം വേണം, അങ്ങനെ നിങ്ങൾ വിചാരിച്ച് പോയാൽ കംപ്ലീറ്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇത് സ്വാർത്ഥതയ്ക്കല്ല, നിസ്വാർത്ഥമായി പൂർണ്ണ സമർപ്പണത്തോടെ മാത്രം നിങ്ങളിരുന്നാൽ മതി. ബാക്കി ഭഗവാൻ നിങ്ങളുടെ കൂടെയാണ് എന്നാണ് പറയുന്നത്. ജിയുടെ വീട്ടിലേക്ക് കയറുമ്പോൾ കൃഷ്ണ എനർജിയുടെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്നറിയാൻ താല്പര്യമുണ്ട്. എനിക്കൊന്നും അറിയില്ല. കാരണം എൻ്റെ ഭഗവാനെ ഞാൻ, ഗുരുവായൂരപ്പനാണ് എൻ്റെ എല്ലാം. എൻ്റെ ഭഗവാനെ ഞാനെല്ലാം സമർപ്പിച്ചെന്നെങ്കിൽ, നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ. വേറെ ആരുമില്ല. നമ്മൾ ആരൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ഭഗവാൻ മാത്രമേ നമ്മുടെ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മുടെ ഓരോന്നിനും ഓരോ ലിമിറ്റുണ്ട്. ഓരോ ബന്ധങ്ങൾക്കും, മക്കളായിക്കോട്ടെ, ജീവിക്കാനുള്ള നമ്മുടെ ചുറ്റുപാടുള്ള ബന്ധുക്കളായിക്കോട്ടെ, അതിനൊക്കെ ലിമിറ്റുണ്ട്. പക്ഷേ ഭഗവാൻ ഒരു പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. ആരൊക്കെ ചെന്നാലും ഭഗവാൻ ഇതാ കൊടുക്കുന്നത്. ഭഗവാൻ പക്ഷെ അവിടെ തന്നെ ഉണ്ട്, എങ്ങും പോകുന്നില്ല. കാരണം രാസക്രീഡയിൽ ഓരോ ഗോപശ്രീയുടെ കൂടെ ഓരോ ഭഗവാനെ കണ്ടു എന്നാണ് പറയുന്നത്. അതേപോലെ ഓരോരുത്തടത്തും എൻ്റെ ഭഗവാൻ തന്നെ എൻ്റെ കൂടെ. ഞാൻ എല്ലാം ഭഗവാന് മാത്രം കൊടുക്കുന്നതാണ്. കാരണം വേറെ ആരും ഇല്ല. എൻ്റെ കൃഷ്ണനാണ് എൻ്റെ എല്ലാം. ഇവിടുത്തെ കാണുന്നില്ല, കൃഷ്ണനാണ് എല്ലായിടത്തും ഇരിക്കുന്നത്. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രമിപ്പിക്കുന്ന ഭഗവാൻ. നമ്മളെ ഏത് ഭാവത്തിലാണ് വിളിക്കേണ്ടത്? എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ ഭഗവാൻ എൻ്റെ സർവ്വം എന്നുള്ള രീതിയിലാണ്. ഞാൻ വൃന്ദാവനത്തിൽ പോകാൻ ഭാഗ്യമുണ്ടായി. മോക്ഷ ടീമിൻ്റെ കൂടെ, മോചിത മാഡത്തിൻ്റെ കൂടെ പോയത്. ആ മാഡം നല്ല നോളജുള്ള രീതിയാണ്. ആ മാഡം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വിശ്വാസമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസാണ്. നമ്മൾ അനുഭവിക്കുകയാണ് കൃഷ്ണനെ. രാധേ 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 അതേ അവിടെ കേൾക്കാനുള്ളൂ. ഒരു ഓട്ടോറിക്ഷ പോകണമെങ്കിൽ രാധേ രാധേ എന്ന് പറയും. ആൾക്കാർ മാറണമെങ്കിൽ ഓട്ടോക്കാരൻ പറയും രാധേ രാധേ. ആരെങ്കിലും ഫോൺ എടുത്താൽ പറയും രാധേ രാധേ, ഹലോ പറയില്ല, രാധേ രാധേ. അതൊരു പശുക്കളൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുക, ഒരു കെട്ടില്ല, ഒന്നിനും ഇല്ല. അവരോട് മാറാൻ പറ്റില്ല, അവരെ പുറത്ത് കെട്ടി രാധേ രാധേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പതുക്കെ മാറി തരും. ഇങ്ങനത്തെ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് രാധ. അതുകൊണ്ട് ആ രാധാറാണിയെ നമ്മളവിടെ അറിയണമെങ്കിൽ ആ വൃന്ദാറാണി അനുവദിക്കണം അവിടെ പോകണമെങ്കിൽ. വൃന്ദാറാണി തുളസീദേവിയാണ്. ആ അമ്മയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ആ വൃന്ദാവനത്തിൽ ഒന്ന് കാലുകുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ കുംഭമേളയ്ക്ക് പോയപ്പോഴും എനിക്ക് അവിടെ പോകാൻ പറ്റിയെന്ന് ഭഗവാൻ ആ വിജയ ഏകാദശി ദിവസം എൻ്റെ കൃഷ്ണൻ എന്നെ അതിന് അനുവദിച്ചു. ഭഗവാന്റെ ആ മധുരയിൽ ജന്മസ്ഥലത്ത് ഒന്ന് പോകാനും വൃന്ദാവനത്തിൽ പോകാനും എൻ്റെ കൃഷ്ണൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ എനിക്ക് സാധിച്ചത്. കാരണം ഏകാദശി എല്ലാ ഏകാദശി വ്രതം എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആ ഭഗവാൻ വിളിക്കുന്നത് കാശി പോകണമെന്നും അയോധ്യ പോകണമെന്നും ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. എൻ്റെ കണ്ണൻ പറഞ്ഞു നീ ഇങ്ങ് വാ, ഭഗവാൻ അനുവദിച്ചാലേ അവിടെ പോകാൻ പറ്റുള്ളൂ എവിടെയായാലും. അപ്പോൾ ആ രാധാറാണി പറയുന്നത് അവിടെ തത്തകളുണ്ട്. തത്തകൾ നടക്കുമ്പോൾ ഈ തത്തകൾ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ വന്ന് അന്വേഷിച്ചിട്ട് അവിടെ ചെന്ന് വൃന്ദാറാണിയോട് പറയുന്നത് അവളിങ്ങനെ നടക്കുന്നുണ്ട്, അവൾക്ക് വലിയ ഭക്തിയൊന്നുമില്ല. കാരണം ഭക്തിയും ആത്മീയതയും രണ്ടാണ്. ഭക്തി എന്ന് പറയുമ്പോൾ നവവിധ ഭക്തിയുണ്ട്. ശ്രവണം, കീർത്തനം, പാദ നമസ്കാരം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും
നമ്മൾ കാട്ടിക്കൂട്ടലാണ് പലതും നടക്കുന്നത്. ഇപ്പോൾ അമ്പലത്തിൽ ഞാനിപ്പോൾ അമ്പലത്തിലൊക്കെ പോയല്ലോ, ഞാൻ വൈകുന്നേരം ഇപ്പം വന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വീട്ടിൽ വെള്ളം കുടിക്കുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ അതിനകത്തൊന്നും ഭക്തിക്കാത്തൊരു കാര്യങ്ങൾ വരുന്നില്ല. നമ്മളെല്ലാം കാട്ടിക്കൂട്ടലാണ്. ആത്മീയത എന്ന് പറയുന്നത് അതൊരു അനുഭവമാണ്, ഉള്ളിരിക്കുന്ന അനുഭവമാണ്. ആ അനുഭവമാണ് നമുക്ക് കിട്ടുന്നത് വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ. വൃന്ദാവനത്തിൽ കൃഷ്ണനല്ലാതെ രാധയല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാം രാധാമയം, കൃഷ്ണമയം. കാരണം നമ്മളുടെ മനസ്സാണ് കൃഷ്ണൻ, അതിലെ ആനന്ദമാണ് രാധ. മനസ്സിലെ ആനന്ദം നമുക്ക് എപ്പോഴെങ്കിലും മാറ്റി വെക്കാൻ പറ്റില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന ആനന്ദമാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അങ്ങനെ ആ കൃഷ്ണനെയും രാധയും അറിഞ്ഞ് ഭഗവാൻ എല്ലാം സമർപ്പിച്ച് എപ്പോഴും ഞാൻ ജപിക്കുന്ന ഒരു മന്ത്രമുണ്ട്. അത് രണ്ടുപേരും കൂട്ടിയാണ് മന്ത്രം ജപിക്കുന്നത്. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എന്ത് കൂട്ടാനരിയുമ്പോഴും കറി വെക്കുമ്പോഴും ഒക്കെ ഈ ജപം ഇങ്ങനെ നടക്കും. കാരണം അർജുനൻ കൃഷ്ണൻ്റെ മടിയിൽ കിടക്കുമ്പോൾ സുഭദ്ര അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സുഭദ്ര എവിടെ നീ കൃഷ്ണ 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 എന്നുള്ള മന്ത്രം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അർജുനൻ്റെ ഒരു മുടിയെടുത്ത് സുഭദ്രയുടെ ചെവിയുടെ അടുത്ത് വെച്ച് കൊടുക്കും കൃഷ്ണൻ, കേട്ടോ എന്ന് പറയും. അപ്പം ഈ മുടി പോലും കൃഷ്ണ 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 ഇങ്ങനെ പറയുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് നമുക്കും ആ ഭക്തിയും നാമജപവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കലികാലത്തിൽ ഭഗവാനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു പക്ഷേ ഇത് അവധൂജിയും ബാലുജിയും ഇങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ ഞാൻ എൻ്റെ പരമചൈതന്യത്തിനോട് കൂടി കൂടി പ്രണാമം പറയാൻ എൻ്റെ ഗുരുവായൂരപ്പൻ. ഭഗവാൻ അമ്മ ഇപ്പം ഈ ഇടയ്ക്ക് കുംഭമേളയ്ക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. 144 വർഷത്തിലൊരിക്കൽ വരുന്ന മഹാകുംഭമേള. അപ്പോൾ ആ കുംഭമേളയുടെ ഒരു പ്രാധാന്യവും അമ്മയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. സാധാരണ 12 വർഷം കൂടുമ്പോഴാണ് നടക്കുന്ന കുംഭമേള നടക്കുന്നത്. അത് അർദ്ധകുംഭമേള നടക്കുന്നുണ്ട് 6 വർഷം കൂടുമ്പോൾ. പക്ഷെ പ്രയാഗരാജിലാണ് 144 വർഷം കൂടി നടത്തുന്ന മഹാകുംഭമേള നടക്കുന്നത്. അത് വളരെ 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 എന്താ പറയണ്ടേ, പണ്ട് പാലാഴി മഥനം നടക്കുന്ന സമയത്ത് ആ കടഞ്ഞ് അവസാനം അമൃത് പൊങ്ങി വന്നു. ആ അമൃത് വന്നപ്പോൾ ദേവേന്ദ്രൻ്റെ മകൻ ജയന്തൻ ഇത് തട്ടിക്കൊണ്ടുപോയി. കാരണം അസുരന്മാരടിച്ചു മാറ്റുമോ എന്നുള്ള ഓവർ തിങ്കിങ് കൊണ്ട് അദ്ദേഹം അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ശുക്രാചാര്യർ അസുര ഗുരുവാണ്, കണ്ണുകൊണ്ട് കാണിച്ചത് അടിച്ചോണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അസുരന്മാർ പുറകെ പോയി. അങ്ങനെ ഇവർ തമ്മിലുള്ള മൽപ്പിടുത്തങ്ങൾ 12 ദിവസം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. 12 ദിവസം. അപ്പോൾ ആ 12 ദിവസം നീണ്ടു നിന്ന് ആ കാര്യങ്ങളിൽ ഇപ്പോൾ 2-3 സ്ഥലത്ത് ഇദ്ദേഹം ഇത് ഇറക്കി വെക്കേണ്ടി വന്നു. കുട ഇറക്കേണ്ടി, ഈ കലശം, അമൃത കലശം, അത് കുറച്ച് തുളുമ്പിയും പോയി പിടിവലിക്കൽ. അങ്ങനെ ഈ 4 സ്ഥലങ്ങളിലാണ് ഇത് തുളുമ്പി വീണത്. ആ പ്രയാഗരാജിലും. അപ്പോൾ ഈ ഗ്രഹനില അനുസരിച്ച്, വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗ്രഹനില അനുസരിച്ച് അവരൊത്തിരി വീക്കാവുന്ന ഒരു അവസരം കൂടിയാണ്. മാതാ പിതാ ഗുരു എന്ന് പറയുന്നത് ചന്ദ്രനും സൂര്യനും ഗുരുവും വ്യാഴവുമാണ്. അപ്പോൾ അവർ 3 പേരും വീക്കാവുമ്പോൾ അവർക്ക് വേണ്ടി ധൈര്യം കൊടുക്കാൻ, ശക്തി കൊടുക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയും കൂടെയാണ്. എല്ലാവരും അവിടെ ഒന്നിച്ച് പൂജ, ജപം, ധ്യാനം, വേദ അഭ്യാസം ഇത് മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. കാരണം ശിവരാത്രി പോലും അങ്ങനെയാണല്ലോ. മഹാദേവൻ ആ കാളുകൂടെ വിഷം കുടിച്ചപ്പം താഴോട്ട് വന്നില്ല, ഭഗവാൻ അത് നീലകണ്ഠനായി. അപ്പം ഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനാണ് നമ്മൾ അന്ന് ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുക. കാരണം ഉറക്കമൊഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരർത്ഥമുണ്ട്, ഉള്ളിലെ ഉറക്കം നീ കളയുക. അല്ലാതെ ഏതെങ്കിലും സിനിമാ തിയേറ്ററിൽ പോയി 4 സമയം ഫീലിംഗ് ഇത് കണ്ടിട്ട് വരുന്നതല്ല. ഉള്ളിലെ ഉറക്കം എടുത്ത് കളയുക, നീ ഉറക്കം നടിക്കുകയാണ്. അപ്പോൾ എല്ലാ മനുഷ്യനും ഇതൊരു മെസ്സേജാണ്. നിൻ്റെ ഉള്ളിലെ ഉറക്കം എടുത്ത് കളയുക, അതാണ് ഉറക്കം ഒഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുന്നവന് മാത്രമേ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ 144 വർഷം കൂടുമ്പോൾ എല്ലാ അഖാടകളിലും ആൾക്കാർ വരുന്നുണ്ട്. നഗ്നസന്യാസി വരുന്നുണ്ട്, നാഗസന്യാസിമാർ വരുന്നുണ്ട്. ഇവരൊക്കെ വരുന്നത് എന്തിനാണ്? നമ്മൾ ഗംഗാനദി നമ്മൾ ശുദ്ധമാക്കുമ്പോൾ ഗംഗാനദി അശുദ്ധമാവുകയാണ്. പക്ഷേ ഈ എത്രയോ വർഷങ്ങളായി തപസ് ചെയ്യുന്ന, മറ്റാരെയും ചിന്തിക്കാതെ ലോക നന്മയ്ക്ക് വേണ്ടി തപം ചെയ്യുന്ന ആ സന്യാസിമാരുടെ പോസിറ്റീവ് എനർജി അവർ വന്ന് ഈ ഗംഗയിൽ കുളിക്കുമ്പോൾ, ഈ ത്രിവേണി കുളിക്കുമ്പോൾ അത് ശുദ്ധമാവുകയാണ്. ഒത്തിരി പോസിറ്റീവ് എനർജി ആ നദികൾക്കും ആ ജലത്തിനും കിട്ടുകയാണ്. ജലത്തിൻ്റെ പോസിറ്റിവിറ്റി ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതിൻ്റെ ഓരോ കണികകളും അവരെയാണ് ആദ്യം കുളിക്കാൻ അനുവദിക്കുന്നത്. അതിനുശേഷമാണ് ജനങ്ങൾക്ക് അനുമതി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയി നമ്മൾ കുളിക്കുമ്പോൾ ആ അമൃത സ്നാനമായി അത് മാറുകയാണ്. ആ അമൃതം നമ്മൾക്ക് കിട്ടുകയാണ്. അപ്പം നമ്മളൊരു കഷ്ടപ്പാടിൽ നിൽക്കുമ്പോൾ നമ്മളെ വന്ന്
ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും നമ്മളെ പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്യുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ് പ്രപഞ്ചനാഥൻ. കാരണം ഈ മാതാപിതാ ഗുരു വീക്കായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ആ 4 5 മുഹൂർത്തങ്ങളായിരുന്നു. ലാസ്റ്റ് മുഹൂർത്തം ഇപ്പോൾ ഈ ശിവരാത്രിക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് പോകണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ പോവും, ആരുടെ പോവും എനിക്കൊരടിയില്ല. കാരണം ട്രെയിനിലൊന്നും പോകാനൊരു സാഹചര്യമില്ല. 10 ദിവസമൊക്കെ മാറി നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു ഗ്രൂപ്പ് തന്നു, ഇതിനകത്തൊന്ന് കയറി നോക്കി ചേച്ചിന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗ്രൂപ്പിൽ കയറിയപ്പോഴേക്ക് ഞാൻ അതിനകത്ത് ചോദിച്ചു, പ്രയാഗ്രാജ് മാത്രം മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു ചോദ്യം അതിനകത്തോട്ട് കോമൺ ആയിട്ട് ഇട്ടു. കാരണം എന്ന് പറഞ്ഞാൽ അയോധ്യ അവിടെ ഉണ്ട്, കാശി അവിടെ നമുക്ക് എപ്പോഴും പോകാം. പക്ഷേ ഈ മുഹൂർത്തം നമുക്ക് അപ്പോഴേ കിട്ടത്തുള്ളൂ. അത് ഫെബ്രുവരി 26 വരെ ഉള്ളൂ താനും. അങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു സുരേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്, എൻ്റെ വൈഫ് ബിജിയുണ്ട്, അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അവരുടെ ഏട്ടൻ്റെ വൈഫ് IB-യിൽ വർക്ക് ചെയ്യുന്ന ഡൽഹിയിലുള്ള അവരുടെ വൈഫുണ്ട്, അജിതയുണ്ട്, പിന്നെ എൻ്റെ ഏട്ടൻ്റെ വൈഫുണ്ട്, അവർ വരുന്നുണ്ട്, പ്രിയ അവർ വരുന്നുണ്ട്, പിന്നെ വേറൊരു പോലീസ് ഓഫീസറുണ്ട്, അത് മുരളീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരാണ്. മാഡം കൂടെ വരുന്ന വേറെ ആളുണ്ട്. പക്ഷേ സംശയമാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹത്തിൻ്റെ വൈഫിന് കുറച്ച് വയ്യ. അവരും കൂടെ നമ്മൾ ഒരു 7 പേര് നമുക്കൊരു ക്യാബ് എടുത്ത് ഡൽഹി വരെ ഫ്ലൈറ്റിന് പോകാം. എത്ര ചിലവ് കുറഞ്ഞതാണ് ഞങ്ങൾ. അത് വിളിക്കപ്പോൾ എനിക്ക് സന്തോഷമായി. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയി 3 ദിവസം കൊണ്ട് വരണം. കാരണം അവിടെ ആ മുഹൂർത്തത്തിൽ അവിടെ ഒന്ന് എനിക്ക് കുളിക്കാൻ. കാരണം ഗുജറാത്തിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ പോയിട്ടുണ്ട്, പ്രായസ്നാനമൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ത്രിവേണി സംഗമത്തിൽ. പക്ഷേ ഇതല്ലല്ലോ, മുഹൂർത്തം നമുക്ക് ഏറ്റവും വിശേഷപ്പെട്ട സമയമാണല്ലോ. അതുകൊണ്ടാണ് ഇതിനോട്. പക്ഷേ ഞാൻ ആകെ അങ്ങ് കോരിത്തിരിച്ചു, എൻ്റെ പ്രപഞ്ചനാഥ, നീ എനിക്ക് ഈ ഒരു സാഹചര്യം തരുന്നുണ്ടല്ലോ, നിന്നോട് എത്ര നന്ദി പറഞ്ഞാൽ പോരല്ലോ എന്ന് ഞാൻ ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ പോകാൻ നിൽക്കുമ്പോഴാണ് സുധീഷ് മാർ എന്നോട് വിളിക്കുന്നത്. തലേ ദിവസം അമ്മ പോകുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നു. എന്നോടൊരു വാക്ക് പറഞ്ഞില്ല, എനിക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരാൾ വരുന്നില്ല എന്നൊരു ചാൻസ് പറയുന്നുണ്ട്, നീ അദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്പർ കൊടുത്തു. എന്താണോ അവൻ്റെ യോഗ, അവൻ്റെ അനുഗ്രഹം. മറ്റേ ആൾ വരുന്നില്ല എന്ന് തീരുമാനിച്ചു. വൈഫ് ഹോസ്പിറ്റലൈസ്ഡാണ്, അദ്ദേഹം വരുന്നില്ല. ഇദ്ദേഹത്തിന് ലാസ്റ്റ് മിനിറ്റിൽ ഇതേ ഫ്ലൈറ്റ് തന്നെ ടിക്കറ്റ് കിട്ടി. അത് സുധീഷ് മന് ആ ഒരു പൂർവ്വ കർമ്മ സുഹൃതം തന്നെയാണ്. ഒരു അത്യത്ഭുതമാണ് അത് കിട്ടിയത്. അതുപോലെ എനിക്കും ഞാൻ വിചാരിച്ചതല്ല. കാരണം എനിക്ക് എൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട്. എനിക്കൊരു ആക്സിഡൻറ്റ് വന്ന് കമ്പിയൊക്കെ കിടക്കുന്നത്, കാലിൽ സ്റ്റീൽ റോഡാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ മുട്ട് മടക്കാൻ പറ്റില്ല, താഴെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഒരു ഫ്ലൈറ്റിൽ പോകാനോ ഒരു ക്യാബിൽ ഇരുന്ന് തിരിച്ചു വരാനോ അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. പക്ഷേ എങ്ങനെ എൻ്റെ പ്രപഞ്ചനാഥൻ എന്നെ ഇതൊക്കെ സാധിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം തന്നെ പ്ലാനിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞാൽ എല്ലാം എൻ്റെ ഭഗവാനെ നിനക്ക് തരണം, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്കിതാണ് ആഗ്രഹം, അത് ഭഗവാൻ നടത്തി തന്നാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നമ്മൾ ഫ്ലൈറ്റ് പോയി. അവിടെ ചെന്ന് അപ്പോൾ അവിടുത്തെ അജിത മാഡം ക്യാബ് എടുത്ത് വന്നു. പക്ഷേ 26 മണിക്കൂർ ആ ക്യാബിൽ ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അവിടെ എത്താൻ നമ്മളെത്തി, പ്രയാഗ്രാജിലെത്തി. പക്ഷേ എല്ലാം ബ്ലോക്കാണ്. ഒന്നും കൂടെ അങ്ങോട്ട് പോകത്തില്ല, നിങ്ങൾ കാൽനടക്കാർ മാത്രമേ ഇവിടത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ അതുവഴി പോകും ഇതുവഴി പോകും. 3 പ്രാവശ്യം വട്ടം കറങ്ങി സെയിം പ്ലേസിൽ വന്നു. അപ്പോൾ പിന്നെ സുരേഷ് സാറിന് പരിചയമുള്ള ഒരു ആശ്രമം ഉണ്ടായിരുന്നു അവിടെ ആത്മബോധാനന്ദ ഫൗണ്ടേഷൻ്റെ ഒരു ആശ്രമമുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു സ്വാമിജി വിളിച്ചു, ജയ് മണികണ്ഠ സ്വാമിജിയെ വിളിച്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ, എനിക്ക് അങ്ങോട്ട് വരാൻ ഒരു മാർഗ്ഗവുമില്ല, അപ്പോൾ നമുക്ക് വേറെ ഞാൻ മുറിയെടുത്ത് നമുക്കങ്ങ് താമസിക്കാം എന്നൊക്കെ. പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഭഗവാനായിട്ട് ഇദ്ദേഹത്തെ അയച്ചു. മഹാദേവന് കോടി പ്രണാമം. കാരണം അത് എങ്ങനെ അതിന് നന്ദി വരണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഈ ജയമണിയുടെ സ്വാമി ബൈക്കിൽ വേറൊരാളെ കൂട്ടി അവിടെ വന്നു. ഞങ്ങൾ നിൽക്കുന്നിടത്ത് എത്തി. ഞങ്ങളുടെ കാറിൽ തന്നെ അദ്ദേഹം കയറി, കാറിൽ ഇരുന്ന ഒരാളെ ബൈക്കിലും കയറ്റി ഏതൊക്കെയോ വഴികളിൽ കൂടെ ആശ്രമത്തിലെത്തി. ശ്വാസം എനിക്ക് വീണതാ സത്യം പറഞ്ഞാൽ അപ്പോഴാണ്. കാരണം ഒരു വഴിതെറ്റി വന്ന കുഞ്ഞ് അമ്മയുടെ കൈയും വിട്ട് ഒരു വലിയ ആൾക്കൂട്ടത്തിലൊക്കെ എന്ത് ഒരു ഒന്നും അറിയത്തില്ല. ആ ഒരു മാനസികാവസ്ഥയായിരുന്നു എൻ്റെ പ്രപഞ്ചനാഥാന്ന് മാത്രം വിളിക്കാൻ എനിക്കറിയത്തുള്ളൂ, എനിക്കൊന്നും അറിഞ്ഞു. പക്ഷേ ആശ്രമം കണ്ടു കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്ക് ഭയങ്കര ഒരു ആത്മരാമാനന്ദ സരസ്വതി സ്വാമിജിയാണ് ആശ്രമത്തിൻ്റെ മഠാധിപതി. എല്ലാവരും വണങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വിശ്രമിക്കും, ഭക്ഷണം കഴിക്കും, അവിടെ താമസവും ഭക്ഷണവും ഒക്കെ ഫ്രീ ആണ്, ഒരു പ്രശ്നവുമില്ല, മലയാളികളാണ്, എല്ലാ സമാധാനമുണ്ട് അവിടെ. പക്ഷേ ഗംഗയുടെ തീരത്താണ് ആശ്രമം. അപ്പം ഗംഗാ സ്നാനം കൂടി അവിടെ സാധിച്ചു എന്നുള്ളതാണ് അന്ന് അവിടെ പോയിട്ട്. അപ്പോഴേക്കും അവിടെ എത്തിയപ്പം പിറ്റേ ദിവസം 1 മണി 2 മണിയായി. പിന്നെ അന്ന് എന്തായാലും ത്രിവേണി സ്നാനം നടക്കത്തില്ല. അവർ പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് രാവിലെ 2:30 മണിക്ക് നിങ്ങൾക്ക് പോവാം, അതുകൊണ്ട് കാറിൽ തന്നെ ഞങ്ങളുടെ വണ്ടി തന്നെ കൊണ്ടുപോയിക്കോളാം. അതൊരു വലിയ കാരുണ്യമായിരുന്നു കേട്ടോ. ആശ്രമത്തിൽ അവരോട് പറഞ്ഞാൽ തീരില്ല അതിൻ്റെ ഒരു കടപ്പാട്. അങ്ങനെ അവിടെ ചെന്നു. ഞാൻ വിചാരിക്കുന്നത് ഇതാ, ഈ മഹാദേവൻ്റെ പരന്ന് കിടക്കുന്ന ആ ശിരസിലിരിക്കുന്ന ഗംഗയുടെ ആ ഒരു മടുത്തിട്ടല്ലേ ഞാൻ നിൽക്കുന്നു. ഇത്രത്തോളം എനിക്ക് അറിഞ്ഞൂടാതെ എങ്ങനെ ഭഗവാനോട് നന്ദി പറയണത്. കാരണം വെച്ചാൽ
ആ തിരിച്ചിടയിലിരിക്കുന്ന ആ ഗംഗയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്വാമിജി പറയാണ്, ഇപ്പം ഈ ഗംഗ നിങ്ങളിങ്ങനെ കാണുന്നു, പക്ഷേ ഇതൊരു ജൂണൊക്കെ ആകുമ്പോൾ മഴക്കാലം കയറുമ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന എല്ലാം വെള്ളത്തിനടിയിലാണ്. മുകളിൽ കൂടെ പോകുന്ന ആ ട്രെയിനിൻ്റെ ഒരു പാലം കാണാം, അത് മാത്രമേ കാണുള്ളൂ, ബാക്കി മുഴുവൻ വെള്ളമാണ്. അത് കേട്ടപ്പോഴെങ്കിയോ അത് കൂടെ ഒരു കുളിര് കോരി. കാരണം നമ്മൾ ആ സമയത്ത് ഗംഗാ നദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഗംഗാ മണൽത്തടി എന്ന് പറഞ്ഞാൽ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം പോകും, അതാണ് അവിടുത്തെ അവസ്ഥ. എന്തായാലും ഇത്ര നീറ്റായിട്ട് അതാ അവിടുത്തെ CM-നെ സമ്മതിക്കണം, നമ്മുടെ PM മോദിജിയും സമ്മതിക്കണം. കാരണം എന്ത് നീറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി. കാരണം എല്ലാം അപ്പോഴപ്പോൾ ക്ലീൻ ചെയ്യാൻ ആൾക്കാരാണ്. ഒരു വൃത്തികേടോ ഒന്നും മലിനമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഗംഗാരതി അവിടെ ഗംഗയുടെ തീരത്ത് തന്നെ നടക്കും, പക്ഷേ കാശിയിലേക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. കാരണം എല്ലാ ആൾക്കാരും അവിടെയാണ്. ഇപ്പോഴും തന്നെ അഖാഡകൾ ഒരു എത്രയോ കിലോമീറ്ററിലാണ് ഓരോ സെക്ടർ. 10 മുതൽ 24 സെക്ടർ എന്ന് പറയുന്നത് 10 സെക്ടർ, 10ാമത്തെ സെക്ടർ ഞങ്ങൾ തന്നെ. പക്ഷെ അത് തന്നെ നടന്നാൽ തീരില്ല, അത്രയ്ക്ക് വിശാലമാണ്. ഓരോ അഖാഡകളും ഇങ്ങനെയുണ്ട്. അതിനകത്ത് ആ സന്യാസിമാരൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞു. എന്നാലും ജപവും ധ്യാനവും പ്രാർത്ഥനയും സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്കും. ഈ ആശ്രമത്തിലും ശിവലിംഗവും ഭദ്രകാളിയും നന്ദീശനും ഒക്കെ ഉള്ളൊരു ക്ഷേത്രം തന്നെ ഇതിനകത്ത് അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തും ഈ പറയുന്ന മന്ത്രജപം അവർ പറയുകയാണ്, ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ പുണ്യം ചെയ്തവരാണ്, ഭഗവാൻ വിളിക്കാതെ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല. അത്രയും പൂർവ്വജന്മ സുഹൃതം കൊണ്ട് ഭഗവാന് കോടി കോടി പ്രണാമം ഞാൻ പറയാം. കാരണം നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ സർവ്വം നിനക്ക് തരുന്നു ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ശങ്കരനാരായണൻ എല്ലാം ഒന്ന് തന്നെയല്ലേ. നമ്മളിപ്പോൾ എൻ്റെ അച്ഛൻ പറയായിരുന്നു, സ്വർണ്ണം ആകെ ഒരു ലോഹമേ ഉള്ളൂ, അതിനെക്കൊണ്ട് വളയുണ്ടാക്കാം, മാലയുണ്ടാക്കാം, മോതിരം ഉണ്ടാക്കാം. അതുപോലെയാണ് ഈ പല രൂപത്തിൽ നിങ്ങൾ കാണുന്നത്. ആക്ച്വലി ഇതൊന്നേ ഉള്ളൂ സ്വർണം, അത് ശാശ്വതമായ സത്യം. ആ സത്യരൂപം മാത്രമാണ് എല്ലാം ഇരിക്കുന്നത്. അതിൻ്റെ മേലെയാണ് ഈ പ്രപഞ്ചനാഥനെ നമ്മൾ പല പേരിട്ട് വിളിക്കുന്നത്. പക്ഷേ എല്ലാം ഒന്നല്ലേ. ശാക്തേയരും വൈഷ്ണവരും മറ്റേ ശൈവരും കൂടെ തമ്മിലടി ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളത്? എല്ലാം ഒന്ന് തന്നെയല്ലേ. അത് തിരിച്ചറിയുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ ജാതി മത വർഗ്ഗ ഭേദമില്ലാതെ അവിടെ ആൾക്കാർ വരുന്നത്. പിന്നെ അവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ പിറ്റേ ദിവസം 2:30 മണിയായി വണ്ടിയിൽ ആ ഡ്രൈവറെ സമ്മതിക്കണം കേട്ടോ, അദ്ദേഹത്തിന് ഭഗവാന്റെ കാര്യം ഉണ്ടാവട്ടെ എന്ന് പറയുന്നത്. 12ാമത്തെ പാലത്തിന് അവിടെ കൊണ്ട് വിട്ടു. അപ്പോൾ അദ്ദേഹം അവിടുന്ന് ഞങ്ങൾ ഇറക്കി വിട്ട് ഇദ്ദേഹം പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ എല്ലാം ബ്ലോക്കാണ്, പോലീസ് അങ്ങോട്ട് വിടുന്നില്ല, ആൾക്കാർ നിറഞ്ഞു കഴിഞ്ഞു, ഇവിടെ നിങ്ങൾ 16ാമത്തെ പാലത്തിൻ്റെ അടുത്ത് പോകാൻ, പിന്നെ 4-5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഒക്കെ നടക്കണം. അപ്പോൾ അടുത്തുനിന്നൊരു സ്ത്രീ പറയുക, അവർ ഡൽഹിയിൽ നിന്ന് വന്നവരാണ്, ഇന്നലെ ഇതുപോലെ കുറേ കറങ്ങി, പക്ഷേ അവർക്ക് കുളിക്കാനും പറ്റിയില്ല, എങ്ങുമില്ല, പലയിടത്ത് കിലോമീറ്ററോളം നടന്നൊരു ഭാഗ്യം ഇതില്ല. ഞാൻ എൻ്റെ പ്രപഞ്ചനാഥ എന്താ ചെയ്യുക, എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇതാ, നിനക്കെല്ലാം അറിയാമല്ലോ, ഇത് എൻ്റെ തമ്പുരാനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഡ്രൈവറുടെ കോൾ വരുന്നു. നിങ്ങൾ എത്ര നിൽക്കുന്ന 12-ലല്ലേ, നിങ്ങൾക്ക് എവിടെ പോകേണ്ടത്, നേരെ തിരിച്ചിങ്ങോട്ട് വന്നു പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ്റെ കാരണം കൊണ്ട് 16ാമത്തെ പാലത്തിൻ്റെ അടുത്ത് ഞങ്ങളെ കൊണ്ടുവിട്ടു. എത്രയോ കിലോമീറ്റർ താണ്ടിയാകുന്നു. പിന്നെ നമ്മൾക്ക് ആ സമയത്ത് ഭാഗ്യത്തിന് ഭഗവാന്റെ കാരണം കൊണ്ട് എല്ലാവരും അകത്തോട്ട് കയറ്റുന്ന സമയം കുളിക്കാൻ കയറി വിടുകയാണ്. അങ്ങനെ ഒരു 4 കിലോമീറ്ററോളം അതിനകത്ത് നടത്തിയിട്ടുണ്ടാവും. കാരണം ജനം ഒഴുകാൻ. ഞാൻ ഈ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് ആൾക്കാരെ ഇതുപോലെ കണ്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒഴുകുന്നു. അവരുടെ തലയിലൊക്കെ ചുവടും വെച്ച്, ഇതുപോലെ ആ നോർത്ത് ഇന്ത്യൻസ് എല്ലാം തലയിൽ ചുവടും വെച്ചായി വന്നിരിക്കുന്നു. കാരണം എത്ര നാളത്തെ ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അവർ തരുന്നത്. അപ്പോൾ അതേപോലെ 24 മണിക്കൂറും പുരുഷാരങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. പക്ഷേ എന്നാലും ഒരു വൃത്തിയില്ല. വഴിയിലൊക്കെ ഇങ്ങനെ കച്ചവടക്കാരിരിക്കുന്നുണ്ട്. ഒരു പോരുവിളിയോ അല്ലെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടോ, നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇവിടൊക്കെ എങ്ങനെയാണല്ലോ, എല്ലാ കടകളും ഇങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ശാന്തമായ ആൾക്കാരാണ്. ആർക്കും നിങ്ങൾക്ക് വേണോ വാങ്ങിച്ചോട്ട് പോകും എന്നുള്ള മാനസികാവസ്ഥ എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ നമ്മളവിടെ ചെന്നു ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ ഒരു സ്നാൻഘട്ടത്തിൽ ഞങ്ങളെത്തി. ഭഗവാന്റെ പേരിൽ നമ്മളവിടെ കുളിക്കുമ്പോൾ 64 തലമുറയ്ക്ക് വേണ്ടി, പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ബന്ധുമിത്ര, പിന്നെ ഈ ജന്മം ഞാൻ കണ്ടുമുട്ടിയത് ആരൊക്കെയാണോ അവർക്കൊക്കെ വേണ്ടി, പിന്നെ എൻ്റെ വെൽവിഷസിന് വേണ്ടി, പിന്നെ ഈ സമസ്ത ലോകത്തിന് വേണ്ടി ഞാൻ അവിടെ മുങ്ങി നിവർന്ന് എല്ലാവർക്കും വേണ്ടി, പിന്നെ എൻ്റെ പിതൃക്കൾക്ക്, അച്ഛന്, അമ്മയ്ക്ക്, മറ്റുള്ള എല്ലാ പിതൃക്കും ഞാൻ എന്നും ചെയ്യുന്ന കാര്യമാണ്. വീട്ടിൽ നമ്മൾ കുളിക്കുമ്പോൾ ചെയ്യും. പക്ഷെ അന്ന് കൂടെ നമ്മൾ ഉദകക്രിയ അത് നമ്മൾ ചെയ്തു, കൈ എടുത്തിട്ട് തന്നെ ഭഗവാൻ അർഘ്യം കൊടുത്ത് ചെയ്തു. അങ്ങനെ അത് പക്ഷേ എല്ലാം ആ ഭഗവാന്റെ കാരണം കൊണ്ട് ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ആ കുളി നടന്നു എന്നുള്ളതാണ്. കാരണം 2:30 മണിക്ക് ഇദ്ദേഹം പോകാൻ പറഞ്ഞ് അതുപോലെ ഞങ്ങൾ ഇറങ്ങി ആ ഡ്രൈവർ കൊണ്ടാക്കിയത് കൊണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കാണ് ആ ഭഗവാന്റെ ഉദയസൂര്യൻ ആ വളരെ സന്തോഷവാനായിട്ട് തങ്കക്കതിരും എടുത്ത് ഞങ്ങളെ ആസ്വദിച്ച് അനുഗ്രഹിച്ച് അതൊരു ഭയങ്കര അനുഭവം തന്നെയായിരുന്നു. ഭഗവാനിലങ്ങ് ലയിച്ച് ചേർന്ന് നമ്മൾ ഒന്നും അല്ലാതെ ഇവിടെ മനുഷ്യരില്ല, ആരാണോ എന്തുവാണോ ഒന്നും അറിയത്തില്ല. ഒരു കോടി ജനങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ഇത്രയും ഇത് സാധിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ മാത്രം കഴിവാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
പരമ ചൈതന്യത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവിടെ ഇത്രയും പേര് വന്നു പോകുന്നു എന്ന് പറയുന്നത് അതൊരു പ്രപഞ്ചനാഥൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അങ്ങനെ എനിക്ക് അവിടെ പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പിച്ച് ഞാൻ പറഞ്ഞതാ, ഞാനൊന്നുമല്ല, നിൻ്റെ ഒരു കുഞ്ഞു കണിക. ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഞാൻ ദേ ഈ ഒരു കുഞ്ഞു പാദത്തിൽ ഒരു കുഞ്ഞു പൊട്ടാണോ എന്ന് പോലും എനിക്കറിയത്തില്ല, ഗുരുവായൂരപ്പനല്ലേ ഞാനേ എന്നാൽ ഞാൻ ഭഗവാനോട് പറഞ്ഞില്ല. അല്ല എൻ്റെ ഗുരുവായൂരപ്പാന്ന്, എല്ലാവരും ഗുരുവായൂരപ്പൻ എൻ്റെ ഗുരുവായൂരപ്പാന്ന് പറഞ്ഞു. വേറൊരു ക്ഷേത്രത്തിൽ ഞാൻ അത് കേട്ടിട്ടില്ല. എൻ്റെ എന്ന് വിളിച്ചിട്ട് ഗുരുവായൂരപ്പനെ മാത്രമേ വിളിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ പറയും ഗുരുവായൂരപ്പനല്ലേ ഞാനേ, ഒരു കുഞ്ഞു കണികേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാം ഭഗവാനെ സമർപ്പിച്ച് അങ്ങനെ ശങ്കരനാരായണ രൂപമായിട്ട് തന്നെയാണ് ഭഗവാൻ അവിടെ ഇരുന്നത്. കാരണം മഹാദേവനും മഹാവിഷ്ണുവും കൂടി അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പുണ്യമുഹൂർത്തത്തിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്കവിടെ സ്നാനം ചെയ്യാൻ പറ്റി. തലേദിവസം ഗംഗയിൽ കുളിച്ചു, പിറ്റേ ദിവസം ത്രിവേണി സംഗമത്തിൽ സ്നാനമായി. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കാണ് വൃന്ദാവനത്തിലേക്ക്. നമ്മൾ എവിടെ വേണം, ഇനി കാശിയിലേക്ക് പോയാൽ അവിടെ വലിയ തിരക്കാണ്, ഭഗവാനെ കാണാൻ പറ്റില്ല. നമ്മൾ എത്ര മണി, കാരണം റിട്ടേൺ ഫ്ലൈറ്റും കൂടെ ബുക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഭയങ്കര ബ്ലോക്കാണ് വഴിയിൽ, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്ത് വേണം നമുക്ക്, പിന്നെ ആഗ്രയിൽ പോയാലോ, പല ഐഡിയ വന്നു. ഞാൻ പറഞ്ഞു നമുക്ക് പോകണമെങ്കിൽ വൃന്ദാവനത്തിൽ തന്നെ പോകണം. മധുരയിൽ എൻ്റെ ഭഗവാന്റെ ജന്മസ്ഥലത്ത്, കാരണം ഏകാദശിയാണ്, അത് ഭഗവാൻ ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ശ്രീരാമസ്വാമിയുടെ മന്ദിരം പോകണമെന്നുണ്ടായിരുന്നു അയോധ്യയിൽ. അവിടെ തലേദിവസം പോയിട്ട് പിറ്റേ ദിവസവും തൊഴുതിറങ്ങിയിട്ടില്ല ആൾക്കാരെന്ന് പറയുന്നു. അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ ഏതായാലും ഭാഗ്യം കൊണ്ട് കൂടെ നിന്നൊരു കുടുംബം പോലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ മനസ്സോടെ ഒരേ രീതിയിൽ നമ്മൾ ചിന്തിച്ചത് കൊണ്ട് ഇതൊക്കെ നമുക്ക് സാധിച്ചു. ഭഗവാന്റെ ജന്മസ്ഥലത്തും പോയി, വൃന്ദാവനത്തും പോയി ഭഗവാനെ അങ്ങ് അനുഭവിക്കുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് കണ്ണീർ ഒഴുകി. സത്യം എനിക്ക് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങ് കരച്ചിൽ വരുമോ എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അങ്ങ് മാറും. പക്ഷേ ഭഗവാനറിയാം, എൻ്റെ കള്ളക്കടനെല്ലാം കാണുന്നുണ്ട്. എല്ലാം ഭഗവാൻ അങ്ങ് സമർപ്പിച്ച്, എന്നെ പ്രപഞ്ചനാഥനല്ലേ, യോഗീശ്വര നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. കൂടുതൽ ഒന്നും ഞാനെപ്പറ്റി പറയാനില്ല. ഭഗവാൻ നമസ്തേ. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, നമ്മളെല്ലാവരും സാധന പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ ആ സാധന ചെയ്യുന്നതിനോടൊപ്പം ഗുരുവിൽ സമർപ്പിതനായാൽ നമ്മുടെ കർമ്മങ്ങൾ കുറച്ച്, കർമ്മബന്ധങ്ങൾ കുറച്ച്, ജന്മങ്ങളും കുറച്ച് നമ്മളെ ആ മുക്തിയിലേക്ക് നയിക്കും, ആ ആത്മസാക്ഷാത്കാരത്തിലേക്ക്, ആ ആത്മാനുഭൂതിയിലേക്ക് നയിക്കും. അതാണ് ഗുരു ചെയ്യുന്നത് നമ്മൾ സൂചിപ്പിച്ചു. യാത്ര സാധകരുടെ യാത്രയാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. ധീരന്മാരുടെ യാത്രയാണ്, അന്വേഷികളുടെ യാത്രയാണ്. അങ്ങനെ ഒരു യാത്രയാണ് രമാദേവി അമ്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നിസ്വാർത്ഥമായിട്ടുള്ള സേവനം, ആ കർമ്മത്തിൽ ഉറച്ചുകൊണ്ട്, ആ നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്തുകൊണ്ട് തന്നെയാണ് അമ്മ ഈ നിമിഷം വരെയും ജീവിക്കുന്നത്. ഇങ്ങനൊരു മഹത് വ്യക്തിത്വത്തെ നമുക്ക് നമ്മുടെ ഈ സത്സംഗത്തിലൂടെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ നമ്മൾ കോടി പ്രണാമങ്ങൾ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. നമ്മൾ സാധകരോട് എന്ത് സന്ദേശമാണ് അമ്മയ്ക്ക് നൽകാനുള്ളത്? അവധൂജിയും ബാലുജിയും പറയുന്ന ഈ വാക്കുകൾക്ക് എന്താണ് തിരിച്ച് മറുപടി എന്ന് എനിക്കറിയില്ല. ആ പാദങ്ങളിൽ, രണ്ടുപേരുടെയും പാദങ്ങളിൽ കോടി പ്രണാമം ഞാനും അർപ്പിക്കുകയാണ്. കാരണം എല്ലാവരും ഈശ്വര അംശം തന്നെയാണ്. ഞാനൊന്നുമാണെന്ന് എനിക്കറിയാം, ഞാനൊന്നുമല്ല. പക്ഷേ ഭഗവാൻ മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. എല്ലാവർക്കും ഇതൊക്കെ സാധിക്കുന്നത് തന്നെയാണ്. നമ്മൾ എന്തിനാണ് ജനിച്ചത്? ഭഗവാനിലേക്ക് നമ്മൾ ലയിക്കാൻ തന്നെയാണ്. മോക്ഷപ്രാപ്തി തന്നെയാണ് നമ്മളുള്ളത്. നമ്മുടെ പരബ്രഹ്മവുമായി നമ്മൾ യോജിക്കുക, ആ സത്യശക്തിയിൽ നമ്മൾ പൂർണ്ണമായും അലിയുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ. ജാതി മത വർഗ ഭേദമില്ലാതെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. എനിക്കൊരു മെസ്സേജേ പറയാനുള്ളൂ. ഈ കലികാലത്തിൽ നാമജപം തന്നെയാണ് ഏറ്റവും സുഹൃതമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നാമജപം എന്ന് പറയുമ്പോൾ കലിസന്ധാരണ മന്ത്രമുണ്ട്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 36 അക്ഷരങ്ങളാണ് രണ്ടും കൂടി പറയുമ്പോൾ. ആ ഓരോ അക്ഷരത്തിനും ഓരോ വിഷ്ണു പാർഷദന്മാർ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരത്ത് അഭേദാനന്ദ ആശ്രമത്തിൽ എത്രയോ നാളായി
365 ദിവസവും 24 മണിക്കൂറും ഈ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള നാമജപത്തോടുകൂടി അവിടെ വലത്ത് വെച്ച് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ആൾക്കാർക്കാളും അധികം വിഷ്ണു പാർഷദന്മാർ തന്നെയാണ് ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അതും പറ്റാത്തവർക്ക് അതങ്ങനെ നമുക്ക് ജപിക്കണമെങ്കിൽ സമയമെടുക്കില്ലേ? നമ്മൾക്ക് ഇതെല്ലാം തിരക്കുള്ള ആൾക്കാരാണ്, സ്വാഭാവികം. ഇത് കലിയുഗമാണ്. 2 അക്ഷരം 3 അക്ഷരമുള്ള ഇഷ്ടദേവൻ്റെ ഏതെങ്കിലും മന്ത്രം, ഇഷ്ടദേവിയുടെ ഏതെങ്കിലും മന്ത്രം ജപിച്ചോളൂ. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും, സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ പാകം ചെയ്യുമ്പോഴും കറിക്കരിയുമ്പോഴും ഒക്കെ ഇത് ജപിച്ചുകൊണ്ടിരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഈ ജപം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു വരാതിരിക്കും. ഒരു ചിന്ത നമ്മൾ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, ഈ ചിന്തകൾ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ്റെ പോലെയാണ്. ഒരു മരത്തിൽ നിന്ന് വേറെ മരത്തിൽ ചാടി വേറെ മരത്തിൽ, ഇങ്ങനത്തെ ചിന്തകൾ ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ നാമജപം നടക്കുന്നുണ്ടെങ്കിൽ ഈ ചിന്തകൾ കടന്നു വരില്ല. എന്തെങ്കിലും ശിവ ശിവ ശിവ, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, അമ്മ നാരായണ, ഏതെങ്കിലും ദേവി ശരണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ എന്ത് നാമവും ജപിക്കാം. എന്താണ്? ഈ എല്ലാ നദികളും ഒഴുകിച്ചേരുന്നത് കടലിൽ തന്നെയാണ്. നമ്മുടെ എല്ലാ മന്ത്രജപങ്ങളും 100% പരബ്രഹ്മത്തിൽ തന്നെയാണ് പോയി ചേരുന്നത്. അതുകൊണ്ട് ഏത് മന്ത്രവും നമുക്ക് ജപിക്കാം. ആ ജപം നടത്തുമ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. കുറേ പക്ഷികളിരിക്കുന്ന ഒരു മരമാണ്. അതിൻ്റെ താഴെ നിന്നുണ്ട് ഠോ എന്നൊരൊച്ച വെച്ച് കഴിഞ്ഞാൽ ഈ പക്ഷികളെല്ലാം അങ്ങ് പറന്നു പോകും അല്ലേ? അതേപോലെയാണ് ഈ മന്ത്രജപത്തിൻ്റെ ശക്തി. ഒരുപാട് തിങ്ങി നിറയ്ക്കുന്ന ചിന്തകളും കൂടെ വരുന്ന താഴെ ഒരു ജപം മതി, ഇതിനെല്ലാം നമുക്ക് ഓടിച്ചു വിടാൻ പറ്റും. അപ്പോൾ ഈ ചിന്തകൾ തമ്മിലുള്ള അകലം കൂട്ടുക എന്നാണ് എല്ലാ മഹാത്മാക്കളും പറയുന്നത്. ചിന്തകൾ വരുമ്പോഴാണ് നമുക്കതിനകത്ത് പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് ചിന്ത ഇല്ലാതാവാൻ ചെയ്യേണ്ട കാര്യം ഈ മന്ത്രജപം തന്നെയാണ്. കലിയുഗത്തിൽ ഏറ്റവും അധികം വിശേഷപ്പെട്ടത് ഈ മന്ത്രജപം തന്നെയാണ്. 2 അക്ഷരമോ 3 അക്ഷരമുള്ള മന്ത്രജപം നിരന്തരമായി ചെയ്യുക. എല്ലാം സർവേശ്വരന് സമർപ്പിക്കുക, നിഷ്കാമമായി സർവ്വസമർപ്പണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു പേന കൊടുക്കുമ്പം അവർ പിടിച്ചു, പക്ഷെ നമ്മൾ വിട്ടില്ല എന്നുണ്ടെങ്കിൽ സർവ്വസമർപ്പണമായില്ല. നമ്മൾ പൂർണ്ണമായി വിടണം. എനിക്കിതൊന്നും അറിയില്ല ദൈവമേ, നിൻ്റെ കയ്യിൽ ഒരു ടൂളാക്കി എന്നെ മാറ്റിയാലും നിൻ്റെ ഇച്ഛയാവണേ, എൻ്റെ ഇച്ഛ എൻ്റെ പ്രപഞ്ചനാഥ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഭഗവാനെ കനിയാതിരിക്കാൻ പറ്റുമോ? ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മുടെ പ്രാർത്ഥനാ പദ്ധതി. ഒന്നും നേടാനല്ല, എനിക്കത് വേണം ഇത് വേണം, ഇതൊക്കെ ഭഗവാൻ അറിഞ്ഞൂടെ? നമ്മൾ എന്തൊക്കെയാ ഏതൊക്കെ വഴി കൂടെയാണെന്നുള്ളത് ഭഗവാൻ അറിയാമല്ലോ. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ, ഭഗവാനോട് പറയാം, അത് വേറെ കാര്യം. പക്ഷേ എല്ലാവർക്കും നല്ലത് വരുന്നത് മാത്രമേ പറയാവുള്ളൂ. എനിക്ക് മാത്രം കിട്ടണം, എൻ്റെ മോൻ മാത്രം പാസ്സാവണം, മറ്റൊക്കെ അത് കിട്ടരുത് എന്നല്ല പറയേണ്ടത്. എനിക്ക് കിട്ടണം, എല്ലാവർക്കും കിട്ടണം, സമസ്ത ലോകത്തിനും സുഖം വരണേ എന്ന ഒരു മാനസികാവസ്ഥ. അൺകണ്ടീഷണൽ ലവ് ടു ദി യൂണിവേഴ്സ്, അഹിംസ, സത്യം വധ, ധർമ്മം ചര, ഇങ്ങനെയുള്ള കൊച്ചു 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 കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പഞ്ചശുദ്ധിയും പഞ്ചകർമ്മവും പഞ്ചശീലങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈശ്വരനിലേക്ക്, ആ പരബ്രഹ്മമായിട്ട് ഈ ജന്മം തന്നെ നമുക്ക് ലയിക്കാൻ സാധിക്കും. ഇനി ഒരു ജന്മത്തിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ഈ പറയില്ലേ, ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, കരുണാലയമാം പാഹി മുകുന്ദ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഇതുണ്ട്. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്കിഹ വെച്ചേൻ, ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാം നാരായണ ജയ എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം ഭഗവാൻ അങ്ങ് സമർപ്പിക്കും. ഇനി എനിക്കൊരു ജന്മം വേണ്ട, എൻ്റെ ഭഗവാന് ചേർന്നാൽ മതി. കാരണം നമ്മുടെ കർമ്മഫലം ബാക്കി കിടന്നാൽ മാത്രമേ അത് തീർക്കാൻ ഇനിയും ജനിക്കേണ്ടി വരുള്ളൂ. ഭഗവാനിൽ ചേർന്നാൽ നമ്മളതിലായി. നമ്മളൊരു നമുക്ക് മായ ഉണ്ടാവും, മായ നമ്മളെ മറയ്ക്കും. കാരണം മായ ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നതാണ് അല്ലേ? ഭഗവാൻ പോലും പറയും, ഓരോ അവതാരങ്ങളും പറയുന്നു, മായ എനിക്കും പേടിയാണ്, മായയ്ക്ക് ചിലപ്പോൾ എന്നെയും ചിലപ്പോൾ അവർ മറിച്ച് കളയും എന്ന് പറയുമ്പോൾ ആ മായ നമ്മുടെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുന്നു. അവിടുത്തെ ഒരു ഭയങ്കര കൂറ്റൻ നായുണ്ട്, നീ വിചാരിച്ചോളൂ. അപ്പോൾ ആ കൂട്ടുകാരൻ്റെ വീട്ടിലെ നായാണ് ഈ മായയായിട്ട് കൂട്ടുകാരനിലേക്ക് അടുക്കാൻ നമ്മളെ സമ്മതിക്കാതെ നിൽക്കുന്നത്. അതിന് നമുക്ക് രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നിൽ കൂട്ടുകാരനെ പോലെ വേഷം കിട്ടും, പക്ഷെ എന്നാലും അത് ചിലപ്പോൾ അപകടമായിട്ട് വരും. പിന്നെ വിളിക്കാം, എടാ ഫ്രണ്ടേ, നീ ഒന്ന് വാടാ, നീ ആ നായ ഒന്ന് പിടിച്ച് വെക്ക്, എനിക്കൊന്ന് അകത്തോട്ട് വരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ കൂട്ടുകാരൻ നായയോട് പറയും, എടാ ഇങ്ങ് വാ,
എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ നായ അനുസരിച്ച് ചെല്ലും. നായയുടെ അയാളുടെ കൺട്രോളിലാവും. നമ്മൾ കയറി ചെന്നാലും നമ്മളെ അവർ ഉപദ്രവിക്കില്ല. ഇതാണ് ഭഗവാന് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ മായ പോലും നമ്മളെ ബാധിക്കാതെ ഇരിക്കും. നമ്മൾക്ക് മായയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത് മാത്രമേ ഒരു പോകാൻ വഴിയുള്ളൂ. അപ്പോൾ സർവവും സർവേശ്വരാർപ്പണമസ്തു എന്ന് തന്നെ വിചാരിച്ചാൽ ഈ ജന്മം നമുക്ക് സാർത്ഥകമാകും. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ എനിക്ക് അനുവാദം തന്ന ആദ്യം ഞാൻ സുധീഷ് മോനോടാണ് സത്യത്തിൽ നന്ദി പറയേണ്ടത്. അതുവഴി അവധൂത് ഗുരുപ്രസാദ് ജിയോടും ബാലുജിയോടും സർവോപരി ഈ പ്രേക്ഷകരായിട്ട് നിങ്ങളെല്ലാവരും, ഞാനും നമ്മുടെ എല്ലാ ആത്മ ചൈതന്യങ്ങൾക്കും ഇതൊരു നന്ദി പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ പരമ്പരകളായ പ്രപഞ്ചനാഥനോട്, നിത്യസത്യത്തിനോട് ഞാൻ പൂർണ്ണമായിട്ട് നന്ദി പറയുന്നു. മീ ടു മീ എന്ന് പറയുന്ന ഈ മെഡിറ്റേഷൻ ചാനൽ ഉത്തരോത്തരം നന്നായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സൗഭാഗ്യങ്ങളും അതിന് വരട്ടെ. എനിക്ക് ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ, 2 വാക്ക് ഇതിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ പ്രപഞ്ചനാഥന് കോടി കോടി പ്രണാമം അർപ്പിക്കുന്നു. സർവം സർവേശ്വരാർപ്പണമസ്തു. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.